ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ പ്രിൻസിപ്പൾ ഒടുക്കത്തെ ജാട, ഈ ഫയലിനകത്തുനിന്ന് തല പൊക്കുന്ന പോലും ഇല്ല. അപ്പോൾ ഞാനും അമ്മയും അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സീനൊക്കെ കുറച്ച് എന്തിനാ ഇത്ര റൂഡായിട്ട് അവർ പെരുമാറുന്നത്? അദ്ദേഹം ഡോക്ടറാണ്. അതെ അതെ, ഡോക്ടർ തന്നെയാണ്. അറഗൻസ്, ആ പവറിൻ്റെ ഈ അല്പത്തരം കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ഒരു സ്ത്രീയാണ് വന്ന് നിൽക്കുന്നത്, ഒരു കുട്ടി കൂടെ ഉണ്ട്. അപ്പോൾ ആസ് എ ചൈൽഡ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ബിഹേവ് ചെയ്യേണ്ടതെന്ന്. ഇവരുടെ ആരോഗ്യം ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഫയലിനകത്ത് ഇവർക്കുള്ള മരുന്നും അല്ലെങ്കിൽ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വാനിൻ്റെ ചിലവ് ഇതൊക്കെ നമ്മൾ പാസ്സാക്കും. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഹെൽത്ത് റിലേറ്റഡ് ചിലവ് കൂടുതലാണ്. TV വരെ ഉണ്ട് അവിടെ. അല്ല, പോരാൻ നേരം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നമുക്ക് കുറേ യൂണിറ്റുകളുണ്ട്. എനിക്ക് കുഞ്ഞോം യൂണിറ്റിലാണ്. അവിടെ നിന്ന് ഒരു അമ്മച്ചി പോകാൻ നേരം എൻ്റെ അടുത്ത് ഞാൻ മാറുന്നു എന്നിങ്ങനെ ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഓർഡർ ഇറങ്ങും, ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു. വന്നാൽ ഈ അമ്മച്ചി ആകെ ചോദിച്ചതെന്ന് വെച്ചാൽ, സാറ് പോയാൽ പിന്നെ ഇത് കഞ്ഞി നിർത്തുമെന്ന്, ഈ ഉച്ചഭക്ഷണം നിർത്തുമെന്ന്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഭൂമി ഭയങ്കര കൈയേറ്റം നടക്കും. അന്ന് VS-ൻ്റെ കാലഘട്ടത്തിലും കൂടെ ആ ഒരു മെയിൻ പരിപാടി അതായിരുന്നു. മൂന്നാറും ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ വയനാട്ടിലും ഉണ്ടായിരുന്ന കൈയേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിക്കേണ്ടതാണ് എൻ്റെ ജോലിയല്ലേ. തീവ്രവാദ സ്വഭാവമുള്ളവരുടെ ഇതുവരെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തിലെ പ്രോജക്റ്റുകളുടെ കംപ്ലീഷൻ്റെ സ്പീഡും കൂടാണ്. ഇത് 2010 ഞാൻ തുടങ്ങുന്ന പ്രോജക്റ്റാണ്. അതിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് 22-ലാണ്. രാഷ്ട്രീയ അഴിമതിയേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥ അഴിമതിയാണോ? വീതം വെപ്പുണ്ട് ഇതിനകത്ത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ വളരെ മാന്യമായിട്ട് വളരെ ബഹുമാനത്തോടൊക്കെ കാണുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് വരെ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ എക്സൈസിൽ ഒരുപാട് അഴിമതിയില്ലേ? എക്സൈസൊക്കെ സിസ്റ്റമാറ്റിക് അഴിമതിയാണ് ശരിക്കും. അവിടെ ഈ പറഞ്ഞോട്ട് ഒരു ചിട്ടയുണ്ട്, ഒരു ഈ പറഞ്ഞ മാസപ്പടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രായമായ ഒരാളാണ്. അയാൾ നല്ല ഇംഗ്ലീഷൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഉടുതുണിയൊന്നുമില്ല. ഇയാൾ അകത്ത് ഒരു ഭാഗത്ത് ക്ലോസറ്റ് ഉണ്ട്, അതിനകത്ത് പോയിട്ട് അയാളുടെ തന്നെ ഇത്രയും പ്രായമായ ഉമ്മൻചാണ്ടി സാർ നിൽക്കുമ്പോൾ ഞാൻ പോയി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നാണക്കേടല്ലേ. അപ്പം ഞാൻ ഇല്ലല്ലോ, ഞാൻ കൂടെ തന്നെ ഫുള്ള് നിന്നു. നമസ്കാരം. മറുനാടിൻ്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി N. പ്രശാന്ത്. N തന്നെയാണല്ലോ അല്ലേ? നമ്മുടെ ഇന്നത്തെ അതിഥി N. പ്രശാന്ത് എന്ന IAS-കാരൻ. കളക്ടർ ബ്രോ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്ന അന്നും ഇന്നും. എനിക്ക് തോന്നുന്നു ഒരു 10-11 വർഷമായി കളക്ടർ 10 വർഷം കഴിഞ്ഞ് കളക്ടർ. ബ്രോ സ്വാമി എന്നാണ് അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ബ്രോ സ്വാമിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ കുറച്ച് രാഷ്ട്രീയം പറയാനാണ് താല്പര്യം. അതിലേക്ക് സ്വാഭാവികമായി എത്തപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്കിൽ പോലും അങ്ങ് ഒരുപാട് പോഡ്കാസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങേ ഒന്ന് പരിചയപ്പെടാൻ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ട് അങ്ങ് തലശ്ശേരിക്കാരനാണ്, അടിസ്ഥാനപരമായി തലശ്ശേരിയാണ്. പിന്നെ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് വന്ന് പഠിക്കാൻ, ലോളെ പഠിച്ചത്, ലോ കോളേജിൽ പഠിച്ചത്, അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറയാമോ? അച്ഛൻ തലശ്ശേരി, അമ്മ പഴയങ്ങാടി. ഈ 2 സ്ഥലങ്ങളാണ് സത്യം. എൻ്റെ വേരുകൾ അവിടെയാണ്. കണ്ണൂർ. പഴയങ്ങാടി അവിടെ തന്നെ, കണ്ണൂർ തന്നെ, പയ്യന്നൂരിൻ്റെ അടുത്തായിട്ട് വരും. പക്ഷേ ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്തായിരുന്നു ജോലി. അച്ഛൻ ISROയിലും അമ്മ മെഡിക്കൽ കോളേജിൽ ഡോക്ടറും. അങ്ങനെ രണ്ടുപേരും അങ്ങനെ തിരുവനന്തപുരത്തേക്ക് അവർ വന്നു. അതെ അതെ. അടിസ്ഥാനപരമായി ബേസിക്കലി തിരുവനന്തപുരംകാരനാണ്. അതുകൊണ്ട് വളർന്നത് തിരുവനന്തപുരം. അതുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഇപ്പം അത് സംസാരിക്കുമ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഭാഷ ചില സമയത്ത് കണ്ണൂർ ഭാഷയാവും, ചിലപ്പോൾ കോഴിക്കോട് ഭാഷയാവും, ചിലപ്പോൾ തിരുവനന്തപുരം ഭാഷയാവും. ആരടുത്താണോ സംസാരിക്കുന്നത് അതുപോലെ ആവുന്നുള്ളതാണ്. വളർന്നത് ഇവിടെ. തലശ്ശേരിയിൽ എന്താണ് ഇപ്പോൾ ബാക്കിയുള്ള ബന്ധുക്കളുണ്ട്, വീടുണ്ട് അവിടെ, തറവാട് അവിടെ ഉണ്ട്. അച്ഛനും അമ്മയും ഇപ്പൊ തിരുവനന്തപുരത്തെ നമ്മൾ കൂടെ ഉണ്ട്. കാരണം അവിടെ ആരുമില്ല. ഇല്ല, അവിടെ ഇപ്പൊ വീട് പൂട്ടിയിരിക്കുകയാണ്. സഹോദരങ്ങളുണ്ടോ? ഇല്ല, ഒറ്റ മകൻ. ഒരു ചേട്ടനുണ്ടായിരുന്നു, സഹോദരിമാരുമില്ല. അപ്പം ഇനി വരാൻ പോകുന്ന തലമുറ തിരുവനന്തപുരം ആയിരിക്കും. തലശ്ശേരി ബന്ധമുണ്ട്. എൻ്റെ വലിയ പണ്ട് തലശ്ശേരിക്കാരാന്ന് പറയുമായിരിക്കും, അത്ര ഉള്ളൂ. അല്ലെങ്കിലും കണ്ണൂർ കൂടുതൽ വെക്കേഷൻ ഓർമ്മകളാണ്. ഇവിടെ പഠിക്കായിരുന്നല്ലോ, അപ്പം നാട്ടിൽ പോകുന്ന ആ ഒരു ഓർമ്മയാണ്. അന്ന് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം. പിന്നെ കസിൻസ്, ഒരു പീരീഡ് അല്ലേ. അമ്മ റിട്ടയറായി നേരത്തെ പോലെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട്. അമ്മ റിട്ടയറായി. ഇപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. സ്ട്രോക്കിൻ്റെ ഒരു ഇത് കഴിഞ്ഞ് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാൻസർ സർവൈവറാണ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് അപ്പം ലയോളയിലാണ് പഠിച്ചത് ആദ്യം. അത് കഴിഞ്ഞ് ലയോളയിൽ സ്കൂളിംഗ്, പിന്നെ ഇവാനിയസ്, പിന്നെ ലോ കോളേജ്,
ഇവാനിയസ് ഡിഗ്രി ചെയ്തിട്ടാണ് പ്രീ ഡിഗ്രിയുടെ അന്ത്യയാമങ്ങൾ അവസാനത്തെ അത് കഴിഞ്ഞ ഉടനെ ലോ കോളേജിലേക്ക് ലോ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ സിവിൽ സർവീസ് എഴുതുന്നപ്പോഴാണ് ശരിക്കും ലോ കോളേജിൽ പോകുന്നതിന് മുമ്പ് മെഡിസിൻ സൈഡിലോട്ട് പോയായിരുന്നു കേട്ടോ. കാരണം അങ്ങനെയാണല്ലോ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ മെഡിസിനും എഞ്ചിനീയറിങ് ഇതല്ലാതെ വേറെ ഇല്ലല്ലോ. അപ്പോൾ സിവിൽ സർവീസ് എഴുതണം എന്നുള്ളൊരു തീരുമാനമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ കഴിയണമല്ലോ. അപ്പോൾ അങ്ങനെ മെഡിസിൻ എടുത്തിട്ട് എഴുതാമെന്നുള്ളൊരു ഐഡിയയിലൊക്കെ ആയിരുന്നു. പക്ഷേ ടെസ്റ്റ് എഴുതി അഡ്മിഷൻ എടുത്തു. ആ വർഷം ശരിക്കും ആന്ധ്രയിൽ എൻട്രൻസിൽ എന്തോ ഒരു തരികിട നടക്കുകയും അങ്ങനെ കൂട്ടത്തോടെ എല്ലാവരും ഓൾ ഇന്ത്യ എൻട്രൻസിലോട്ട് ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ വർഷം അപ്പം മെഡിസിൻ കിട്ടുന്ന റാങ്കുകൾക്ക് ഡെൻ്റലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് BDS ആണ് വന്നത്. BDS വന്നപ്പം ഓൺ ദ സ്പോട്ട് നമ്മൾ അന്ന് അങ്ങനെയാണല്ലോ, അവിടെ കൗൺസിലിംഗ് അവിടെ വെച്ചാണ് നമ്മൾ അപ്പോൾ പറയണം. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടി വന്നു. ജോയിൻ ചെയ്ത് 1 വർഷം എടുത്തു അവിടെ നിന്ന് വിടാൻ അച്ഛനെ കൺവിൻസ് ചെയ്ത്. 1 കൊല്ലം പഠിച്ചു ഡെന്റൽ. അപ്പോൾ ആ മേഖലയെ കുറച്ച് ജ്ഞാനം ഉണ്ടായി. അതുകൊണ്ട് ബേസ് നമ്മൾ ആദ്യത്തെ 1 വർഷത്തെ ഈ അനാറ്റമി ഫിസിയോളജിയും ബയോകെമിസ്ട്രിയും അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡെന്റൽ മെറ്റീരിയൽസ് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും നല്ല സുഹൃത്തുക്കൾ ഇപ്പോഴും. പക്ഷേ സയൻസ് അപ്പം +2 എന്താ സയൻസ് ആണ് പഠിച്ചത്. സയൻസ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന സയൻസ് വളരെ പ്രധാനമാണ്. സയൻസ് പഠിക്കണം. വേറെ ഏത് മേഖലയിലേക്ക് പോകുമ്പോഴും സത്യത്തിൽ സയൻസ് അറിയണം. സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട്, സയൻറ്റിഫിക് തിങ്കിങ്, ആ ഒരു അനലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ ഉണ്ടല്ലോ, സയൻസ് പഠിച്ചെങ്കിലേ കിട്ടുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് വായിച്ചെടുക്കാം. പിന്നെ എന്താണ് ലോ കാര്യം സയൻസ് പഠിക്കാതെ? അല്ല, സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചല്ലോ, അത് കോൺഷ്യസ് ആയിട്ട് തന്നെ സയൻസ് അത്രയെങ്കിലും നമുക്ക് കിട്ടണം. ശരിക്കും ഒരു +2 ലെവലിലുള്ള സയന്റിഫിക് ഔട്ട്ലുക്ക് നമുക്ക് കിട്ടണം എന്ന് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, എൻ്റെ ഒരു വിശ്വാസമാണ്. സാധാരണഗതിക്ക് സയൻസ് പഠിക്കുന്നവർ ലോ പോകാറില്ല, അവർ വേറെ രീതിയിലേക്ക്. അതെ അതെ, അങ്ങനെ ലോ എടുക്കുന്നവരും സയൻസ് പഠിച്ച ലോയും തമ്മിൽ വ്യത്യാസമുണ്ട്. സയൻസ് നമ്മൾ ഒരു അടിസ്ഥാനപരമായിട്ട് അത് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തിട്ടാണ് നിയമം പഠിക്കുന്നതെങ്കിൽ അത് വേറെ തന്നെ ഒരു കാഴ്ചപ്പാട് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോ എടുക്കാനുള്ള കാരണം വേറെയാണ്. ലോ എടുക്കാനെന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിന് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു സബ്ജക്ട് 5 ഇയർ ലോ ആണ്. 5 ഇയർ ലോയിനകത്ത് അടിസ്ഥാനപരമായിട്ട് ആദ്യം നമ്മൾ പൊളിറ്റി പഠിക്കും, നമ്മുടെ ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ഇതെല്ലാം പഠിക്കുന്നുണ്ട്, സോഷ്യോളജി. അപ്പോൾ ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ടിങ് വളരെ പക്കാക്കി തരുന്ന ഒരു ഇതാണ് ഈ സോഷ്യൽ സെക്ടറിൻ്റെ അല്ലെങ്കിൽ ഇക്കണോമിക്സ്. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ നമുക്ക്. ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പോൾ സിവിൽ സർവീസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം പറയാനുള്ളത് ലോ പഠിക്കാന്നുള്ളതാണ് അല്ലേ? ഞാൻ എപ്പോഴും അത് സജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം അത് പിന്നീടും ഗുണം ചെയ്യുന്നതുമാണ്. കാരണം സർവീസിനകത്ത് കയറുമ്പോഴും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലോ ആണ്. ശരിക്കും നിയമം നടപ്പിലാക്കുകയാണ് വേണ്ടത്. നിയമം മനസ്സിലാക്കി അത് എങ്കിലേ ആ വളയം മനസ്സിലാവുള്ളൂ. വളയം മനസ്സിലായാലേ വളയത്തിനകത്തൂടെ ചാടാൻ പറ്റുള്ളൂ. വളയത്തിന് പുറത്തൂടെ ചാടുന്നതും എല്ലാം എങ്ങനെ ചാടണമെങ്കിലും അറിയണം. അല്ല, അപ്പോൾ എന്നിട്ട് ഈ സിവിൽ സർവീസ് തീരുമാനം ആഗ്രഹം എപ്പോഴാണ് തുടങ്ങുന്നത്? അതിൻ്റെ പശ്ചാത്തലം എന്നാ? പശ്ചാത്തലം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അമ്മ മെഡിക്കൽ കോളേജിൽ ഡോക്ടറാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സർക്കാർ സർവീസിൻ്റെ എല്ലാ ഇതും നമ്മൾ അന്നും കാണുന്നുണ്ട്. സിസ്റ്റം എങ്ങനെ പെരുമാറും, വളരെ അൺഫെയർ ആയിട്ടും ഭയങ്കര അഴിമതിയും ഒക്കെ ഉണ്ട്. അന്ന് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രാൻസ്ഫർ, പോസ്റ്റിംഗ് എല്ലാത്തിനും കാശ് മേടിക്കുന്ന ഒരു വല്ലാത്തൊരു സിസ്റ്റം. ഡോക്ടർമാർക്ക് ട്രാൻസ്ഫർ പിന്നെ അന്നും ഇന്നും അല്ല, എന്തിനാ അന്നത്തെ അഴിമതി അത്ര ആയിരുന്നെങ്കിൽ ഇന്നെന്തായിരിക്കും അതുപോലും ഞാൻ ആലോചിക്കാറുണ്ട്. ഉദാഹരണത്തിന് PSC, അന്നത്തെ PSCയിൽ കൈക്കൂലി കൊടുത്ത കഥകൾ വരെ കേട്ടിട്ടുണ്ട്. ഏത് ഡോക്ടേഴ്സിൻ്റെ റിക്രൂട്ട്മെന്റിലും ആണോ? അപ്പോൾ ഇപ്പം അമ്മയൊക്കെ കണ്ണൂർ അവിടെ അങ്ങ് ദൂരെ പഴയങ്ങാടി ഒരു കുഗ്രാമത്തിൽ അവിടെ നിന്ന് പഠിച്ചു വന്ന് PSC എഴുതി കിട്ടി. ഒന്നും അറിയുന്നില്ല. ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് ഉള്ള ഈ സെറ്റപ്പ്, ഇവിടുത്തെ ആ ഒരു രീതികളൊക്കെ കാണുമ്പോഴാണ് ഇത്രയും മലീമസമായിട്ടുള്ളൊരു സിസ്റ്റമാണ് എന്നൊക്കെ മനസ്സിലാവുന്നതും. അപ്പോൾ ഞാൻ അതല്ല പറഞ്ഞു വന്നത്. ഞാൻ എങ്ങനെ സിവിൽ സർവീസ് എന്നുള്ളൊരു ഇത് വന്നു എന്നുള്ളതാണ്. അപ്പം അമ്മ സർവീസിനകത്ത് ഈ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, എന്തൊക്കെയോ ഇഷ്യൂസ് ബന്ധപ്പെട്ടിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെ കാണാൻ പോയി. അപ്പം ഞാൻ ചെറിയ കുട്ടി, മറ്റേ ബോബനമോളിലെ പട്ടി പോകുന്ന ഞാൻ ആ സീനിലൂടെ കൂടെ പോയി. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ പ്രിൻസിപ്പൾ ഒടുക്കത്തെ ജാട, ഈ ഫയലിനകത്തുനിന്ന് തല പൊക്കുന്ന പോലുമില്ല. അപ്പോൾ ഞാനും അമ്മ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ സീനൊക്കെ കുറച്ച് എന്തിനാ ഇത്ര റൂഡായിട്ട് അവർ പെരുമാറുന്നത്? അദ്ദേഹം ഡോക്ടറാണ്. അതെ, ഡോക്ടർ തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കി എന്തോ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നെ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേഷൻ്റെ തലപ്പത്തുള്ളത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതും ഡോക്ടർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നു. അവിടെ അതിനെക്കാട്ടിലും ചാടാ ഒരു
അറഗൻസും ആ പവറിൻ്റെ ഈ അല്പത്തരം കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ഒരു സ്ത്രീയാണ് വന്ന് നിൽക്കുന്നത്, ഒരു കുട്ടി കൂടെ ഉണ്ട്. അപ്പോൾ ആസ് എ ചൈൽഡ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ബിഹേവ് ചെയ്യേണ്ടതെന്നും. ഒരു ജാട, ഒരു ഹെഡ് വെയ്റ്റും ഇതൊക്കെ കാണുമ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്നേ ദിവസം തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പോയതാണ് ഈ ടേണിംഗ് പോയിന്റ്. സെക്രട്ടേറിയറ്റിൽ ചെന്നിട്ട് നമ്മൾ ആരെയോ കാത്തിരിക്കുകയാണ്. അവിടെ കോറിഡോറിൽ കുറേ നേരം കാത്തിരുന്ന് കുറേ കഴിഞ്ഞപ്പം ഒരു വ്യക്തി താടിയൊക്കെ ഉള്ള ഒരാൾ ഓടിച്ചാടി റൂമിനകത്തോട്ടേക്ക് അങ്ങ് കയറുകയാണ്. വൈകുന്നേരമാണ്. ഇപ്പോൾ അകത്തോട്ട് വിളിക്കുകയാണ്. അകത്തോട്ട് വിളിക്കും, ഞങ്ങൾ ചെല്ലുന്നു. അപ്പോൾ ഡോക്ടറെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു കാപ്പി കൊടുക്കുന്നു. എന്താ കാര്യം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വളരെ സൗമ്യമായിട്ട്. ഇതുവരെ കണ്ട കാഴ്ചയല്ല. അല്ല, ഇതുവരെ കണ്ടതേ അല്ല. അതേസമയം ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹമാണ് പവർ ഹയറാർക്കിയിൽ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ മേലെ എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇയാളുടെ പെരുമാറ്റം നേരെ തിരിച്ചും വളരെ വിനയത്തോടും സൗമ്യമായിട്ടും ഒക്കെയാണ് സംസാരിക്കുന്നത്. പ്രശ്നം പരിഹരിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പുറത്തിറങ്ങാൻ നേരം ഞാൻ അമ്മയെടുത്ത് പക്ഷേ ചോദിച്ചു ഇതാരാന്ന്. കാരണം എനിക്ക് ചോദിക്കാൻ തോന്നി. ഹി വാസ് ഡിഫറെൻറ്റ്. അപ്പോൾ അമ്മ അവന് ഇതാണ് ഹെൽത്ത് സെക്രട്ടറി, IAS ഓഫീസറാണ്, അങ്ങനെയാണ്. അപ്പോൾ വളരെ സിനിമാറ്റിക്കായിട്ട് ആലോചിക്കണം. ഈ സെക്രട്ടേറിയറ്റിലെ കോറിഡോറിൽ ഇങ്ങനെ നടന്ന് പോകുമ്പം തിരിഞ്ഞിങ്ങനെ നോക്കുമ്പം പേരിങ്ങനെ കാണുന്നു, പേരിൻ്റെ അറ്റത്ത് IAS എന്നിങ്ങനെ കാണുകയാണ്. അപ്പോൾ മനസ്സ് പിടിച്ചു കൊള്ളാമല്ലോ ഈ പരിപാടി എന്ന്. ഇങ്ങനെ പെരുമാറുന്ന ഒരു എന്നാ അധികാരമുള്ള ഒരു വ്യക്തി നമുക്കൊരു ഒരു ചെറിയ ആരാധന ഇങ്ങനെ ആവണം എന്ന് തോന്നി. അന്നാണ് ആദ്യമായിട്ട് IAS എന്നുള്ളൊരു സാധനം തലയിൽ കയറുന്നത്. പിന്നെ എത്ര പ്രായം കാണുമായിരിക്കും? സ്കൂളിലാണെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. ഏത് പ്രായമൊന്നും അങ്ങനെ ചെറിയ കുട്ടിയാണ്. പിന്നീട് ISROയിലും അവിടെ ഈ കൺട്രോളർ എന്ന് പറഞ്ഞൊരു തസ്തികയുണ്ട്. അതും ISR ഇരിക്കുന്ന പോസ്റ്റാണ്. അത് അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞു ഉണ്ട്. കൺട്രോളർ പോസ്റ്റിൽ ISR അല്ലെങ്കിൽ ചിലപ്പോൾ INTS എന്നൊക്കെ ഡെപ്യൂട്ടേഷനിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലയിടത്തും വർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണിത്. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. അതൊക്കെ അങ്ങനെ കേട്ടറിഞ്ഞാണ്. അല്ലാതെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആരും സിവിൽ സർവീസ്. അപ്പോൾ അതേക്കുറിച്ച് പഠിച്ചു, എങ്ങനെ ആവണം എന്നൊരു ഇൻട്രസ്റ്റ് അപ്പോഴേ ഉണ്ട്. അങ്ങനെയാണ് അതിലേക്ക് ഒരു താല്പര്യം വരുന്നത്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ഏതാണ്ട് തീരുമാനിച്ചു, ഓക്കെ ഇതൊന്ന് എന്തായാലും ഇത് വേണം. അമ്മയോടും അച്ഛനോടൊക്കെ ഇത് പറഞ്ഞപ്പോൾ അവരുടെ അഭിപ്രായം അവർ പാടാന്ന് പറഞ്ഞില്ലേ? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ അന്നൊക്കെ നേരത്തെ പറഞ്ഞ മെഡിസിനും എഞ്ചിനീയറിംഗ് അല്ലാതെ അതിന് എത്ര വർഷം വേണമെങ്കിലും കളഞ്ഞോ എന്നൊരു ലൈനാണ് അന്ന്. അപ്പോൾ മാത്രമല്ല കുറ്റം പറയാനും പറ്റില്ല. ആ സമയത്ത് ഈ നമ്മുടെ ഈ IT ഇതിങ്ങനെ ശരിക്ക് ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ISROയിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മക്കൾ എഞ്ചിനീയറിംഗ് എടുക്കുകയാണ്, പഠിച്ചിട്ട് IT മേഖല കൃത്യം 4ാം വർഷം ആകുമ്പോഴേക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആവുകയാണ്, സെറ്റിലാവുകയാണ് അവർ. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇത് സിവിൽ സർവീസിന് കിട്ടാൻ സാധ്യത. ലോകത്തിൽ തന്നെ ഏറ്റവും സക്സസ് റേറ്റ് കുറഞ്ഞ ഒരു പരീക്ഷയാണ്. നമ്മൾ ഫാമിലിയിൽ നിന്ന് ആരും സിവിൽ സർവീസ് ഒന്നും ഇല്ല. അപ്പോൾ പറഞ്ഞു തരാം എന്തിനു. ഞാൻ ഇപ്പോൾ മറ്റേ മെയിൻസ് എഴുതി കഴിഞ്ഞ് ഇൻ്റർവ്യൂക്ക് പോകാൻ നേരമാണ് ആദ്യമായിട്ട് ഒരു ISRനെ കാണുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് പോയി കാണാൻ പോലും ഒരു പേടിയോ ആക്സസോ ഒന്നുമില്ല. മെയിൻസ് എഴുതിയ ഒരാളെ കാണാൻ വേണ്ടി പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പ്രിലിംസ് എഴുതുന്ന സമയത്ത് മെയിൻസ് എഴുതിയ ഒരാൾ തമ്പാനൂർ ഒരു ലോഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിയെ കാണാൻ വേണ്ടി പോവാം. പുള്ളി ഒരു രുദ്രാക്ഷൊക്കെ ഇട്ടിങ്ങനെ പുള്ളി പറയുന്നതൊക്കെ നമ്മൾ വലിയ ഒരു വളരെ ബഹുമാനത്തോടെ കേട്ടിട്ടൊക്കെ. IAS കിട്ടിയില്ല? ഇല്ലല്ല, അദ്ദേഹത്തിന് കിട്ടിയില്ല. പക്ഷേ എഴുതിയ ഒരാളല്ലേ, അപ്പോൾ സീനിയർ കാണാൻ പോകില്ല. അപ്പോൾ ഈ ലോ പഠിക്കുന്നതാണ് IAS നല്ലതെന്ന് എങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാവുന്നത്? ഞാൻ സിലബസ് നോക്കിയപ്പോൾ അതിനകത്ത് നമ്മൾ പൊതുവിജ്ഞാനം കുറേ വേണം. ജനറൽ സ്റ്റഡീസിനകത്ത് കുറേ കാര്യങ്ങൾ ആവശ്യമുള്ളതുണ്ട്. അത് പകുതി മുക്കാലും ഇതിൽ കവേർഡ് ആവും. ലോ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതിൻ്റെ ബേസിക്സിൽ എന്തായാലും ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ അറിയണം. അച്ഛനും അമ്മയുടെ നിലപാടെന്നായിരുന്നു ലോ പഠിക്കാൻ പോയപ്പോൾ? അത് കുറച്ച് ട്രിക്കി സാധനമായിരുന്നു. കാരണം BDS മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ സേഫാണല്ലോ. നമ്മളത് കഴിഞ്ഞ് അങ്ങനെ ഒരു റിസ്ക് ഇല്ല അതിനകത്ത്. ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അമ്മ സപ്പോർട്ട് ചെയ്തു. അമ്മ പറഞ്ഞു ഇത് ശരി നിനക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്തോ എന്നുള്ളത്. അച്ഛനായിരുന്നു പറഞ്ഞത് റിസ്ക്കാണ് അങ്ങനെ. അപ്പോൾ ഇത് എനിക്ക് അലൊക്കേഷൻ വന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ ഞാൻ ഇവിടെ BDS ജോയിൻ ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സ് ഇവിടെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമല്ലോ. നാട്ടിൽ വന്നുകൊണ്ടിരിക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തവണ എൻ്റെ ഇവിടുത്തെ ലോ എൻട്രൻസ്, അന്ന് കേരള ലോ എൻട്രൻസ് തുടങ്ങുകയാണ്. അപ്പോൾ ലോ എൻട്രൻസിന് ഞാൻ ചുമ്മാ ഒന്ന് ആപ്ലിക്കേഷൻ ഇട്ടു. എന്നിട്ട് തിരിച്ചു പോന്നു. ഏതോ ഒരു ഞായറോ ശനിയോ മറ്റോ ആണ് പരീക്ഷ. ഞാൻ അതിനു വേണ്ടി വന്നിട്ട് എഴുതുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ബാക്കി ഒരു കോഴ്സിനും കിട്ടാത്തവരാണ് കൂടുതലും ലോയിന് വരിക എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആണോ എന്നറിയില്ല, ഈ ലോ എൻട്രൻസിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ചുമ്മാ എഴുതിയതാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാനൊരു പോയിന്റ് കിട്ടി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അവനെ കണ്ടില്ലേ
എനിക്ക് ഇവിടെയാണ് ഇൻട്രസ്റ്റ്, എൻ്റെ താല്പര്യം എവിടെയാണെന്നുള്ളത്. അപ്പോൾ അതും കൂടെ കണ്ടപ്പോൾ അച്ഛൻ പിന്നെ അങ്ങ് സമ്മതിച്ചു. പൂർത്തിയാക്കി കഴിഞ്ഞിട്ടാണോ സിവിൽ സർവീസ് കിട്ടുന്നത്? ഞാൻ ശരിക്കും ഇത് 5 ഇയർ കോഴ്സാണ്. അപ്പോൾ 5 ഇയർ കോഴ്സിൽ 3-ാമത്തെ വർഷമാകുമ്പോൾ നമുക്ക് BAL എന്ന് പറഞ്ഞൊരു ഡിഗ്രി കിട്ടും. അപ്പോൾ ഞാൻ ഈ BAL വെച്ചാണ് എഴുതുന്നത് ശരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ UPSC ഇപ്പോൾ അവർ BAL കംപ്ലീറ്റ് ചെയ്താലേ കൊടുക്കുന്നുള്ളൂ. അന്ന് നമ്മൾ 3 ഇയർ കഴിയുമ്പോൾ തന്നെ തരുമായിരുന്നു. അപ്പോൾ 3 ഇയർ കഴിയുമ്പോൾ BAL ഉണ്ട്. BAL ഒരു ഡിഗ്രിയാണ്, എനി ഗ്രാജുവേഷൻ മതി എന്നാണ് UPSCക്ക്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് എഴുതുന്നത്. അത്തവണ പ്രിലിംസ് കടന്നു, മെയിൻസ് കടന്നു, ഇൻ്റർവ്യൂക്ക് പോയി. അപ്പോൾ ആദ്യത്തെ എഴുത്തിന് തന്നെ മെയിനും കഴിഞ്ഞു. മെയിനും കഴിഞ്ഞ് ഇൻ്റർവ്യൂക്ക് പോയി. അപ്പോൾ ഇൻ്റർവ്യൂക്ക് നമുക്കറിയില്ലല്ലോ, നമ്മൾ ഈ പറഞ്ഞോട്ട് ഒരു അങ്ങനെ ഗൈഡൻസോ അങ്ങനെ ഒന്നും ഇല്ല. ഇന്ന് ഇവിടെ കാണുന്ന ഈ അക്കാഡമികളൊന്നും ഇല്ല തിരുവനന്തപുരം ഇന്നിപ്പം ഭയങ്കര ഒരു UPSC കേന്ദ്രമാണ്. അപ്പോൾ അന്ന് പറഞ്ഞു തരാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതേ കിട്ടിപ്പോയി എന്ന് വിചാരിച്ചാണ് പോകുന്നത്. പക്ഷേ റിസൾട്ട് വരുന്ന അന്ന് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഭയങ്കര ഷോക്കായിപ്പോയി. ലിസ്റ്റിൽ പേരില്ല. 900 പേര് 1000 അടുത്ത് വരുമായിരിക്കും. അന്ന് വേക്കൻസിയും വളരെ കമ്മിയാണ്. അന്ന് മൊത്തം IAS എടുക്കുന്നതിന് 100-ൽ താഴെയൊന്നുമല്ല, അതിലും താഴെ 70-60 പേരെ കണ്ടേ എടുത്തിട്ടുള്ളൂ ആ വർഷം. അപ്പം ഞാൻ റിസൾട്ട് നോക്കി ഇങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കുകയാണ്, ഇല്ല, വരുന്നില്ല, നമ്പറില്ല. പ്രശ്നം അതല്ല, വെള്ളിയാഴ്ചയാണ് റിസൾട്ട് വരുന്നത്. ഈ റിസൾട്ട് നോ എന്ന് പറഞ്ഞ നെഗറ്റീവ് റിസൾട്ട് വരുന്നത് ഒരു ശനിയാഴ്ചയുണ്ട്, അടുത്ത ഞായറാഴ്ച അടുത്ത പ്രിലിമിനറിയാണ്. അപ്പോൾ ഞാൻ ഇത് കിട്ടിയെന്ന് വിചാരിച്ചിരിക്കുന്ന കാരണം ഒന്നും പഠിച്ചിട്ടുമില്ല, പ്രിലിമിനറി തയ്യാറായിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആകെ ഡെസ്പ് പഠിച്ചെന്ന് പറഞ്ഞാൽ. പക്ഷെ ആ ഒറ്റ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് US ഉണ്ട്. അപ്പോൾ അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊക്കെ പോയതാണ്. അവൻ രാത്രി അന്നേരം ബൈ ചാൻസ് വിളിച്ചു. ഞങ്ങൾ കുറേ നേരം തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ആ ഒരു കോൺവെർസേഷൻ 2 മണിക്കൂർ നമ്മൾ കുറേ നേരം പൊട്ടിച്ചിരിച്ച് ആ കോൾ അവിടെ അവസാനിപ്പിക്കുന്നു, കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ പിന്നെ അങ്ങ് തുടങ്ങണം. ഒറ്റ ദിവസമേ ഉള്ളൂ. കടക്കോ ഇല്ലയോ ഒരു ഇതാണല്ലോ. പക്ഷേ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പരീക്ഷയെ പഠിക്കുക എന്ന് ഞാൻ എപ്പോഴും പറയും. പരീക്ഷയെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ അറിയാം, എങ്ങനെയാണ് ഏത് രീതിയിലാണ് വരിക, ഏറ്റവും കുറഞ്ഞ സമയത്തും നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യാം, ഇതൊക്കെ മനസ്സിലാവുന്നത് എക്സാമിനെ ശരിക്കും പഠിച്ചാൽ. അത് നമ്മൾ ശരിക്കും സിലബസ് മനസ്സിലാക്കണം, മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മനസ്സിലാക്കണം, അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കണം, ഏത് ഭാഗത്തു നിന്നാണ് എവിടെ നിന്നാണ് ചോദിക്കാൻ സാധ്യത, ഇത് മനസ്സിലാക്കണം. ഇത്തരം കുറച്ച് ടെക്നിക്സാണ്. അപ്പം എന്തോ ഭാഗ്യത്തിന് അതൊക്കെ വർക്കൗട്ടായി. അടുത്ത പ്രിലിംസ് അങ്ങനെ കടന്നു. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ആ പ്രിലിംസ് എഴുതാൻ വേണ്ടി പോയിരിക്കുമ്പോഴേ എനിക്ക് ഫുള്ള് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പം ബ്രേക്കിലും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ശേഷമാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ. അപ്പം ബ്രേക്കിൽ പഠിച്ചിട്ട് വന്നവരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് കുറേ ഇന്ന സാധനങ്ങൾ, മറ്റേ ഉദാഹരണത്തിനും എന്തോ ഗ്രാൻഡ് സ്ലാം ജയിച്ചവരുടെ പേര്. ഞാൻ സ്പോർട്സ് അങ്ങനെ ഫോളോ ചെയ്യുന്നതൊന്നുമല്ല, പക്ഷേ എനിക്കറിയാം ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഇവരുടെ അടുത്തുനിന്ന് ആ റിസൾട്ട്, ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഗ്രാൻഡ് സ്ലാം ജയിച്ചവരുടെ പേരുകളൊക്കെ അപ്പോൾ എടുക്കുന്നു. എന്നിട്ട് തത്തമ്മ പൂച്ച പോലെ ഞാൻ അങ്ങനെ അങ്ങ് എന്തെങ്കിലും ഒരു അക്രോണിമൊക്കെ ഉണ്ടാക്കി പഠിക്കും. അങ്ങനെ ഉച്ചയ്ക്കിരുന്ന് ചോദിച്ച 3-4 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കിട്ടി. അത് ഓക്കെ, എക്സാം സ്ട്രക്ചർ എനിക്ക് മനസ്സിലായി എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനം ശരിക്കും, എക്സാം സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 2ാമത്തെ തവണയല്ലേ എഴുതുന്നത്, അപ്പോഴേക്ക് കുറച്ചുകൂടെ ഇത്. പക്ഷേ ആ വർഷം രസം എന്തായെന്നാന്ന് വെച്ചാൽ പ്രിലിംസ് കടന്നു, മെയിൻസ് പരീക്ഷ വന്നപ്പം എൻ്റെ യൂണിവേഴ്സിറ്റി പരീക്ഷയായിട്ട് ക്ലാഷ് ആയിരുന്നു അതേ ദിവസം. 5ാം വർഷം അപ്പോഴേക്കും ഇല്ല, ഞാൻ 4th ഇയർ ആയിട്ട്, 4th ഇയറില്ല. അപ്പോൾ പരീക്ഷ സപ്ലൈ ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞു. ഇത് പിന്നെ കിട്ടൂലല്ലോ. അങ്ങനെ ആ വർഷം ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് കിട്ടി. 2ാം തവണ എഴുതിയപ്പോൾ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് കിട്ടി. അതും കഴിഞ്ഞ് അത് നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകൂടെ ലീവ് എടുത്തിട്ട് അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്തു. ഫൗണ്ടേഷൻ കോഴ്സ് ജോയിൻ ചെയ്യാതെ നമുക്ക് മെയിന് ജോയിൻ ചെയ്താൽ മതി, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ ആദ്യം നമ്മൾ മസൂറി പോകുന്ന അത് വേണ്ടാന്ന് വെച്ചിട്ട് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടിന് നേരിട്ട് ട്രെയിനിങ്ങിന് ഷിംലയിൽ ഹാജരാവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോഴേക്കും ഞാൻ ഫൈനൽ ഇയർ ആയി. ഫൈനൽ ഇയർ തീർന്നു. ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് എഴുതിയ ആദ്യത്തെ എക്സാമാണ് ശരിക്കും IAS. ആ വർഷമാണ് 4ാം റാങ്ക് കിട്ടുന്ന വർഷം. അത് കഴിഞ്ഞ് അപ്പം മറ്റേത് അപ്പം ഈ ഓഡിറ്റ് അക്കൗണ്ട്സിൽ തുടർന്നുകൊണ്ട് തന്നെയാണ് എഴുതുന്നത്. ടെക്നിക്കലി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ റിലീവ് ചെയ്ത് അവിടെ ജോയിൻ ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ട്രെയിനിങ്ങിന് പോകേണ്ടി വന്നു. മസൂർ, ഞാൻ ഷിംലയിലായിരുന്നു. ഷിംലയിൽ നിന്നാണ് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ. ആ വർഷം കേരളത്തിന് നല്ല റിസൾട്ടായിരുന്നു. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു ആദ്യത്തെ 20-ൽ. ആരൊക്കെയായിരുന്നു?
ഞാൻ ഫോർത്ത് ഉണ്ട്, ഫിഫ്ത്ത് അല്ല സിക്സ്ത്ത് അനീഷ് രാജൻ എൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ്. ഞങ്ങൾ ലയോളയിൽ ഒരുമിച്ച് പഠിച്ചാൽ. അദ്ദേഹം നേരത്തെ ആദ്യം എഴുതുവാണോ അതോ നേരത്തെ എഴുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ പോലെ തന്നെയാണ്? അനീഷും ഞങ്ങൾ ഒരുമിച്ച് തന്നെ എഴുതി. അതിന് മുമ്പത്തെ വർഷവും ഒരുമിച്ച് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. 7ാം റാങ്ക് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു ബാച്ച് സീനിയർ വ്യാസൻ എന്ന് പറഞ്ഞ വ്യാസനായിരുന്നു. പിന്നീട് ഷൈന ഉണ്ടായിരുന്നു. ഷൈന നിങ്ങളുടെ ബാച്ച്? അതെ. പിന്നെ രമ്യ എന്ന് പറഞ്ഞൊരു കുട്ടി, ഒത്തിരി പേര്. ഞങ്ങൾ മൊത്തം 5 പേരുണ്ടായിരുന്നു. ഷൈന് തിരിച്ചു പോയില്ല എന്നിട്ട് കേഡറിൽ എന്തൊരു പ്രോബ്ലം? അത് തിരിച്ച് ഹിമാചലിലേക്ക്, ഹിമാചൽ കേഡറാണ്. ആണോ? ഇങ്ങോട്ട് അല്ലാതെ എന്തോ ഡെപ്യൂട്ടേഷനിൽ വന്നതായിരുന്നു. ഡെപ്യൂട്ടേഷൻ വേറെ എന്തോ ഒരു തർക്കം പോലൊക്കെ അതെല്ലാവരും കാഡർ ചേഞ്ചിന് വേണ്ടി കേസ്. ഷൈനയുടെ വീട്ടിലെല്ലാവരും IAS കാരല്ലേ? അതെ 3 പേരും. അത് വളരെ കൗതുകമുള്ളൊരു അങ്ങനെ കുറേ ഫാമിലീസ് ആക്ച്വലി ഉണ്ട് കേട്ടോ. കർണാടക എന്ന ഒരു കുടുംബം എനിക്കറിയാം. അതുപോലെ UP അവിടെ നിന്നൊക്കെ പിന്നെയും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവിടെയൊക്കെ പലരും ഈ സിവിൽ സർവീസ് അതിനു വേണ്ടി മരിച്ചങ്ങ് പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ ഒരുപക്ഷെ എഞ്ചിനീയറിംഗും മെഡിക്കലിനും ഒക്കെ കാണിക്കുന്ന ആ ഒരു എഫേർട്ട് അവർ അവിടെയാണ് കാണിക്കുക. ഈ ഇതിൽ പ്രിപ്പറേഷൻ എന്തായിരുന്നു? വേറെ കോഴ്സിന് ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നോ? അന്ന് ഇവിടെ കോച്ചിങ്ങും അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. അപ്പം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഓരോന്ന് മെറ്റീരിയൽ എടുക്കുക, പിന്നെ മുമ്പ് എഴുതിയവരെ ആരെങ്കിലുമൊക്കെ കാണുക. നല്ല കുറച്ച് മാഷന്മാരുണ്ടായിരുന്നു. ഒരു ആൽബി സാർ എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ശരിക്കും എക്സാം സ്ട്രക്ചറും മറ്റൊക്കെ പറഞ്ഞത്. പിന്നെ നാരായൺ സാർ എന്ന് പറഞ്ഞ് ഇക്കണോമിക്സ് പഠിപ്പിക്കുന്നത്. അവരാരും സിവിൽ സർവീസുകാരല്ലേ? അല്ലല്ല, ഇവര് ഒത്തിരി പേരെ ഗൈഡ് ചെയ്തിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ഗുരുസ്ഥാനീയരായിട്ടുള്ളവരാണ്. അവരുടെയൊക്കെ ഒരു ഗൈഡൻസ് കൊണ്ടാണ് സത്യത്തിൽ. അല്ലെങ്കിൽ നമുക്കൊന്നും ഇവിടെ ആരും പറഞ്ഞു തരാനും അങ്ങനെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഇവിടെ ഇല്ല ആ കാലഘട്ടത്തിൽ. എല്ലാവരും ഒന്നിൽ IAS കാരുടെ മക്കൾ, IPS കാരുടെ മക്കൾ, ഡൽഹിയിൽ സെൻറ്റ് സ്റ്റീഫൻസ്, IIT അവിടെ ആ ഒരു ലോകത്ത് മാത്രം ചുരുങ്ങി നിന്നതായിരുന്നു ഒരു കാലത്ത് IAS IPS. ഈ IAS അങ്ങനെ കിട്ടുന്നു, 4ാം റാങ്ക് കിട്ടുന്നു, അത്ര പ്രതീക്ഷിച്ചിരുന്നു? അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, 2-3 തവണ എഴുതുമ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലായി എങ്ങനെയാണ് എഴുതേണ്ടതെന്നും പിന്നെ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ഇപ്പോൾ 2ാമത്തെ തവണ എഴുതിയപ്പോൾ ശരിക്കും ഒരു രസം ഉണ്ടായി. ശരിക്കും റിട്ടണും എല്ലാം നന്നായിട്ട് എഴുതി, ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. പക്ഷേ അപ്പോൾ ഞാൻ ഈ 2-3 തവണ എഴുതിയല്ലോ, അപ്പോഴേക്കും 3ാമത്തെ തവണയാണ് അപ്പോഴാണ് ശരിക്കും കുറച്ച് പക്വതയും വരുന്നല്ലോ, കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ലക്ക് ഫാക്ടറും നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് ഇതൊരു ഗെയിം തിയറിയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി ഏറ്റവും നല്ല പെർഫോമൻസ് ഇട്ടാൽ പോലും ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, റിലേറ്റീവ് പെർഫോമൻസ് ആണ്. മറ്റുള്ളവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നും കൂടെ നമ്മളെ ഫൈനൽ റിസൾട്ടിനെ തീരുമാനിക്കും. അപ്പോൾ നമുക്ക് അറിയില്ല, ഒരു ദൈവനിശ്ചയം കൂടെ അതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഇൻ്റർവ്യൂ ഒരു പ്രധാന ഘടകമാണോ? ആദ്യം നഷ്ടപ്പെട്ടത് അങ്ങനെയാണല്ലോ, ഇന്റർവ്യൂവിനെ കുറിച്ച് ധാരണ ടൈം ഉണ്ടല്ലേ? അതായത് ഫൈനൽ റാങ്കിങ്ങിൽ ഇന്റർവ്യൂ വളരെ പ്രധാനമാണ്. എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഇന്റർവ്യൂ എന്നല്ല, പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് ശരിക്കുള്ള പ്രയോഗം അവിടെ. അപ്പോൾ വളരെ നല്ല മാർക്കും നല്ല പെർഫോമൻസ്, നമ്മൾ മോക്ക് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്, നന്നായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 2ാമത്തെ തവണ ചെന്നപ്പോൾ ഈ ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യദോഷത്തിൻ്റെ ഒരു സാധനം ശരിക്കും വന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞാൻ മാത്രമല്ല, ഈ അനീഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ 2 പേർക്കും ഒരു പെർട്ടിക്കുലർ UPSC ബോർഡാണ് കിട്ടിയത്. ആ ബോർഡ് അംഗം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്ന മെമ്പറായിരുന്നു. അദ്ദേഹം അക്കാഡമീഷ്യനുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ബോർഡിൽ അവിടെ ഇരിക്കുന്ന പോലുമില്ല. പുള്ളി ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ നമ്മുടെ ലൈഫ് ആൻഡ് ഡെത്ത് ഇതായിട്ട് വന്ന് അവിടെ ഇരിക്കുകയാണ്, ഇദ്ദേഹം ബോർഡിൽ ഇരിക്കുന്ന പോലുമില്ല. ഇദ്ദേഹം എണീറ്റ് എവിടെയൊക്കെ പോകുന്നു, വളരെ ഡിലേഡ് ആയിട്ട് ഓരോരുത്തർ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും വളരെ ലാഘവത്തിൽ ഡീൽ ചെയ്യുന്നു. അത് പിന്നെ ആ വർഷം പരാതിയൊക്കെ ആയി എന്ന് പിന്നെ ഞാൻ അറിഞ്ഞു. UPSC അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ PSC പോലെ ഒന്നുമല്ല. UPSCയിൽ എന്തെങ്കിലും ഒരു അപാകതയോ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത വർഷം അത് റെക്ടിഫൈ ചെയ്തിരിക്കും. വളരെ സ്ട്രിക്റ്റായിട്ട് അവർ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ബോർഡിൽ പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഇദ്ദേഹം അവിടെ ഒന്നും ഇരിക്കുന്നു, നമ്മളൊന്നും ഇവാലുവേറ്റ് ചെയ്യാൻ പോലും അവിടെ ഇരിക്കാതെയാണ് അവസാനം എന്തോ ഒരു മാർക്കിട്ട് ഞങ്ങൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മാർക്കാണ്. എനിക്ക് മാത്രമല്ല, അനീഷ് രാജ ആ ബോർഡിൽ എല്ലാവർക്കും. പക്ഷേ അദ്ദേഹം ഇട്ട മാർക്കുകളിൽ
ഞങ്ങളുടേത് ഹൈയ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മറ്റ് ബോർഡ് മെമ്പർമാർ വാരിക്കോരി മാർക്ക് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് അറിയില്ല, ഇദ്ദേഹം ഫസ്റ്റ് ടൈം മെമ്പർ ആയതുകൊണ്ടും ഒക്കെയാണ് ഇത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഭാഗ്യം, അല്ലെങ്കിൽ വോട്ടെവർ. അപ്പോൾ ആ വർഷം പക്ഷേ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരള കാഡർ വരണമെന്നില്ല, കാരണം ആ വർഷം വേക്കൻസി ഇല്ല. പക്ഷേ നമ്മൾ ജോയിൻ ചെയ്യും കിട്ടിയത് ഞാൻ വേറെ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇത് കേരള കാഡർ നല്ലതാണോ എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷേ അതിൻ്റെ അടുത്ത വർഷം നാട്ടിലാവല്ലോ. ആക്ച്വലി ആ വർഷം ഇപ്പോൾ 4ാം റാങ്ക് കിട്ടിയ വർഷം ഇൻ്റർവ്യൂ നല്ലതായിരുന്നായിരിക്കും, എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ എല്ലാം അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ക്ലിക്കാവും. എല്ലാം ക്ലിക്കാകുമ്പോൾ ഓക്കെ. പക്ഷെ ആ വർഷം ഇപ്പോൾ ഇൻ്റർവ്യൂ മോശമാണെങ്കിൽ പോലും ഞാൻ IAS ആ വർഷമുണ്ട്. കാരണം അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായി, ഇത് ഇൻ്റർവ്യൂവിനെ ഒന്നും നമ്പാൻ പറ്റില്ല, അതിൽ മാർക്ക് കുറഞ്ഞാൽ പോലും കിട്ടണം. ആ രീതിക്ക് നമ്മൾ ടാർഗറ്റ് വെച്ച് വേണം റിട്ടേണിൽ മാർക്കൊക്കെ നേടിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആ മാർക്ക് അതുകൊണ്ടാണ് 4 വന്നതും. നമുക്ക് അല്ലെങ്കിലും ആ വർഷം നമ്മളെല്ലാവരും തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇത് പറയുമായിരുന്നു, ഇൻ്റർവ്യൂ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കയറണം. ഇത് ഈ റാങ്കൊക്കെ എപ്പോഴാണ് അറിയുന്നത്? നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ റാങ്ക് പറയുവാണ് അല്ലേ? ആദ്യം തന്നെ റാങ്ക് ആദ്യം തന്നെ വരും, മാർക്ക് പിന്നെയും കുറച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ്. പിന്നെ ട്രെയിനിങ് കഴിഞ്ഞിട്ടൊരു റീഅറേഞ്ച്മെൻ്റ് ഇല്ലേ? ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഇൻ്റർസേ റാങ്കിങ് തീരുമാനിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ 4 ഞാൻ 3 ശരിക്കും. 3 അപ്പോഴാണ് നമ്മൾ അന്ന് എത്ര വരെ കേരളത്തിൽ വരായിരുന്നു? 4, 5, ഒരു 10 ആയ പറ്റുമായിരുന്നില്ല. അല്ല, ഇത് വേക്കൻസി എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്റ്റേറ്റിലുള്ള വേക്കൻസി ഇൻസൈഡർ ഔട്ട്സൈഡർ എന്ന് പറഞ്ഞ് ഭാഗിക്കും. അതിൽ തന്നെ റിസർവേഷൻ ഇല്ലാത്തത് ജനറൽ കാറ്റഗറി ഉണ്ട്, പിന്നെ OBC ഉണ്ട്, പിന്നെ SC ഉണ്ട്, പിന്നെ ST ഉണ്ട്. അപ്പോൾ ഇതിനൊരു കണക്കുണ്ട്. അപ്പോൾ അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും STക്ക് ആയിരിക്കും, പിന്നെ SCക്ക്, പിന്നെ OBCക്ക്, പിന്നെയാണ് ജനറലിന് കൊടുക്കുക. ജനറൽ ഇൻസൈഡർ വേക്കൻസി വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പോൾ 98 എങ്ങാണ്ടാണ് ലാസ്റ്റ് ഇൻസൈഡർ ജനറൽ വേക്കൻസി വന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ 2007 ആണ്. 7 വരുമ്പോൾ ഇൻസൈഡർ വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. ഇൻസൈഡർ ജനറൽ വേക്കൻസി തന്നെ വന്നില്ലെങ്കിൽ ഞാൻ ആ വർഷം പോകേണ്ടത് അപ്പോൾ നാഗാലാൻഡിലായിരുന്നു. അതും ഭാഗ്യം, എല്ലാം ഒത്തു വന്ന ആ വർഷം. അപ്പോൾ ഈ നാഗാലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വർഷം ആ സമയത്തൊക്കെ വേറെ ഒരു പ്രശ്നമുണ്ട്. ഈ കാഡർ അലൊക്കേഷൻ പോളിസി അന്ന് വ്യത്യസ്തമാണ്. അന്ന് എന്ന് പറഞ്ഞാൽ റോസ്റ്റർ സിസ്റ്റമാണ്, ഇന്നത്തെ പോലെ അല്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലെ നമുക്ക് ചൂസ് ചെയ്യാം, മേലത്തെ റാങ്കുള്ള ആൾക്ക് നല്ലത് ചൂസ് ചെയ്തെടുക്കാം. അന്ന് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അതായത് ചെറിയ നമ്പർ റാങ്ക് ആണെങ്കിൽ ആദ്യത്തെ 10-നകത്തൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ കൊച്ചു കാഡറുകൾ കിട്ടാൻ സാധ്യത കൂടും. ആണോ? അന്നങ്ങനെ. അപ്പോൾ നാഗാലാൻഡ് UP അവിടെയൊക്കെയാണ്, UP അല്ല, നാഗാലാൻഡും നോർത്ത് ഈസ്റ്റിൽ അവിടെയൊക്കെ കിട്ടാനാണ് സാധ്യത. താഴോട്ട് വരും തോറും വലിയ കാഡറുകൾ, അതായത് മഹാരാഷ്ട്ര, UP, ബീഹാർ, അന്ന് അങ്ങനെ റോസ്റ്ററാ, ഭാഗ്യമാണ്. ഓരോ വർഷവും റൊട്ടേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ വർഷം റൊട്ടേഷൻ തുടങ്ങുന്നത് നോർത്ത് ഈസ്റ്റ് നിന്നായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മാറി കേട്ടോ. എന്തായാലും ദൈവാനുഗ്രഹമായി എല്ലാം കറക്റ്റ് ഒത്തു വന്ന ആ വർഷം. ഇത് എന്തുകൊണ്ടോ എല്ലാം കൂടെ കറക്റ്റായി വന്നു. അത് ഞാൻ വീണ്ടും പറയാം, നല്ലതിനോ ചീത്തയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം നോർത്ത് ഈസ്റ്റ് ആയിരിക്കാം നല്ലത്, ദൈവത്തിനല്ലേ അറിയുള്ളൂ. പക്ഷേ ഇറ്റ് ഹാപ്പൻസ്. സബ് കളക്ടറായിട്ടാണ് തുടങ്ങുന്നത്. ആദ്യം അസിസ്റ്റന്റ് കളക്ടർ ട്രെയിനി ആയിട്ട്, ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും. അതെവിടെയായിരുന്നു? അത് കോഴിക്കോടായിരുന്നു. ഈ അസിസ്റ്റന്റ് കളക്ടറായിട്ട് ജോലി കയറുമ്പോൾ അതൊരു വില്ലേജ് ഓഫീസർ ജോലിയൊക്കെ ചെയ്യേണ്ടി വരുന്നു. എല്ലാം ചെയ്യണം. നമ്മൾ വില്ലേജ് ഓഫീസറെ പണി ചെയ്യണം, തഹസിൽദാരെ പണി ചെയ്യണം. ഞാൻ വടകര തഹസിൽദാരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണോ വരുന്നത്? ഈ അസിസ്റ്റന്റ് കളക്ടർ എന്ന് പറഞ്ഞ റാങ്ക് ഒരുപക്ഷെ തഹസിൽദാരായിരിക്കും. അല്ല, എങ്ങനെയാണെന്ന് വെച്ചാൽ അസിസ്റ്റന്റ് കളക്ടർ അണ്ടർ ട്രെയിനി എന്ന് പറഞ്ഞിട്ട് ACUT എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേറെ അസിസ്റ്റന്റ് കളക്ടർ അവിടെ കാണും? ഇല്ല. ഈ അസിസ്റ്റന്റ് കളക്ടർ എന്നൊരു തസ്തിക സത്യത്തിൽ ഇല്ല. ഇത് ഈ ട്രെയിനിങ്ങിന് വരുന്ന പിള്ളേരെ മാത്രം പേര് കൊടുക്കുന്നതാണ്. അപ്പോൾ അസിസ്റ്റന്റ് കളക്ടർ അണ്ടർ ട്രെയിനി എന്ന് പറഞ്ഞു വരും. ഈ അസിസ്റ്റന്റ് കളക്ടർക്ക് ഒരു വർഷത്തേക്കുള്ള ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അപ്പോൾ വീതിച്ച് ഓരോ ടാസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ച വില്ലേജ് ഓഫീസറായിട്ടിരിക്കും, 1 മാസം തഹസിൽദാരായിട്ടിരിക്കും. വില്ലേജ് ഓഫീസർ കാണത്തില്ലേ? അവിടെ വില്ലേജ് ഓഫീസർ കാണും, അയാളുടെ അറ്റാച്ച് ചെയ്ത്. പക്ഷേ ഫുൾ അധികാരം നമുക്കാണ്, നമ്മുടെ പേരിലാണ് ചെയ്യേണ്ടത്. ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇത് കോൺഫിഡൻസ് ഉണ്ടാവണം, അബദ്ധം ചെന്ന് ചാടരുതല്ലോ. അല്ല, അയാളായിരിക്കും അപ്പം നമുക്ക് പഠിപ്പിക്കുന്നത്. അതെ, അയാളത് നമ്മൾ പഠിച്ചെടുക്കണം, എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ സമയത്തെ നമുക്ക് ഈ ഫീൽഡിൽ ആക്ച്വലി രേഖകളൊക്കെ കണ്ട് അതിൻ്റെ ഒരു അനുഭവം കിട്ടുള്ളൂ. അപ്പോൾ അത് സീരിയസ് ആയിട്ട് ട്രെയിനിങ് എടുക്കുന്നവരുണ്ട്, അല്ല വെറുതെ കളിച്ച് നടക്കുകയും ചെയ്യാം. കാരണം ഈ പീരീഡ് ആരും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു പീരീഡ് അല്ല അത്. അപ്പോൾ ആ പീരീഡ് ആദ്യം അപ്പം വില്ലേജ് ഓഫീസറിൽ ജോലി ചെയ്തു, വില്ലേജ് ഓഫീസർ. അതിനുശേഷം ഡെപ്യൂട്ടി പിന്നെ തഹസിൽദാരായിട്ട്, വടകര തഹസിൽദാരായിട്ട് എത്ര കാലം ചെയ്തു? അത് 1 മാസം. പിന്നെ സബ് കളക്ടർ അല്ലെങ്കിൽ RDOയുടെ ചാർജ്, അതും വരും 1 മാസം.
ഇതൊന്നും കൂടാതെ ശരിക്കും അസിസ്റ്റന്റ് കളക്ടർ ആയിരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അസിസ്റ്റന്റ് കളക്ടർ ആയിരിക്കുമ്പോൾ നമ്മൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് ആയിട്ട് നോട്ടിഫൈ ചെയ്യും. ആണോ? ആ, അപ്പോൾ അപൂർവതയാണ്. അതാണ് ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അല്ലല്ല, ഇത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ട് തന്നെയാണ്. നമ്മൾ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്യും. നമ്മൾ എക്സിക്യൂട്ടീവ് നമ്മൾ സബ് കളക്ടർ ആകുമ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. ആണ്. പക്ഷേ ഇത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഇതൊരു അപൂർവതയാണ്. അതായത് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും സെപ്പറേറ്റ് ആണല്ലോ, സെപ്പറേറ്റ് ആക്കി ശരിക്കും. ഇപ്പോഴും രണ്ടും ഒന്നായിട്ട് നിൽക്കുന്നത് വളരെ അപൂർവമായിട്ട് നോർത്ത് ഈസ്റ്റിൽ ഉണ്ട്. നോർത്ത് ഈസ്റ്റിൽ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അവിടുത്തെ എക്സിക്യൂട്ടീവ് തന്നെ ജുഡീഷ്യൽ പവേഴ്സ് അവിടെ ഉണ്ട്. അവിടെ അത്രയ്ക്കേ ഉള്ളൂ ആൾക്കാരും ഇതൊക്കെ. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ വരത്തില്ലേ അവിടെ? കേസൊന്നും ഇല്ല, അത്രയൊക്കെ ഉള്ളൂ. അല്ല, അപ്പൊ ഈ എത്ര കാലം ഇതുണ്ടായിരുന്നു? അപ്പൊ അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ട്രെയിനിങ് പീരീഡിൽ നമുക്ക് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ കേസ് ട്രയലൊക്കെ ചെയ്യും. കൊച്ചു കേസുകൾ കോടതി പോയി ചെയ്യും. അതൊരു അപൂർവതയാണ്. ശിക്ഷ വിധിച്ചിട്ടുണ്ടോ? പിന്നെ കൊച്ചു കൊച്ചു കേസുകളായിരിക്കും. അപ്പൊ ട്രയൽ സമ്മറി കേസായിരിക്കും. ട്രയൽ നടത്തി ചെയ്യും. അത് സാധാരണ ചിലരതങ്ങനെ സീരിയസ് ആയിട്ട് ചെയ്യില്ല. ഞാൻ അത് വളരെ ഗൗരവത്തിൽ തന്നെ ചെയ്ത കേസസ് ആയിരുന്നു. ലോ ആയതുകൊണ്ട് എനിക്കതൊരു ഇഷ്ടമായിരുന്നു. കാരണം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ആ ഒരു പ്രോസസ്സും ടെക്നിക്കും അതെങ്ങനെയാണ് കേസ് നടത്തുന്നത്. അപ്പോഴും ആ കോടതി നമുക്ക് വേക്കൻസി തരുമോ? അതെങ്ങനെ ചെയ്യുന്ന? അതെ, ഹൈക്കോടതി പ്രത്യേക ഒരു ഉത്തരവിറക്കും ഈ ട്രെയിനി ആൾക്കാർക്ക് വേണ്ടി, ട്രെയിനി ഓഫീസേഴ്സിനെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു പ്രത്യേക ഉത്തരവ്. കേസൊക്കെ മറ്റേ കോടതി വിടുന്നതായിരിക്കും. മറ്റേ അവിടുന്ന് ജില്ലാ മജിസ്ട്രേറ്റ്, ജില്ലാ ജഡ്ജാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് കേസുകൾ തരും. എത്ര കാലം ചെയ്തു? ഒരു വർഷം ഫുൾ ഉണ്ടായിരുന്നു. ഒരു വർഷം? അപ്പോൾ ഞാൻ ഇതിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കേസ് കേൾക്കാൻ വേണ്ടി ഒരു ദിവസം പോകാൻ പറ്റും. ബാക്കി ജോലി ബാക്കി വേറെ ഉണ്ടല്ലോ, ബാക്കി അറ്റാച്ച്മെന്റ്. എന്നാൽ ഈ കേസ് ഒരെണ്ണം തീർക്കാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാ കക്ഷി വരണം, അടുത്ത ഹിയറിംഗ് വെക്കണം, അങ്ങനെയാണ്. അപ്പൊ അത്തരം കേസ് കിട്ടുന്നവരെ സംബന്ധിച്ചുള്ള ഭാഗ്യം. കാരണം അത് എളുപ്പം തീരും, അല്ലെങ്കിൽ നീട്ടി പോകാം. നമ്മുടെയൊക്കെ കേസ് എന്ന് പറഞ്ഞാൽ നീട്ടി വെച്ചിട്ട് പരമാവധി തീർക്കാൻ നോക്കിയല്ലേ. പക്ഷേ ഇത് നമ്മളിത് സീരിയസ് ആയിട്ട് ചെയ്തു. പക്ഷെ ചിലര് ട്രെയിനിങ് പീരീഡിൽ വന്നിട്ട് ഇത് വളരെ കാഷ്വലായിട്ട് ചെയ്തു പോയ കേസസും ഉണ്ട്. അതിൽ പരാതിയൊക്കെ വന്നത് എനിക്ക് നിഷേധിക്കപ്പെടും. പിന്നെ സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാലേ, ഒരു സാധാരണ പൗരൻ അവൻ്റെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് നോക്കി കേസും ഫയൽ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ഒരുത്തം ട്രെയിനിങ് എന്ന് പറഞ്ഞിരുന്നിട്ട് എന്തെങ്കിലും അവൻ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ ശരിയാവും. അപ്പോൾ അത് ന്യായമാണ്. അത് കഴിഞ്ഞ് ഈ അസിസ്റ്റന്റ് കളക്ടർ ഒരു കൊല്ലമാണ്. മൊത്തം 2 കൊല്ലം? 1 ഇയർ. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിങ് തുടങ്ങുന്നത് ആദ്യം മസൂറിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അവിടെ ആദ്യത്തെ 3 മാസം IAS, IPS, IRS, IFS നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ്, ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയും. ഫൗണ്ടേഷൻ കോഴ്സിന് ശേഷം പിന്നെ എല്ലാവരും അവരവരുടെ അക്കാഡമികളിലേക്ക് പോകും. IASന്റെ അക്കാഡമി അവിടെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ തുടരുകയും ചെയ്യും. എന്നിട്ട് ഒരു മാസമോ 2 മാസമോ അവിടെ ട്രെയിനിങ് ഉണ്ട്. പിന്നെ നമ്മളെ ഡിസ്ട്രിക്റ്റിലേക്ക് വിടും. അതായത് ഏത് കാഡറാണോ നിങ്ങൾക്ക് കിട്ടിയത് ആ കാഡറിൽ ഉള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയി. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് വരുന്നത്. അതൊരു വർഷമുണ്ട്. എന്നിട്ട് വീണ്ടും തിരിച്ചു പോകണം. വീണ്ടും തിരിച്ചു പോയിട്ട് മസൂറിയിൽ നിന്ന് ട്രെയിനിങ് അസസ്മെന്റ് അവിടെ നിന്ന് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാണ് നിങ്ങളുടെ ട്രെയിനിങ് തീർന്നു എന്ന് പറഞ്ഞ് സബ് കളക്ടറായിട്ട് വിടും. പിന്നെ ഈ സബ് കളക്ടറായിട്ട് എവിടേക്ക് വന്നു? സബ് കളക്ടറായിട്ട് ഞാൻ മാനന്തവാടി ഉണ്ടായിരുന്നു, വയനാട്. അങ്ങനെയാണ് ഈ ആദിവാസികളോട് സ്നേഹം തുടങ്ങിയത്. ഒരു ഭയങ്കര എക്സ്പീരിയൻസും എക്സ്പോഷറും ഒക്കെ ആയിരുന്നു അവിടത്തെ. ആ സമയത്തല്ലാണ് ഞാൻ പിൽക്കാലത്ത് കേട്ടൊരു കഥ, ഒരു DGP ഒരു പീഡന കേസ് പ്രതിയായ കഥ കേട്ടിട്ട്. കേരളത്തിൽ പിന്നീട് വന്നൊരു DGP അവിടെ ഒരു ഒരുപാട് സീനിയർ, ആ സമയത്തല്ല, അവിടെ അവർ അസിസ്റ്റന്റ് എന്താണ് ACP ആയിട്ട് വരുമല്ലോ. ഈ IPS വരും. അങ്ങനെ വന്നപ്പോൾ ഒരു ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച ആൾ പിന്നീട് കേരള കേഡറിൽ DGP ആയി എന്നുള്ള ഡോക്യുമെന്റ് ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. ഇത് വയനാട്ടിലാണോ സംഭവം? വയനാട്ടിലായിരുന്നു. എന്നിട്ട് മാനന്തവാടി അതൊരു വല്ലാത്ത അനുഭവമാണല്ലേ. ഈ വയനാടുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അതിന് മുമ്പ്? വയനാടുമായിട്ട് അതിന് മുമ്പ് അങ്ങനെ ബന്ധമൊന്നുമില്ല സത്യത്തിൽ. പക്ഷെ വയനാട് എനിക്ക് എപ്പോഴും വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം ആദ്യമായിട്ട് നമ്മൾ തൊഴിൽ പഠിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവിടെയാണല്ലോ. അതിൻ്റെതായിട്ടുള്ള നല്ല ശൈത്യമൊക്കെ 2009 ഇത് 9 അപ്പോൾ അന്ന് അച്യുതാനന്ദൻ്റെ അവസാന കാലമാണ്. യെസ്, അതെ ആ പീരീഡാണ്. എന്നിട്ടോ അന്ന് നമുക്ക് പലതും ചെയ്യാനുള്ളൊരു ഫ്രീഡവും ആ ഒരു എനർജിയൊക്കെ ഉള്ളൊരു കാലമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലമായിട്ട് IAS ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നില്ലായിരുന്നു കേരളത്തിലേക്ക്. നമുക്കിവിടെ ആൾ വേണ്ട, ചിലവ് ചുരുക്കലാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഡറിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോയായിരുന്നു.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 98 തൊട്ട് ജനറൽ ഇൻസൈഡറേ ഇല്ല, എടുക്കുന്നതേ കുറവ്. പിന്നെ പ്രൊമോഷൻ കൊടുക്കുമായിരിക്കും ഇവർ ഇവിടുന്ന്. അത് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2007 വരെ എൻ്റെ ബാച്ച് വരെ അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ബാച്ച് വരെ ഒരാൾ വന്നാൽ തന്നെ ചിലപ്പോൾ കല്യാണം കഴിച്ചിട്ട് കേട്ടറിന്ന് പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഓഫീസസ് ഇല്ല. 2008 തൊട്ടാണ് പിന്നെ റിക്രൂട്ട്മെൻറ്റ് വീണ്ടും 5-6 ആൾക്കാരൊക്കെ വെച്ച് വരാൻ തുടങ്ങുന്നത്. ഈ സബ് കളക്ടർ എന്ന ജോലി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ കാര്യമായിട്ട് ചെയ്തത്? സബ് കളക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും RDO IAS ഓഫീസറാണ് RDO ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ സബ് കളക്ടർ എന്ന് വിളിക്കും. അതാണ്. അപ്പോൾ ഒരു സബ് ഡിവിഷൻ മൊത്തം നോക്കുക എന്നുള്ളത്. മാനന്തവാടി സബ് ഡിവിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനന്തവാടി RDOൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് മുഴുവനാണ്. ആണോ? അതായത് അവിടെ വേറെ സബ് ഡിവിഷൻ ഇല്ല. സുൽത്താൻബത്തേരിയൊന്നും ഇല്ല, അതെല്ലാം ഒരു എല്ലാം. അപ്പോൾ കലക്ടറും സബ് കളക്ടറും ഒരേ ജൂറിസ്ഡിക്ഷനാണ്. അത് ശരി, അത് പുതിയ അറിവാണ്. അപ്പോൾ ഫുൾ ഒറ്റ ആളേ ഉള്ളൂ. അപ്പോൾ രസകരമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ കൽപ്പറ്റയിൽ കലക്ടർ ഇരിക്കും, മാനന്തവാടി ഇങ്ങേ അറ്റത്ത് സബ് കളക്ടറും ഇരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ നടക്കുന്ന ഇപ്പുറത്തെ കലക്ടർ ഇയാൾ, അപ്പുറത്തെ കലക്ടർ ഇയാൾ, അങ്ങനെ ഒരു രീതിയിൽ അങ്ങ് ഇൻഫോർമലി അങ്ങ് പോവുക. പിന്നെ മാനന്തവാടി സബ് കളക്ടർക്ക് വേറെയും കുറേ അധിക ചുമതലകളുണ്ട്. അവിടെ പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. ഒരു ആദിവാസി പുനരധിവാസ പദ്ധതിയാണ് ശരിക്കും. പണ്ടത്തെ ഒരു എസ്റ്റേറ്റ് എടുത്ത് പിന്നെ കാടൊക്കെ വെട്ടിത്തെളിച്ച് മാരവണ്ടിയൻ സാറൊക്കെ ഇരിക്കുന്ന സമയത്തെ കഥയാണത്. ഇവർക്ക് തൊഴിൽ കൂടുതലും പണിയ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. ഇവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചായത്തോട്ടമാണ്. അപ്പോൾ അത് ഭയങ്കര നഷ്ടത്തിൽ പോവുകയും അവിടെ ഒരു പട്ടിണി മരണോ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമാണ്. അന്നാണ് നമ്മളവിടെ എത്തുന്നതും. ആരായിരുന്നു കളക്ടർ? കളക്ടർ അന്ന് ഒരു ഗോപി എന്ന് പറഞ്ഞ ഒരു സാറായിരുന്നു. സഹകരിക്കുന്ന ആളായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അദ്ദേഹമാണ്. പിന്നെ ഭാസ്കരൻ എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സബ് കളക്ടർ നിലയിൽ എന്താണ് ശ്രദ്ധേയമായി എന്തെങ്കിലും ചെയ്തത്? ഇപ്പോഴത്തെ ഈ കളക്ടർ ബ്രോ കളിക്കുന്ന ഇതിന് മുമ്പത്തെ എന്തെങ്കിലും പരീക്ഷണം നടത്തിയോ? സത്യം പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടും ഈ ഇതിനെ പറ്റിയുള്ള അഡ്മിനിസ്ട്രേഷനെ പറ്റിയൊക്കെയുള്ള ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടാവുന്നത് മാനന്തവാടിയിൽ നിന്നാണ്. മാനന്തവാടിയിൽ ഞാൻ നോക്കുമ്പോൾ ഈ പ്രയോറിറ്റി എങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം, നമുക്ക് കൺമുന്നിൽ കാണുന്ന ചില കാര്യങ്ങൾ അത് ആക്ട് ചെയ്യാൻ പറ്റാതെ പോയാൽ ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടല്ലോ. നമ്മൾ ഭരണത്തിനകത്തിരുന്നിട്ട് വലിയ രാജാവ് കളിച്ച് നടക്കുകയല്ലല്ലോ, നമുക്ക് ശമ്പളം തരുന്നത് ചെയ്യാനല്ലേ. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽപ്ലെസ് എന്നുള്ളത് ആദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അവിടെ നിന്നാണ്. അപ്പോഴാണ് നമ്മൾ വഴി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് പറ്റത്തില്ല. അധികാരം അല്ലെങ്കിൽ റിസോഴ്സ് കാണില്ല, പണം ഉണ്ടാവില്ല, ഫണ്ട് ഉണ്ടാവില്ല, അതൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഫ്രീഡം കാണില്ല, എന്തെങ്കിലും ഇഷ്യൂ. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ അതിൻ്റെ പുറത്ത് അന്വേഷിക്കാൻ തുടങ്ങുന്നത് ശരിക്കും മാനന്തവാടിയിൽ വെച്ചാൽ ആദ്യം. കാരണം ഇത് ഉദാഹരണം പറയാം, ഈ ഞാൻ പറഞ്ഞ എസ്റ്റേറ്റ് ഉണ്ടല്ലോ, ഈ എസ്റ്റേറ്റ് ഭയങ്കര നഷ്ടത്തിൽ കൊണ്ടിരിക്കുന്ന എസ്റ്റേറ്റ് ആയിരുന്നു. 300 ആദിവാസി കുടുംബങ്ങൾ അവിടെ നിന്നാണ് കഞ്ഞി കുടിക്കുന്നത്. പക്ഷേ എസ്റ്റേറ്റ് നഷ്ടത്തിലാണ്, പൂട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. ഇവരുടെ ആരോഗ്യം ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഫയലിനകത്ത് ഇവർക്കുള്ള മരുന്നും അല്ലെങ്കിൽ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വാനിൻ്റെ ചിലവ് ഇതൊക്കെ നമ്മൾ പാസ്സാക്കും. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഹെൽത്ത് റിലേറ്റഡ് ചിലവ് കൂടുതലാണ്. TB വരെ ഉണ്ട് അവിടെ. അപ്പോൾ പൊതുവേ ന്യൂട്രീഷനൊക്കെ കുറവാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സബ് കളക്ടർ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ MDയും കൂടെയാണ്. ഈ MDക്ക് ഒരു ബംഗ്ലാവുണ്ട്, ചായത്തോട്ടത്തിൻ്റെ ഒത്ത നടക്കുന്ന നല്ല ഗംഭീര ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ്. നമ്മുടെ സബ് കളക്ടറുടെ സാധാരണ വസതി കൂടാതെ അഡീഷണൽ അവിടെ ഉണ്ട് ഹോളിഡേ. അത് നല്ല രസമായിട്ട് അതിനകത്ത് ഒരു സംഭവമുണ്ട്. നോക്കുമ്പോൾ അതൊന്ന് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഡിസംബർ മാസത്തിലാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ എല്ലാവരും വിളിക്കുകയാണ്, വയനാട് റൂം കിട്ടാനില്ല. അപ്പോൾ പലരും വിളിച്ചിട്ട് സബ് കളക്ടറുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ പറയാമോ എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയ്ക്ക് ഡിമാൻഡുണ്ട് ഇതിന്. അപ്പോൾ ഈ ബംഗ്ലാവ് വെറുതെ പൂട്ടി കിടക്കുകയാണ്. എന്തിനാണ് എനിക്ക് 2 ബംഗ്ലാവ്, എൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊന്നുകൂടെ റിനോവേറ്റ് ചെയ്തിട്ട് ഞാൻ ഫോട്ടോസ് എടുക്കും. ആ സമയത്ത് കുറേ ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഹരായിട്ട് നിൽക്കുന്ന സമയം. അപ്പം ആ എസ്റ്റേറ്റിൻ്റെ മുകളിലൊക്കെ പോയി എടുത്ത പല ഫോട്ടോസ് അതൊക്കെ പ്രിൻ്റ് എടുത്ത് വലിയ ഒരു നമ്മളെ ഇതില്ലേ പൈസയില്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ ഫ്ലെക്സിൻ്റെ പിറകിലടിച്ചിട്ട് അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ ഫിനിഷ് വരും. എന്നിട്ട് ഇത് വലിയ റൂമിൽ ഹാളിലൊക്കെ വെച്ച് ഇതിനെ ഒരു നല്ല ഒരു സ്റ്റൈൽ ആൻഡ് റിസോർട്ടാക്കി മാറ്റി. അല്ല, അതിനുള്ള പെർമിഷൻ ഉണ്ടോ? അത് കമ്പനിയാണല്ലോ അല്ലേ? ഇത് കമ്പനിയാണല്ലോ, ഇത് പബ്ലിക് കമ്പനിയാണ്. എന്നിട്ട് ഇത് എന്ന് മാത്രമല്ല, ഇതിപ്പം ആദിവാസി മേഖലയിലൊരു ടൂറിസം പരിപാടി എന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരല്ലോ. അവിടെ നിന്ന് വരുന്ന ഫണ്ട് കംപ്ലീറ്റ് നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു സ്കീം ഉണ്ടാക്കിയാൽ
അപ്പോൾ എന്നിട്ട് നല്ല ചാർജാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ വേറെ പ്രത്യേകിച്ച് അവിടെ വലിയ സൗകര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിലും നല്ല റേറ്റ് അടിച്ച് കൊടുക്കുക. പക്ഷേ ആൾക്കാർ ബില്ലിംഗ് ആയിരുന്നു. ഒന്ന് ഇവിടെ വന്ന് താമസിക്കുന്നു ഈ എസ്റ്റേറ്റിൻ്റെ നടുക്ക്, രണ്ട് ഈ നമ്മൾ ഈ ആദിവാസി ഇവർ നമ്മൾ ട്രെയിൻ ചെയ്ത കുക്കും ഒക്കെയാണ്, അവരെ തന്നെയാണ് അവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. അവർ തന്നെ എന്നിട്ട് രാത്രി ഇവരുടെ കൂടെ ഉണ്ടാവും, ഈ ബോൺഫയർ വെക്കാനും ഇതിനൊക്കെ ഉണ്ടാവും, ട്രെക്കിങ്ങിന് കൊണ്ടുപോകും. അപ്പോൾ ഇതെല്ലാം ഒരു പാക്കേജ് പോലെയാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ. ഈ റിസോർട്ട് മാഫിയ ആലമ്പുണ്ടാക്കിയില്ലേ? ഇല്ലില്ല, ആ സമയത്ത് ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ നമുക്ക് ശരിക്കും ഇതിനകത്ത് പൈസ കിട്ടാൻ തുടങ്ങി. അതുപോലെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഞ്ഞിയായിട്ട് തുടങ്ങിയിട്ട് അവസാനം സദ്യയാക്കി. പക്ഷേ ഇതൊന്നുമല്ല, നമ്മൾ വിചാരിക്കാത്ത സംഭവം നടന്നതെന്ന് വെച്ചാൽ എല്ലാവരും സാധാരണ ഉച്ചയ്ക്ക് നമ്മൾ ഈ ട്രൈബൽ ഇവരുടെ ഒരു സ്വഭാവം, ആ വർക്ക് നേച്ചർ അറിയാമല്ലോ. ഉച്ചയാകുമ്പോഴേക്ക് ചിലപ്പോൾ കുറേ പേര് ഒന്നാമത് ജോലിക്ക് വരില്ല, ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകും. പിന്നെ ഈ ഇതുണ്ടല്ലോ പുകയില ചവച്ച് അവർ വിശപ്പങ്ങ് സപ്രസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം മാറണമെങ്കിൽ ശരിക്കും ഫുഡ് കൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ശീലം കൊണ്ടുവന്നാലേ ആ ഫുഡ് ഹാബിറ്റ് മാറത്തുള്ളൂ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ രീതി വന്നപ്പം നമ്മൾ ഈ എസ്റ്റേറ്റിനകത്താണ് എല്ലാവരും താമസം, ഇവരെല്ലാവരും കൂട്ടത്തോടെ വരും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഓളമൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. കൂട്ടായ്മ വന്നു, അറ്റൻഡൻസ് ഭയങ്കരമായിട്ട് കൂടി. എന്നിട്ട് ഏറ്റവും ഞെട്ടിക്കുന്നതെന്ന് വെച്ചാൽ ആ വർഷം അവസാനമായപ്പോഴേക്കും നമ്മൾ റെക്കോർഡ് പ്രൊഡക്ഷൻ, ഭയങ്കര റെക്കോർഡ് പ്രൊഡക്ഷൻ ഈ എസ്റ്റേറ്റ്. എസ്റ്റേറ്റ് നമ്മൾ ഹെൽത്ത് ചിലവുകൾ കുറയാൻ തുടങ്ങി. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ആകെ ഭക്ഷണം കൊടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര ഇമോഷണൽ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ അവിടെ നിന്ന് പോകാൻ നേരം റിസോർട്ട് ഉണ്ടോ, ഇപ്പോഴുണ്ടോ? പിന്നെ ഇപ്പോഴും ഉണ്ട്. അത് ലാഭകരമായി ആക്കിയെടുത്തത്. അതന്ന് ചുമ്മാ കിടക്കുന്ന അസറ്റായിരുന്നല്ലോ. അസറ്റിനെ നമ്മൾ മോണിറ്റൈസ് ചെയ്ത് പോരാൻ നേരം പോരാൻ നേരം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നമുക്ക് കുറേ യൂണിറ്റുകളുണ്ട്. എനിക്ക് കുഞ്ഞോം യൂണിറ്റിലാണ്. അവിടെ നിന്ന് ഒരു അമ്മച്ചി പോകാൻ നേരം എൻ്റെ അടുത്ത് ഞാൻ മാറുന്നു എന്നിങ്ങനെ ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ഓർഡർ ഇറങ്ങും, ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേരം ഈ അമ്മച്ചി ആകെ ചോദിച്ചതെന്ന് വെച്ചാൽ, സാറ് പോയാൽ പിന്നെ ഇത് കഞ്ഞി നിർത്തുമെന്ന്, ഈ ഉച്ചഭക്ഷണം നിർത്തുമെന്ന്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ രണ്ട് കൊല്ലം ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പോകുന്നതിൽ ഒരു വിഷമമില്ല അല്ലേ, ഭക്ഷണം കിട്ടുന്നത്. അത് കഴിഞ്ഞ് പ്രൊമോഷനായി. അതോ സബ് കളക്ടറായിട്ട് വേറെ എവിടെ വർക്ക് ചെയ്തു? ഇല്ല സബ് കളക്ടർ ഞാൻ പിന്നെ നേരെ ട്രിവാൻഡ്രത്ത്. അന്ന് ഈ സർക്കാരുമായിട്ട് വഴക്കൊന്നുമില്ല? വഴക്കിന് കുറവൊന്നുമില്ല, ഈ സർക്കാരുമായിട്ടല്ല. എപ്പോഴും ഈ സിസ്റ്റത്തിനകത്ത് പല അജണ്ടകളും ഉള്ളവരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ മാനന്തവാടി ഇപ്പോൾ എന്ത് നല്ല ചെയ്താലും അതിനകത്ത് വേറെ ഇഷ്യൂ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ കയ്യേറ്റം, ഭൂമി ഭയങ്കര കയ്യേറ്റം നടക്കും. അന്ന് VS-ൻ്റെ കാലഘട്ടത്തിലും കൂടെ ആ ഒരു മെയിൻ പരിപാടി അതായിരുന്നു. മൂന്നാറും ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ വയനാട്ടിലും ഉണ്ടായിരുന്ന കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിക്കേണ്ടതാണ് എൻ്റെ ജോലിയല്ലേ. അതാണ് ഉത്തരവാദിത്വം സബ് കളക്ടറാണല്ലോ. സബ് കളക്ടറല്ലേ. അപ്പോൾ അവിടെ കടകളും കുറേ അതുപോലെയുള്ളത് ഒഴിപ്പിക്കേണ്ടി വന്നു. അതിൽ തീവ്രവാദ സ്വഭാവമുള്ളവരുടെ ഇതുവരെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മീഡിയ പോലും, വയനാട് അല്ലെങ്കിലും അങ്ങ് ദൂരെ ആരുടെയും കണ്ണും വെട്ടത്തൊന്നുമല്ല നിൽക്കുന്നത്. അവിടുത്തെ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അപ്പം അന്നത്തെ അവിടെ സർവകക്ഷി യോഗം കൂടി. എന്തിനാണെന്നറിയോ, അവിടുത്തെ ഒരു തണ്ണീർത്തടം ഉണ്ടായിരുന്നു. തണ്ണീർത്തടം ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി അതിന് വേണ്ടി അവർ രേഖയിൽ എന്ത് എഴുതിയെന്നറിയോ, അതൊരു പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡാക്കിയിട്ട് ഒക്കെ എഴുതി പിടിപ്പിച്ചിട്ട് ഫലത്തിൽ ഇയാൾക്ക് എന്നാൽ പിന്നെ ഭൂമി കൊടുക്കുക, സർക്കാരിന് കൊടുക്കുക, അതൊന്നും കൊടുക്കാൻ തയ്യാറല്ല. അയാൾക്ക് അത് വേണം. ഇങ്ങനത്തെ കുറേ ഉടായ്പ പ്രോജക്റ്റുകളുണ്ടല്ലോ. ഈ പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം സർവകക്ഷി യോഗം ചേർന്നാണ് ഇത് അനുവദിക്കുന്നത്. അല്ലല്ല, ഈ സർവകക്ഷി യോഗം ഇതിൻ്റെ അവസാനം വന്നത്. അതായത് ഇയാൾ അപേക്ഷ കൊടുക്കുന്നു. ഇതിലുള്ള ഈ സോക്കോൾ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് മുറികൾ അവിടുത്തെ എല്ലാ കക്ഷികൾക്കും കൊടുത്തു. അതാണ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഇതൊക്കെ പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഗുട്ടൻസ് ഒക്കെ മനസ്സിലാവുന്നത്. ഞാൻ ആകെ ചെയ്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിപാടിയൊക്കെ കൊള്ളാം, നല്ല പ്രോജക്റ്റ്. എൻ്റെ റിപ്പോർട്ട് ചോദിച്ചു ഗവൺമെൻറ്. അപ്പോൾ ഞാൻ പരിപാടിയൊക്കെ കൊള്ളാം, നല്ല വികസനം ഇതൊക്കെയാണ്. പക്ഷേ ഒരു വിഷയം ഒറ്റ ഇതേ ഉള്ളൂ, ഈ ലാൻഡ് തണ്ണീർത്തടമായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. വയൽ പോലുമല്ല, തണ്ണീർത്തടം കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ റൂളിൽ സെക്ഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അനുവദിക്കാവുന്നതാണെന്ന് തന്നെയാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ ഒരു സെക്ഷൻ ഇല്ല. അപ്പോൾ ഇവരത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പിടികിട്ടിയത്
തണ്ണീർത്തടമെന്ന് ഞാൻ പറയാൻ പാടില്ലേ, ഫാക്റ്റ് അല്ലേ, എൻ്റെ ജോലി അതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സർവകക്ഷി യോഗം കൂടിയിട്ട് അവിടുത്തെ വികസനം ഞാൻ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കട കിട്ടാതെ പോയതിൻ്റെ വിഷമമാണ്. ഒരു കക്ഷി ഒഴിച്ച് കേട്ടോ, ഞാൻ ഏത് കക്ഷിയാന്ന് പറയുന്നില്ല, ബാക്കി എല്ലാ കക്ഷികളും കൂടെ ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി. സോ അടിയുന്നോ ഇടിയുന്നോ ഒന്നും പറയാനില്ല, ബട്ട് ദിസ് ഹാപ്പൻസ്. നമ്മൾ നിലപാട് എടുത്തു കഴിഞ്ഞാൽ അഭിപ്രായം സംഭവിച്ചു ആ ഒരു ഫയറിനെ അതിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. തിരുത്തിക്കാൻ ശ്രമം നടന്നോ? എനിക്ക് തോന്നുന്നത് അവർക്കും ഈ നിയമപരിജ്ഞാനം ഇല്ലായ്മയും കൂടിയാണ്. ചിലത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് ചിലത് ചെയ്യാൻ പറ്റും, ചിലത് ചെയ്യാൻ പറ്റില്ല. പറ്റുന്ന കാര്യം പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും, അതിനൊരു രീതിയും വേണം. ആ രീതിയിലല്ലാതെ ചുമ്മാ ഗുണ്ടായിസം കാണിച്ചാലൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല ചിലത്. അത് ആക്സെപ്റ്റ് ചെയ്യാം. ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് സ്റ്റേറ്റ് ലെവലൊന്നും നമ്മൾ ചെന്നില്ല, ഇല്ല. പക്ഷെ അവിടെ പ്രാദേശികമായിട്ടുള്ള എല്ലാ പ്രത്യേകിച്ച് ഭരണകക്ഷിയിലുണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരും വേണ്ടതിലധികം അതിൽ ഇടപെടാൻ ശ്രമിച്ചതാണ്. എന്ന് മാത്രമല്ല, പ്രിയദർശിനിക്ക് അകത്ത് പ്രശ്നം ഉണ്ടാക്കാനും ഒക്കെ. കാരണം പ്രിയദർശിനിക്ക് അത് നമ്മുടെ വളരെ ബേബിയാണ്, നമുക്ക് ഭയങ്കര നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളതാണെന്ന് അറിയാം. അവിടെ പ്രിയദർശിനി ബസ്സുകളും ഉണ്ടായിരുന്നു. നമ്മളൊരു 4-5 ബസ് ഇറക്കി അന്ന്. അവിടെ SC ST 2 പേരും ജോലി ചെയ്യുന്നതാണ് ഈ ബസ് കമ്പനി. ആ ബസ്സുമൊക്കെ ഇപ്പോൾ കുറച്ച് കഷ്ടമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരെണ്ണം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ബസ് അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടി മാത്രമോ അതോ ഫീൽഡ് ഓടാൻ വേണ്ടിയാണ്? അതായത് പ്രിയദർശിനി ബസ് എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഇതായിരുന്നു, സബ്സിഡറി ആയിട്ട് തുടങ്ങി. അപ്പോൾ വേറെ തന്നെയാണത്, വേറെ തന്നെ കോപ്പറേറ്റീവ് ആയിട്ടാണ്. അന്ന് തുടങ്ങിയതാണ് അല്ല, മുമ്പേ ഉള്ളതാണ്. അതും ഈ പറഞ്ഞ കൂട്ട് പൂട്ടിക്കിടക്കായിരുന്നു. ഞാൻ ചെയ്യുന്നവൻ ആ സമയത്ത് ഫണ്ടുകൾ എവിടെ നിന്നൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് തുടങ്ങാൻ ശ്രമിച്ചു. എസ്റ്റേറ്റിൻ്റെ അതുപോലെയായിരുന്നു, ഫണ്ടുകൾ പരമാവധി കൊണ്ടുവന്ന്. ഈ 2011 പിന്നെ കളക്ടറായിട്ട് പോകുന്നു. വയനാട്ടിൽ. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ ഏറ്റവും ഓർമ്മ വയ്ക്കുന്ന വേറൊരു സാധനമാണ്, മറ്റേ കൽപ്പറ്റ ആ സൈഡിൽ എന്നൂര് പോയിട്ടുണ്ടോ? എന്നൂര് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, വൈത്തിരി ഭാഗത്ത്. അത് വൈത്തിരി കയറുമ്പം അവിടെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, എന്നൂര് എന്ന് പറഞ്ഞ ഒരു വലിയ തീം പാർക്ക് മാതിരി ഒരു സ്ഥലമുണ്ട്. ട്രൈബൽ വില്ലേജ് കോൺസെപ്റ്റിൽ ചെയ്തതാണ് ഇത്. 2010 എനിക്ക് ഇന്നുകൊണ്ട് നട്ടപ്പായരൊക്കെ ഇരുന്ന് നമ്മൾ സബ് കളക്ടർ ഓഫീസിലിരുന്ന് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ്. അന്ന് അതിൻ്റെ ആദ്യത്തെ ഗഡു ഫണ്ടൊക്കെ അന്ന് തന്നെ കിട്ടി. പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അത് കംപ്ലീഷനായത് നമ്മുടെ സംസ്ഥാനത്തിലെ പ്രോജക്റ്റുകളുടെ കംപ്ലീഷൻ്റെ സ്പീഡും കൂടാണ്. ഇത് 2010 ഞാൻ തുടങ്ങുന്ന പ്രോജക്റ്റാണ്. അതിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് 2022 2022 അന്ന് ഞാൻ കറങ്ങി വീണ്ടും AC വകുപ്പിൽ വന്നപ്പം ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള സ്ഥലമായിരുന്നു. വെറുതെ തരിശായി കിടക്കുന്ന ഞാൻ പറഞ്ഞ അസറ്റ് എത്രയാണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതെന്നാണ്. ഇത് അവിടെ എടുത്തിട്ട് നമ്മൾ ഒരു ആർക്കിടെക്റ്റിനൊക്കെ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് ഒരു ട്രൈബൽ തീം പാർക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ട്രൈബൽ വില്ലേജിലെത്തിയ ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ അവിടെ ആക്ടിവിറ്റീസാണ് മുഴുവൻ. അവിടെ അമ്പെയ്ത്തുണ്ട്, മറ്റേ ഉണ്ട്, ഇവിടെ സെയിലുണ്ട്, ഇവരുടെ ഒരു എല്ലാം ട്രൈബ്സാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർക്ക് കിട്ടുന്ന ഫണ്ട് മുഴുവൻ അതിലേക്കാണ് പോകുന്നത്. അതൊരു സഹകരണ സംഘമായിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അത് നടത്തുന്നതും ഇവർ തന്നെയാണ്. മുഴുവൻ ഇവരുടെ കയ്യിലുള്ളൊരു സംഭവം. അത് സബ് കളക്ടറായിരുന്ന സമയത്ത് തുടങ്ങിയത്. ഇപ്പോൾ അതിൻ്റെ ടേൺ ഓവറൊക്കെ ഇപ്പോൾ കോടികളിലാണ് കേട്ടോ. കാരണം ഇത്രയും ഇത് തുടങ്ങാനുള്ള ആശയം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ, ഇത്രയും ഹോം സ്റ്റേസും ഒക്കെ ഉണ്ട്. പക്ഷേ ഹോം സ്റ്റേകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റില്ല. വലിയ റിസോർട്ടിലൊക്കെ ആണെങ്കിൽ ആക്ടിവിറ്റീസ് പലതും ചെയ്യാം, പക്ഷേ ഹോം സ്റ്റേസിന് മുതലാവില്ല. അപ്പോൾ കുറേ ഹോം സ്റ്റേസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാനൊരു പറ്റുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു ട്രൈബൽ തീമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഇതും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ടൂറിസ്റ്റുകൾ വരും, അങ്ങനെ അത് ഹാപ്പനിങ് വെരി ബ്യൂട്ടിഫുള്ളി. സത്യം പറഞ്ഞാൽ ഇത് പറയില്ലേ, അനുകരിക്കലാണ് ഏറ്റവും വലിയ ഇത് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന മാതിരി. ഈ എന്നൂരിനെ കോപ്പി ചെയ്തിട്ട് ഇപ്പം സ്വകാര്യ മേഖലയിൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് കാണുമ്പോൾ വിഷമമാണ്. കാരണം ഇത് ഇനിയും എത്രയോ മേലെ പോകേണ്ട ഒരു പ്രോജക്റ്റ്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് മാത്രമേ ഇപ്പോഴും തീർന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൽ നമ്മൾ സംതൃപ്തി അടഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അത് പോരാ എന്നുള്ളതാണ്. ഈ ആദിവാസികളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴേ
മനസ്സിലായൊരു കാര്യം, ഒരു കോടാനുകോടി രൂപ ഇവർക്കൊണ്ട് മുടക്കുന്നുണ്ട്, എത്തുന്നില്ലല്ലോ. അതും ഈ ഫണ്ട് പോകുന്നത് ഇന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ആദിവാസി ജീവിതാവസ്ഥ തിരിച്ചറിയാൻ പറ്റുമോ? അയ്യോ, അത് പറയാതിരിക്കാനല്ലോ. 5 ലക്ഷം പേരേ ഉള്ളൂ അവിടെ നിന്നല്ല മൊത്തം കേരളത്തിൽ 5 ലക്ഷം ഉള്ളൂ. നമ്മൾ എത്ര കോടിയാണ് ഈ ചിലവാക്കുന്നത്? എത്ര വർഷമായിട്ടാണ് ഇത്? ഏതൊക്കെ രീതിയിലാണ് പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതെന്ന് കണ്ടാൽ നമുക്ക് മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ഏകദേശം എത്ര ചിലവ് ബജറ്റ് ഉണ്ടാവും ഒരു വർഷം? ഏറ്റവും കൂടുതൽ SC ST OBC ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ആണ്. എല്ലാം കൂടെ ഒരു 4000 കോടിയൊക്കെയാണ് വരുന്നത്. അതായത് പലരും മനസ്സിലാക്കാത്ത ഏറ്റവും കൂടുതൽ പ്ലാൻ ഫണ്ട് ഉള്ളത് ഇവിടെയാണ്. അല്ലാതെ പിന്നെ നമുക്ക് ഈ ഇറിഗേഷനൊക്കെ ആണെങ്കിൽ പറയാം. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രോജക്ട്സ് ആണ്, ടൈഡാണ്, ഫിക്സ്ഡ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ ഫണ്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇത് അൺടൈഡ്. നമുക്ക് ഏത് നല്ല രസമുള്ള എന്ത് പ്രോജക്റ്റും സൃഷ്ടിക്കാം ഇതിന്ന്. പക്ഷെ അത് ചെയ്യില്ല. ഇത് വെച്ചിട്ട് സ്ഥിരം കുറ്റി കുറേ ഐറ്റംസ് ഇങ്ങനെ ഒരേ അച്ചിലിട്ട് വാർത്ത് കുറേ ട്രെയിനിങ് അങ്ങനെ ഇങ്ങനെ ഉടായ്പാണ്. മിക്ക ട്രെയിനിങ് ഉടായ്പാണ്. ഓഡിറ്റിൽ എത്രയോ കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിടിക്കപ്പെട്ടതിൻ്റെ പുറത്ത് നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആർളം ഫാമിൻ്റെ എത്രയോ ഫയലുകളിൽ നടപടി എടുക്കാനുള്ളത് എഴുതി ഞാൻ റെക്കോർഡാക്കിയിട്ടുള്ളതാണ്. ഞാൻ നേരിട്ട് ബോധ്യമുള്ള ഫയലുകളുണ്ട്. ചിലതിലൊക്കെ നടപടിയിലൊക്കെ ചെന്നിട്ടുണ്ട്. അത് ചിലത് ബുദ്ധിമുട്ടായിട്ടുമുണ്ട് പലർക്കും. ഇപ്പോൾ ഇവിടെയൊക്കെയാണ് പ്രശ്നം. നമ്മൾ ആരും ഉപദ്രവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നന്നാകാൻ വേണ്ടി ചെയ്യുന്നത് അത്രേ ഉള്ളൂ. പക്ഷെ അത് എൻ്റെ ജോലി അതല്ലേ. ഞാൻ അത് എഴുതാതിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റബിൾ അല്ല. അതിപ്പോൾ ഒരു ഇല്ലാത്ത ബസ് സ്റ്റാൻഡ് ഫയലിൽ സൃഷ്ടിക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ കൺമുന്നിൽ നമ്മൾ കണ്ട അഴിമതി എഴുതാതിരിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടാണെങ്കിലും ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഈ ചോർച്ച എങ്ങനെയാണ് സംഭവിക്കുന്നത് പറയാമോ? സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇത് നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് സമയത്തെ വകുപ്പ് സെക്രട്ടറി, വകുപ്പ് ഡയറക്ടർ, പിന്നെ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഓഫീസർമാർ, ഇവർ വിചാരിക്കാതെ ഇതൊന്നും നടക്കില്ല. ഇത് വർഷങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. അതാത് കാലഘട്ടത്തിലുള്ളവർ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി എന്നുള്ളത് ഈ സെക്ടറിലുള്ള എല്ലാവർക്കും പാട്ടാണ്. രാഷ്ട്രീയ അഴിമതിയേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥ അഴിമതിയാണോ? വീതം വെപ്പുണ്ട് ഇതിനകത്ത്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ വളരെ മാന്യമായിട്ട് വളരെ ബഹുമാനത്തോടൊക്കെ കാണുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് വരെ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണം, ആളുടെ പേരൊന്നും പറയണ്ട, ഒരു അഴിമതി ഒന്ന് വിശദീകരിക്കുക. അങ്ങ് ഈ പിന്നീട് പട്ടികജാതി വർഗത്തിലേക്ക് വന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അവിടേക്ക് വരുന്ന അതിന് മുമ്പ് ഈ പറയുന്ന വയനാടിനെ ബേസ് ചെയ്ത് ഒരു അഴിമതി നമുക്ക് പറയാൻ പറ്റുമോ? എവിടെയാണെങ്കിലും മതി. ഒരു ആദിവാസി ഫണ്ട് എത്ര 100 രീതികളുണ്ട്. ഇപ്പം ഒരെണ്ണം ഞാൻ ഫയലിൽ എഴുതി പ്രശ്നമായ ഒരെണ്ണം ഞാൻ പറയാം. അത് പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതായത് ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണം, അതിലൊന്നും ആർക്കും തർക്കമില്ലല്ലോ. അപ്പോൾ ഭൂമി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സ്കീമായി. അപ്പോൾ ഭൂമി വാങ്ങാൻ പോകുന്നു. ഭൂമി വാങ്ങുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കുറച്ചുകൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. കാരണം ഇവർക്ക് ആകെ അറിയാവുന്നത് ഭൂമി വാങ്ങി അഴിമതി കാണിക്കുക എന്നുള്ളതാണ്. വേറെ നല്ല രീതിയിൽ കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കി പ്രോജക്റ്റ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ അഴിമതി കാണിച്ചാൽ നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമെങ്കിലും ഉണ്ടായിപ്പോയേനെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ ബേസ്ഡ് അഴിമതിയാണ്. ഇത് ഇടനില മാത്രമാണ്. ഈ നോക്കുകൂലിയുടെ ഒരു കുറച്ചുകൂടെ പരിഷ്കരിച്ച മെത്തേഡാണ്. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഭൂമി ഏറ്റവും കൊള്ളാത്ത ഭൂമി, വിറ്റ് പോകാൻ പറ്റാത്ത ഭൂമി, അല്ലെങ്കിൽ രേഖ ശരിക്കും ഇല്ലാത്ത ഭൂമി, പലയിടത്തും മിച്ചഭൂമിപ്പെട്ട ഭൂമിയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ഭൂമിയോ ഒക്കെ ആയിട്ടുള്ളത് അത് വാങ്ങുന്നതായിട്ട് കാണിക്കും. അപ്പോൾ അവൻ്റെ പ്രശ്നവും കഴിഞ്ഞു. സർക്കാർ ഫണ്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു. എന്നിട്ടത് വീതം വെച്ച് എടുത്തുകൊണ്ടു. ഇതിൽ ഒരു കേസ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഉരുൾപൊട്ടലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു റെഡ് സോണിൽപ്പെട്ട ഒരു ഭൂമിയുടെ കേസ് ഞാൻ ഫയലിൽ കണ്ടവർക്കുണ്ട്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഇരുന്ന് കൂടിയിട്ട് അപ്രൂവ് ചെയ്തതാണെന്ന് ആലോചിക്കണം. അതായത് വാങ്ങാൻ പാടുള്ള സ്ഥലമല്ല, റെഡ് സോൺ അല്ല. കാരണം നമ്മുടെ പോളിസി ഉണ്ട്, നമ്മുടെ വകുപ്പിൻ്റെ പോളിസിയിൽ വളരെ ക്ലിയറായി പറയുന്നുണ്ട്, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയായിരിക്കണം, നിരപ്പായിരിക്കണം, ചെങ്കുത്താവരുത്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. 45 ഡിഗ്രി ചരിവുള്ള റെഡ് സോണിൽപ്പെട്ട ഒരു ഭൂമി വാങ്ങിയിട്ട് ആദിവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി ഫയലിൽ തീരുമാനമാക്കി. അപ്പം ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒറിജിനൽ എടുപ്പിച്ചു. ഏത് ചീഫ് സെക്രട്ടറിയുടെ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ മിനിറ്റ്സ് എടുപ്പിച്ചു. അതിനകത്ത് എങ്ങനെ ഇത് തീരുമാനം എടുത്തു നോക്കുമ്പം ഏറ്റവും രസം എന്താണെന്നറിയോ, ഇതിൻ്റെ തൊട്ട് മേലത്തെ അജണ്ട ഐറ്റം വേറെ ഏതോ ഭൂമിയുടെ ആയിരുന്നു. അത് ഓറഞ്ച് സോണിൽ പെട്ടത് അപകടമാണ്, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് താഴെ റെഡ് സോണിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്.
അപ്പോൾ അതിൽ ആ ചീഫ് സെക്രട്ടറി ആയാലും ആ അജണ്ട കൊണ്ടുപോയ റവന്യൂ സെക്രട്ടറി ആണെങ്കിലും അത് എഴുതി പിടിപ്പിച്ച് താഴേന്ന് കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും ഇവരെല്ലാവരും അറിഞ്ഞിട്ടല്ലേ ഇത് ചെയ്തിരിക്കുന്നത്. റെഡ് ഇതിന്റെ സോൺ പേരിൽ കഴിക്കൂലി ഈ ഭൂമി ഇടപാടിനായിരിക്കും കമ്മീഷൻ കിട്ടുന്നത്. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള പെറ്റി കറപ്ഷൻ ചെയ്യാനേ ഇവർക്ക് അറിയുകയുള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ദോഷഫലം അനുഭവിക്കുന്നത് ഈ പാവപ്പെട്ട ആദിവാസികളാണ്. ഇത്രയും ഫണ്ട് നല്ല എമൗണ്ടാണ് പോകുന്നത്, കോടിക്കണക്കിന് ഉറുപ്പ്യയാണ് ഈ ഭൂമി. ഈ ഭൂമി നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നറിയാമല്ലോ. ഇങ്ങനെ ഒരു ഭൂമി മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെങ്കുത്തായ അവിടെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് പരിചയമുള്ളൊരു അഴിമതി ഞാൻ അങ്ങോട്ട് പറയാം, സമാനമായിക്കാണ്. അതായത് ഒരു ദിവസം ഒരു മന്ത്രി ഒരു ഉത്തരവിറക്കുന്നു, പഴയതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടിക വർഗ കുട്ടികൾക്ക് പഠന സഹായം വാങ്ങിക്കൊടുക്കാൻ തീരുമാനിക്കുന്നു പരീക്ഷയ്ക്ക്. അതിന് മുമ്പ് തന്നെ എനിക്ക് പരിചയമുള്ള ഒരാൾ സെറ്റ് ചെയ്യുന്നു ഈ പഠന സഹായം എങ്ങനെ വേണ്ടെന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു 150 രൂപ 50% ഡിസ്കൗണ്ട് വേണം, 150 രൂപയ്ക്കാണ് വേണ്ടത്. അദ്ദേഹം 300 രൂപ ഇടുന്നു. ശരിക്കും പറഞ്ഞാൽ 150 രൂപ പോലും ഇല്ല. എന്നിട്ട് ഇതിന് ടെൻഡർ ക്ഷണിക്കുന്നു, ആർക്കെങ്കിലും തരാം, പക്ഷേ കണ്ടീഷൻസ് വെക്കുമ്പം ഇവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സാധനം ടെൻഡർ ചെയ്യുന്നു. ആദിവാസികൾക്ക് സൗജന്യ പുസ്തകം, പ്രോജക്റ്റ്, ഈ 150 രൂപ 50% ഡിസ്കൗണ്ട് കിട്ടുന്നു, പ്രോപ്പർ കറക്റ്റായിട്ട് കൊടുക്കുന്നു, എല്ലാവർക്കും പുസ്തകം കൊടുക്കുന്നു, മുഴുവൻ മന്ത്രിമാർക്കും പിന്നെ എനിക്ക് തന്നെ ഡി ഡിമാർക്കോ എങ്ങാണ്ട് കാശ് കൊടുക്കും. ഇത്തരത്തിൽ ആണ് അഴിമതി നടക്കുന്നത്. ഇത്തരത്തിൽ ഈ മോഡലും ഉണ്ട്. ഈ മോഡൽ പർച്ചേസ് മോഡലാണ്. ഈ പർച്ചേസ് മോഡലും കമ്മീഷൻ അടിക്കൽ മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വകുപ്പിലുണ്ടായിരുന്ന സമയത്ത് ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വാങ്ങിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവന് വാങ്ങാൻ അറിയാം. കാശ് കൊടുത്താൽ പോരെ, ഇത്ര എമൗണ്ടിൽ അറ്റ്ലീസ്റ്റ് ഇത്ര തുക കൊടുക്കുക, ബാക്കി അതിൽ കൂടുതൽ വെച്ചിട്ട് അയക്ക് വേണമെങ്കിൽ കൂടിയ സാധനം വാങ്ങാമല്ലോ. അപ്പോൾ ആ ഫ്രീഡം കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ആക്കി പരമാവധി എല്ലാം ആക്കിയിട്ട്. പിന്നീട് വകുപ്പ് സെക്രട്ടറി ആയിരുന്നു, ഇത് സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇത് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ആട്, കോഴി, ഇങ്ങനത്തെ കുറേ ഉടായ്പ് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ഇതിനെക്കാട്ടിലും ഇവർക്ക് ഉപകാരപ്പെടുക അവരുടെ വിദ്യാഭ്യാസത്തിൽ ഫണ്ട് കൊടുത്താലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 310 കുട്ടികളെ എല്ലാ വർഷവും പുറത്ത് പഠിക്കാൻ വേണ്ടി വിടുന്ന ആ സ്കീം തുടങ്ങിയത്. അതിന് നല്ല എതിർപ്പായിരുന്നു. നല്ല എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ഒരു കോമൺ സെൻസ് ചോദ്യമാണ്. നമ്മൾ എല്ലാ കമ്മ്യൂണിറ്റീസും, കേരളത്തിലുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും രക്ഷപ്പെട്ടു. ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് വിശദീകരിച്ച് അതങ്ങ് പട്ടികജാതി സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കും സമയത്ത് ചെയ്തത് തന്നെ. അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ മൂല ആശയം പറയാം. ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കമ്മ്യൂണിറ്റീസും നോക്കിയാൽ എല്ലാവരും പൊതുവേ കേരളത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയും. എന്തുകൊണ്ട് നോക്കിയാൽ ഈ സർക്കാർ വന്ന് എല്ലാവരെയും അങ്ങ് രക്ഷപ്പെടുത്തിയൊന്നും അല്ല. സത്യത്തിൽ അവരെല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും NRIs ഉള്ളതുകൊണ്ട് അവരാരെങ്കിലുമൊക്കെ വിദേശത്ത് പോയി അങ്ങനെ ഒരു കണക്ഷനൊക്കെ കിട്ടി, 10 പൈസ വന്ന് അങ്ങനെയാണ് എല്ലാവരും എഡ്യൂക്കേറ്റഡായി രക്ഷപ്പെട്ട് അങ്ങനെ അങ്ങ് പോയത്. ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് NRIs ഇല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സത്യത്തിൽ അവരുടെ ഇടയിൽ നിന്ന് കുറച്ച് NRIsനെ സൃഷ്ടിക്കാൻ പറ്റിയാൽ ഭയങ്കര മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. ഒരു കോമൺ സെൻസ് ചോദ്യമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഇഷ്ടംപോലെ സ്കീംസ്, ഫണ്ട് എല്ലാം വേറെ 100 കൂട്ടം സാധനങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് വിദേശത്ത് പഠിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കീം കൊണ്ടുവന്നുകൂടാ? അപ്പോൾ നോക്കുമ്പോൾ നിലവിൽ അവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അന്വേഷിച്ചു. നിലവിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും അതിന് ഒരു പെർട്ടിക്കുലർ കമ്പനി ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല. അവർ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ട്രൈബൽ ആരെങ്കിലും പാസ്പോർട്ടും കോപ്പിയൊക്കെ വെച്ചിട്ട് ഇവരെ അയക്കുന്നു എന്ന് പറഞ്ഞൊരു ഇതാക്കും. അഡ്ഹോക്കായിട്ട് തോന്നുംപടി ചിലർ അവർക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ അവരുടെ ഫയൽ മേലം വരെ വരും. എന്നിട്ട് അവർക്ക് ഫണ്ട് കൊടുത്താലായി, കൊടുത്തില്ലെങ്കിലായി. ഇങ്ങനെ ഒരു എന്താ പറയുക, ഭിക്ഷ കൊടുക്കുന്ന പോലെ യാചിച്ച് വരണോ ഇവർ? യാചിച്ച് വന്നു കഴിഞ്ഞാൽ അതാത് സമയത്ത് സെക്രട്ടറിയോ മന്ത്രിയോ ഒക്കെ വേണമെങ്കിൽ കൊടുത്താലായി. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഇത് നമ്മൾ പൊളിക്കാൻ തീരുമാനിച്ചു. പൊളിച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് 310 കുട്ടികളെ SC, ST, OBC എല്ലാവരെയും ഉൾപ്പെടുത്തി. OBCക്കും കുറച്ച് അതിനകത്തുണ്ട്, പക്ഷെ കൂടുതലും SCക്കും STക്ക് എത്ര പേര് വന്നാലും എടുക്കാൻ പറ്റും. വേറെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ടെക്നിക്കലി വേറെ ഡിപ്പാർട്ട്മെന്റ്, ഒരു വകുപ്പ് സെക്രട്ടറി തന്നെയാണ് 3 സെക്രട്ടറി. അപ്പോൾ ഈ 310 കുട്ടികൾക്കും പുറത്ത് 25 ലക്ഷം വീതം കൊടുത്തിട്ടാണ്. STയും ഫുള്ളി ഫണ്ടഡ് ആട്ടോ. 25 ലക്ഷം രൂപ ചിലവാക്കി കുട്ടികളെ വിദേശത്ത് ടൈം മാഗസിൻ അവരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, ടൈം ലിസ്റ്റിനകത്തുള്ള ടോപ്പ് 500 യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടുന്നവർക്ക് അവിടെ ചെന്ന് ഇറങ്ങുന്ന പോയിന്റ് തൊട്ട് അവരെ പിക്കപ്പ്, അവിടെ നിന്ന് വണ്ടി വരും, ലീഗൽ സപ്പോർട്ട് കൊടുക്കും, മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കും. ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒടപ്പെക്കുമായിട്ട് ചേർന്നിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ 500-ൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇവർക്ക് നല്ല മാർക്ക് വേണ്ടേ? ഇല്ല, അത് മാർക്ക് മാത്രമല്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയും പല
പരിഗണനകളുണ്ട്. മാർക്ക് വേണം, വേണ്ടാന്നല്ല, പക്ഷേ അതോടൊപ്പം തന്നെ എന്ത് ബാക്ക്ഗ്രൗണ്ട് എന്നാണ്, ഡൈവേഴ്സിഫിക്കേഷൻ, ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് അവരത് അംഗീകരിക്കും. തീർച്ചയായിട്ടും അത് ഭയങ്കര. നമ്മൾ ഓസ്ട്രേലിയ അങ്ങനെ ചില യൂണിവേഴ്സിറ്റീസായിട്ട് നേരിട്ട് സംസാരിക്കുകയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ റേറ്റ് ആക്കാനോ ഒക്കെ അങ്ങനെയൊക്കെ ചർച്ചയൊക്കെ നടത്തി. ഉടപ്പൊക്കെ ആണല്ലോ നമ്മുടെ ഗവൺമെൻറ് തന്നെ. അതിപ്പോൾ അവരുമായിട്ട് ചേർന്ന് അന്ന് അനൂപ് എന്ന് പറഞ്ഞൊരു MD ഉണ്ടായിരുന്നു. ഹി വാസ് വെരി വെരി സപ്പോർട്ടീവ്. പുള്ളിയായിട്ട് ചേർന്ന് ഉടപ്പക്കിൻ്റെ അപ്പോൾ പുള്ളിയായിട്ട് ചേർന്നിട്ടാണ് നമ്മളിത് സ്കീം ഡിസൈൻ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇത് ചെയ്യാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. നമ്മളൊരു 3-4 മാസം എടുത്താണ് end to end ഇത് ഡ്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു സ്ട്രക്ചർ, എന്നിട്ടത് ഇഷ്യൂ ചെയ്ത് വരാൻ മാസങ്ങളെടുത്തു. അതാണ് അതിലെ രസം. അപ്പോൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ശക്തമായിട്ടുള്ള വേറെ ലോബി ഉണ്ട്. കാരണം നിലവിൽ നടന്നുകൊണ്ടിരുന്ന സിസ്റ്റത്തിൻ്റെ ബെനിഫിഷ്യറീസ് അവരായിരുന്നു. അവർക്ക് എന്ന് പറഞ്ഞാൽ തോന്നുമ്പടി ആരെങ്കിലും കയറ്റാം. ചിലർ എന്ന് മാത്രമല്ല, രേഖ പോലും ഇല്ല. ഇപ്പം ഒരു പാസ്പോർട്ടും കോപ്പിയൊക്കെ വെച്ചിട്ട് പൈസയും കൊണ്ട് അങ്ങ് പോവാണ്. ഈ 25 ലക്ഷം മേടിച്ചിട്ട് ആ കുട്ടി വിദേശത്ത് പോയോന്ന് പോലും രേഖയില്ല. നമ്മൾ അങ്ങനെ ഒരു സാധനമില്ല. മാത്രമല്ല നമ്മുടെ ഇവർക്ക് ഏത് യൂണിവേഴ്സിറ്റി എന്ത് അവരുമായിട്ട് വല്ല ബന്ധമുണ്ട്, ഒരു കണക്ഷനും ഇല്ല. നമ്മളങ്ങനെ എത്ര പിള്ളേർ ആദ്യം സെലക്ട് ചെയ്ത്? 310 കുട്ടികൾ. ഇതിപ്പം 3ാമത്തെ വർഷമാണ്. ഏതെല്ലാം യൂണിവേഴ്സിറ്റി ആദ്യത്തെ ഇതിൽ വിട്ടു? കൂടുതലും UK യൂണിവേഴ്സിറ്റീസിലാണ് പോയത്. പിന്നെ ഇവര് അപ്പോൾ അവർക്ക് വണ്ടിക്കൂലി എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലാം നമ്മൾ അതിനകത്ത് റിസൾട്ട് ഉണ്ട്. ഈ പിള്ളേർക്ക് ഒരു ഗുണം ഉണ്ടായോ? പിന്നെ അവരവിടെ ചെന്ന് അവിടുന്ന് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒരു ഫീൽ ഗുഡ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കുട്ടികൾ ഒരു സീഡാണ്. ഇവരിനി പോയി ഇവരുടെ ബന്ധുക്കൾ, അവരുടെ പരിചയക്കാരൊക്കെ അടുത്ത വർഷം വീണ്ടും ഇതേ സ്കീമിൽ ജോയിൻ ചെയ്തു. ഇന്ത്യയിൽ ഇങ്ങനെ നടത്തുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റായത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഈ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചാൽ ഇവിടെ ജോലി സാധ്യത കൂടുതലല്ലേ? കാരണം ST ആയത് പറഞ്ഞാൽ അവർക്ക് തിരിച്ച് ഇവിടെ വന്ന് ജോലി ചെയ്യാം. അതല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റേ ബാക്കിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേ ബാക്കിന് വേണ്ടുന്ന ലെറ്റേഴ്സ് എല്ലാം നമ്മൾ കൊടുക്കും. കുറേ കുട്ടികൾ ആക്ച്വലി പോയ ആരും തിരിച്ച് വന്നായിട്ട് എൻ്റെ അറിവിലില്ല. എൻ്റെ ആ പീരീഡ് വരെ ആരും തിരിച്ചു വരാൻ നമ്മൾ അങ്ങനെ സാഹചര്യം വന്നിട്ട് റണ്ണിങ് ആണ് ഇപ്പോഴും റണ്ണിങ് ആണ്. ഹോപ്പ്ഫുള്ളി പ്രശ്നമില്ലാതെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്കൊന്ന് ഫീസ് അടച്ചില്ല എന്നൊക്കെ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു? അത് ഇവർ ഫണ്ട് അലോക്കേഷൻ, ഞാൻ പറഞ്ഞില്ലേ, ഇതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പം ഞാനവിടെ ഉണ്ടായിരുന്ന പീരീഡിൽ എങ്ങനെയാണെങ്കിൽ ഇതിന് ഫണ്ട് കൊടുത്തതിന് ശേഷം വേറെ എന്തിനും കൊടുക്കാവൂ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാരിനകത്ത് എപ്പോഴും ടെൻഡറും മറ്റേത് കുറച്ച് ഇവർക്കാണ് പിടിയുണ്ടാവുക. ഇപ്പോൾ അതുകൊണ്ടല്ലേ കെട്ടിടം പണിയാൻ എന്തൊരു സന്തോഷം എല്ലാവർക്കും സന്തോഷം. കെട്ടിടമാണ് വികസനം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികളെ പഠിക്കാനുള്ള ഫീസ് കൊടുത്ത് വിദേശത്ത് പോയി പഠിക്കാനോ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഗുണം ചെയ്യുക. മറിച്ച് ഇപ്പോൾ കുറേ കെട്ടിടം പണിയുന്നു. ഇപ്പോൾ MRSകൾ കുറേ എണ്ണം. ഇപ്പോൾ ആർളം ഫാമിൻ്റെ ഒത്ത നടുക്ക് പറഞ്ഞാൽ വിശ്വസിക്കുക, കാട്ടിന് നടുക്ക് ആനയും പുലിയൊക്കെ വരുന്ന അവിടെ ഒരു വലിയ സ്കൂൾ കെട്ടിടം പണിത് വെച്ചിട്ടുണ്ട്. ഫണ്ട് ഉപയോഗിച്ചിട്ട് പൂട്ടിക്കിടക്കുക. അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എത്ര വർഷമായി അത് കിടക്കുന്നു? സ്കൂൾ പിള്ളേരില്ലേ അവിടെ ആരാ വരിക? ഒന്നാമത് ഈ റെസിഡൻഷ്യൽ സ്കൂൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാട്ടിനകത്തൊന്നും വെക്കേണ്ട കാര്യമുള്ളൂ. റെസിഡൻഷ്യൽ സ്കൂൾ നല്ല സൗകര്യമുള്ള സ്ഥലത്തല്ലേ, നല്ല സ്ഥലത്തല്ലേ വെക്കുക. എന്തിനാണ് കാട്ടിനകത്ത് തന്നെ കൊണ്ടുവയ്ക്കുക? എനിക്കറിയില്ല, എൻ്റെ ലോജിക്കോ എന്താണ് എന്നറിയില്ല. കെട്ടിടം പണിയാ, അതാണ് കെട്ടിടം പണിയാനാണെങ്കിൽ എളുപ്പമുണ്ട്. അതിനകത്താകുമ്പോൾ കമ്മീഷനും മറ്റേ അവർക്ക് പുഷ് ചെയ്യാൻ പറ്റും, അവർക്ക് ഫണ്ട് പുള്ള് ചെയ്യാനും പറ്റും. ഇതുപോലത്തെ സ്കീംസിൽ അത് പറ്റില്ല. എന്ന് മാത്രമല്ല, ഈ സ്കോളർഷിപ്പ് പറഞ്ഞുകൊണ്ട് ഒരു സ്കോളർഷിപ്പിൻ്റെ കൂടെ കഥ പറയണം. നമ്മൾ ഈ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പട്ടികജാതിപട്ടികവർഗക്കാർക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്. ഈ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഈ ഒരു ദിവസം ഒരു ഫംഗ്ഷന് പോയി. നമ്മുടെ കണ്ണൂർ മറ്റേ ഇതുണ്ടല്ലോ നിഫ്റ്റിൽ ചെന്നപ്പോൾ അവിടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഡയറക്ടർ എൻ്റെ ബാച്ച്മേറ്റാണ് ഹൈദരാബാദിലുള്ള. അപ്പോൾ പുള്ളി വിളിച്ചുകൊണ്ടാണ് ഞാൻ ചെന്നത്. അതിനവിടെ കുട്ടികളായിട്ട് കുറച്ച് നേരം ഇൻട്രാക്ട് ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് ഈ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന്, കേരള സംസ്ഥാനം കൊടുക്കുന്നില്ല. അപ്പോൾ അതെന്താ സംഭവം എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയാം, അത് നിഫ്റ്റ് മാത്രമല്ല, ഞങ്ങൾ IIM-നും കൊടുക്കാറില്ല, IIT-ക്കും ഒന്നും കൊടുക്കാറില്ല. അതൊന്നും നമ്മുടെ ഇതല്ല, നമ്മുടെ എൻട്രൻസ് അല്ല, യോഗ്യത വളരെ മോശമാണ്. നമ്മൾ എൻട്രൻസ് എഴുതിയിട്ടല്ല അവർ വരുന്നതെന്ന്. ഷോക്ക്ഡായിപ്പോയി. ഞാൻ എൻ്റെ തപ്പിപ്പിടിച്ച് ജിയോ സാധനമൊക്കെ എടുത്തു നോക്കുമ്പോൾ 10-15 വർഷമായിട്ട് ഇങ്ങനെയാണ്. അഭിമാനത്തോടെ പറയാണ്, നമ്മൾ IIT IIM അങ്ങനത്തെ ഒന്നും നമ്മൾ കൊടുക്കില്ല. നമ്മൾ ഇവിടെ പാരലൽ കോളേജിന് കൊടുക്കും. എന്നിട്ട് പാരലൽ കോളേജിന് കൊടുക്കുന്ന സ്കീമുണ്ട്. അപ്പം ഞാൻ അത് ചോദിച്ചു, ഈ പാരലൽ കോളേജിന് വേണ്ടി ഇങ്ങനെ ഒരു സ്കീം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ പോയില്ല. ഇന്ന് ഏതെങ്കിലും കുട്ടി പാരലൽ കോളേജിൽ പോകുന്നുണ്ടോ?
എന്തിനാണ് ഈ കുട്ടികളെ നിർബന്ധിച്ച് പാരലൽ കോളേജിൽ കുത്തി അയക്കുന്നത്? ഇൻസെൻറ്റീവ് വെക്കുമ്പോൾ അവർ പോവില്ലേ? ആ പൈസ രണ്ടുപേർക്കും പൈസ കിട്ടുമല്ലോ, ചെറിയൊരു സ്റ്റൈപ്പൻറ്റും കിട്ടും. അപ്പോൾ ഈ കുട്ടികൾ പഠിച്ച് രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ഏതോ ഒരു പാരലൽ കോളേജിൽ പോവാണ്. എന്തിനാ ഈ പാരലൽ കോളേജ് നടത്തുന്നവൻ എംപാനൽ ആരാ? ഇവിടെ ആരുടെയോ ആരോ ആണ്. അതിനുവേണ്ടിയാണ് പരിഹാരം ഉണ്ടാക്കി. ഞാനത് കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞ ഇമാതിരി സ്കീംസിന് കൊടുക്കുക. പിന്നെ ഇത് കട്ട് ചെയ്യുന്നത് ആൾക്കാർക്ക് ഇഷ്ടമല്ല, കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്തുന്നത് ശരിയല്ല എന്ന് പറയും. അവൻ ഓക്കെ, എന്നാൽ നിങ്ങളത് അതിൻ്റെ ഫണ്ട് കുറയ്ക്കുക, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇപ്പുറത്ത് കൊടുക്കാം. അപ്പോൾ ഈ മറ്റേ പോസ്റ്റ് മെട്രിക്കിൻ്റെ എന്നിട്ട് ജിയോ എടുത്ത് പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള പണിക്കിരുന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് സെക്രട്ടേറിയറ്റിലൊരു ടീമൊക്കെ ഉണ്ടാക്കി ഒരു 3 മാസം മെനക്കെട്ടിരുന്നിട്ടാണ് എന്നിട്ട് അത് ഫുൾ മാറ്റിയത്. ഇന്ന് നിലവിൽ അന്നത്തെ ഇതും കൂടെ പറയണമല്ലോ, അന്ന് അമൃതയാണ് നമ്മൾ കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജ്, ഏറ്റവും റാങ്കിങ് നാഷണൽ ലെവലിലും ഒക്കെ വരുന്നത്. അമൃതയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീറ്റ് എഴുതിയിട്ടേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല, മാർഗ്ഗമൊന്നുമില്ലല്ലോ. ഇപ്പോൾ എല്ലാം നീറ്റ് വഴിയല്ലേ. പക്ഷേ ഒരു SC കുട്ടിയോ STയിലോ ഒരു കുട്ടി നീറ്റ് എഴുതിയിട്ട് അമൃതയിൽ അഡ്മിഷൻ കിട്ടിയ ആ കുട്ടിയുടെ ഫീസ് നമ്മൾ കൊടുക്കത്തില്ല. നമ്മുടെ കേരള എൻട്രൻസ് അല്ല എന്നാണ് പറയുന്നത്, സ്വാശ്രയമാണ്. ഇങ്ങനെ പല വാക്കുകൾ പറയും, സ്വാശ്രയം, കുത്തക, മറ്റേ കുറേ വാക്കുകൾ വരും. ഇതെല്ലാം മാറ്റിയിട്ട് പരിഷ്കരിച്ച് ജീവിതം. അപ്പോൾ ഈ കേരളത്തിൽ ഉള്ള പത്രക്കാരും അറിയായിരുന്നു, എന്നാലേ ഞങ്ങൾ അമൃതയ്ക്ക് വേണ്ടി വഴിവിട്ട അമൃതയ്ക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ സ്വകാര്യ കോളേജുകളിലും. കാരണം എൻ്റെ സിമ്പിൾ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് SCയിലോ STയിലോ പെട്ട കുട്ടി സ്വകാര്യ സ്കൂളിലോ സ്വകാര്യ കോളേജിലോ പഠിക്കാൻ പാടില്ല? അവനവിടെ അഡ്മിഷൻ കിട്ടിയിട്ടല്ലേ പഠിക്കും. അവനെയാണ് ശിക്ഷിക്കുന്നത്, അവനാണ് സ്കോളർഷിപ്പ് കൊടുക്കാതിരിക്കുന്നത്. അതുപോലെ IIM എല്ലാം ഉൾപ്പെടുത്തി, IIMലും IITയിലും എല്ലാത്തിലും. അപ്പോൾ പാലക്കാട് IIT, നമ്മുടെ കോഴിക്കോട് IIM ഇവിടെ ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. ഇത് നടപ്പിലാക്കും എതിർപ്പുണ്ടായിരുന്നോ? ഇതിന് ദൈവം സഹായിച്ച വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ആ ജിയോ പരിഷ്കരിക്കുന്ന പ്രോസസ്സ് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. എന്ന് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, ഇത്രയും വർഷമായിട്ട് അത് എന്തുകൊണ്ട് മാറ്റണമെന്ന് ആർക്കും തോന്നിയില്ല എന്നുള്ളതാണ്. അതൊരു അത്ഭുതമല്ലേ. അവനവൻ്റെ പണി ചെയ്ത് പോവുക എന്നുള്ളതല്ലാതെ. അല്ല, ഞാൻ അത് ഭയങ്കര സംഭവം ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഭയങ്കര അത്ഭുതം തോന്നുന്നൊരു സംഭവമാണ് ഇത്. എന്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് അവിടെ നടക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ സബ് കളക്ടർ നേരെ സ്പെഷ്യൽ സെക്രട്ടറിയിലേക്ക് പോയി. നമ്മൾ ഇത് ട്രൈബൽ ഈ സബ് കളക്ടർ അവിടെ 2 കൊല്ലം കഴിഞ്ഞ് എങ്ങോട്ടായിരുന്നു പിന്നെ നിയമനം? അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നമ്മൾ ഡയറക്ടർ ലെവലിലുള്ള കുറേ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ടൂറിസം കൈകാര്യം, KTDC, എക്സൈസ്, സ്കില്ലിങ്, കുറേ അന്ന് ഓഫീസേഴ്സിൻ്റെ കുറവും ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും 5-8 ചാർജൊക്കെ ഒരേ സമയം കൊണ്ട് നടക്കുമായിരുന്നു. ഏതാണ്ട് ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, അവസാനം കൂട്ടി നോക്കുമ്പോൾ 10ാമത്തെ ചാർജ് വരികയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് 10 പോകേണ്ടി വരുമല്ലേ? 10 ഓഫീസ് ആയിരിക്കത്തില്ലേ? ആണോ? പക്ഷേ ഫയലിൽ കൈകാര്യം ചെയ്യും നമ്മൾ, ഫയൽ വിളിപ്പിക്കുക. അങ്ങനെ അന്ന് ആളില്ല, ശരിക്കും ഭയങ്കര ഷോർട്ടേജാണ്. അപ്പോൾ KTDC MD ഉണ്ട്, എനിക്കൊന്ന് പ്രൈമറി ചാർജ് അതായിരുന്നു എന്ന് തോന്നുന്നു. എക്സൈസ് അഡീഷണൽ കമ്മീഷണർ, എംപ്ലോയ്മെന്റ് ഡയറക്ടർ ആയിരുന്നു, ട്രെയിനിങ് ഡയറക്ടർ ആയിരുന്നു. പ്രൊമോഷൻ കിട്ടി വരുന്നവരല്ലേ? അല്ല, പോലീസിൽ നടക്കുന്നില്ലേ? അല്ല, എക്സൈസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സൈസ് കമ്മീഷണർ ഉണ്ട്, അത് IAS പോസ്റ്റാണ് ശരിക്കും. 2 അഡീഷണൽ കമ്മീഷണർമാരുണ്ട്. ഒരാൾ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്ന, അത് IASഉം, പിന്നെ എൻഫോഴ്സ്മെന്റിന് വേണ്ടി ഒരു പോലീസ് IPS. പണ്ടൊക്കെ IG റാങ്കിലുള്ള ആളാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സൈസ് അങ്ങനെ. ഈ എക്സൈസിൽ ഒരുപാട് അഴിമതിയില്ലേ? എക്സൈസ് ഒക്കെ സിസ്റ്റമാറ്റിക് അഴിമതിയാണ് ശരിക്കും. അവിടെ ഈ പറഞ്ഞോട്ട് ഒരു ചിട്ടയുണ്ട്, ഒരു ഈ പറഞ്ഞ മാസപ്പടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇതാണ്. എല്ലായിടത്തും ഇപ്പം ടൂറിസത്തിലും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇത് പലയിടത്തും ഉപദ്രവമില്ലാതെ, ആൾക്കാർക്ക് ഉപദ്രവമില്ലാതെ അങ്ങ് പോവുകയാണെങ്കിൽ അവരും അങ്ങ് ക്ഷമിച്ച് വിടും എന്നുള്ളതാണ്. എങ്ങനെയാണ് എക്സൈസിൽ അഴിമതി നടത്തുന്നത്? ആരാന്നും പറയണ്ട. അല്ല, എക്സൈസിൽ എനിക്ക് ബെവ്കോൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം. ബെവ്കോ എനിക്ക് ഒരാഴ്ചത്തേക്കെങ്കിലും ചാർജ് നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. MD ആയിട്ട്. പിന്നെ അവസാനം 1 കൊല്ലത്തോളം ഓടിക്കേണ്ടി വന്നു. പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ട് പർച്ചേസിലുണ്ട്, ഈവൻ പ്രോഡക്റ്റ് പുഷ് ചെയ്യുന്നതിലുണ്ട്. ചില പ്രോഡക്റ്റ് ആളുകൾക്ക് വേണ്ട പ്രോഡക്റ്റ്, അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ആളുകൾ ജവാൻ ചോദിക്കും, അത് കിട്ടത്തില്ല. അത് പറയുമ്പോഴേ ഞാൻ ബെവ്കോയിലിരിക്കുന്ന സമയത്ത് ആണ് ആദ്യം POS മെഷീൻ കൊണ്ടുവരുന്നത്. അപ്പോൾ കാരണം ഈ പൈസ കൊടുത്തിട്ട് ബാലൻസ് കൊടുക്കില്ല. അപ്പോൾ POS മെഷീൻ കൊണ്ട് സ്വൈപ്പിംഗ് മെഷീൻ വന്നല്ലോ. സ്വൈപ്പിംഗ് വരുമ്പോഴേക്ക് കൃത്യം കൊടുക്കേണ്ടി വരും. അതന്ന് ഭയങ്കര എതിർപ്പ് വന്നായിരുന്നു. അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഈ കൗണ്ടറിൽ നിൽക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള സാധനം പുഷ് ചെയ്യാം. ക്യൂവിൽ നിൽക്കുന്ന ബാക്കിലത്തെ ഒരാൾ പറഞ്ഞ് അങ്ങനെ ഒന്ന്
തർക്കിച്ച് നിൽക്കാൻ സമയമില്ലല്ലോ, ഇല്ല, വേഗം ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ച് വരുമല്ലേ. അപ്പോൾ എടുത്ത് കൊടുക്കുന്ന മേടിച്ചുകൊണ്ടങ്ങ് പോകണം. അപ്പോൾ ഇവനെ എന്താ പുഷ് ചെയ്യാന്നറിയോ, ഈ കമ്പനിക്കാർ കമ്മീഷൻ കൊടുക്കും, ഓരോ ഷോപ്പിനും കമ്മീഷൻ കൊടുക്കേണ്ട ഏർപ്പാടുണ്ട്. അപ്പോൾ ഈ കൂടുതൽ പുഷ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഇത് ഏതായിരിക്കും അവന് കൂടുതൽ കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രീമിയം ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ MD ആയിരിക്കുമ്പോഴാണ് ഇത് തുടങ്ങുന്നത്, പ്രീമിയം കൗണ്ടർ ഞങ്ങൾക്കൊക്കെ ആശ്വാസമായി. അതെ, ഇത് മദ്യപിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇത് അപ്രീഷിയേറ്റ് ചെയ്യും. അല്ല, ഇപ്പോൾ വളരെ സൗകര്യം. അല്ലെങ്കിലേ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞങ്ങളൊക്കെ വല്ലപ്പോഴും കമ്പനി കൂടുമ്പോഴായിരിക്കും ഈ 9 മണിയാകുമ്പോൾ അടയ്ക്കുമല്ലോ, പോലീസ് ഒന്ന് തല്ലും, അതായത് ക്യൂ നിൽക്കുവാണ്, അവ പിരിച്ചു വിടുക, അവർക്ക് അടയ്ക്കണം. വന്ന് തല്ലി പുറകെ നിൽക്കുന്നവരെ മുഴുവൻ പോലീസ് ഒന്ന് ലാത്തി ചാർജ്. എത്രയോ അനുഭവങ്ങളുണ്ടെന്നറിയോ. ഇത് ഞാൻ ടൂറിസം കൂടെ അന്ന് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു വൃത്തികേടും ആ ഒരു ഇങ്ങനെ അല്ല. കാരണം ഇത് റെഗുലേറ്റഡ് ലീഗലായിട്ടുള്ളൊരു ബിസിനസ് ആണല്ലോ. ബെവ്കോയുടെ പറഞ്ഞു. എന്നിട്ട് ബെവ്കോയിൽ അപ്പോൾ ബെവ്കോയിൽ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രീമിയം ഔട്ട്ലെറ്റുകൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അത് നോക്കുമ്പോൾ അതിനകത്ത് നല്ല ഒരു ബിസിനസ് ആംഗിളിൽ കൊള്ളാം അത്. കാരണം ആകെ 2 സ്റ്റാഫിനെ വെച്ചാൽ മതി, പിന്നെ CCTVയും സെക്യൂരിറ്റിയാണ്. ബാക്കി ഈ പോകുന്ന ആള് തന്നെ എടുക്കുകയല്ലേ, അയാൾ തന്നെ ഏറ്റവും നല്ലത് സെലക്ട് ചെയ്തോളും. മാത്രമല്ല അവിടെ നമ്മൾ പ്രീമിയം മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ കമ്പനിക്ക് ലാഭം കിട്ടുന്ന ഐറ്റംസ് അതാണ്. അപ്പോൾ ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോഴേക്കും എനിക്ക് മറ്റേ ഷോപ്പ് തുടങ്ങുന്നതിനെക്കാട്ടിലും ടേൺ ഓവർ അധികമുണ്ട് ഇവിടെ. അപ്പോൾ അത് നോക്കുമ്പോൾ കൊള്ളാം. അപ്പം അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ മറ്റേ അഴിമതി എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് പർച്ചേസ് ആണോ മെയിൻ? പർച്ചേസ് മാത്രമല്ല, ചെക്ക്. ഞാനവിടെ ജോയിൻ ചെയ്തപ്പോൾ അവിടുത്തെ പ്രധാന ഒന്നാമത് എനിക്ക് അന്ന് കുറേ ചാർജ് ഉണ്ടല്ലോ, 5-8 ചാർജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ രാവിലെ തൊട്ട് ചെക്ക് ഒപ്പിടലാണ്. ഈ ഡിസ്റ്റിലറികൾക്കുള്ള ചെക്കിങ് ഇങ്ങനെ ഒപ്പിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഇതെന്തിനാണ് ഇത്രയും ചെക്ക് ഒപ്പിടുന്നത്? ചെക്ക് ഒപ്പിടേണ്ട കാര്യമൊന്നുമില്ല, ഒറ്റ ഒരു ചെക്ക് ഫയലിൽ ഓർഡറും ആക്കിയിട്ട് ബാക്കി RTGS വഴി ഇട്ടാൽ മതിയല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലല്ലോ, അവർക്ക് ചെക്ക് തന്നെ വേണം, അങ്ങനെ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞാൽ അത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പറയാണ്, അടുത്ത ഈ 15-ാം തീയതിക്കുള്ളിൽ എല്ലായിടത്തും ചെക്ക് ഈ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിലും ഒക്കെ തരാൻ പറയാം, RTGSൽ ഞാൻ സൈൻ ചെയ്തുള്ളൂ, കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഭയങ്കര റെസിസ്റ്റൻസ്. പിന്നെയാണ് പരിപാടി മനസ്സിലായത്. എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഈ ചെക്ക് ഉണ്ടല്ലോ, ചെക്ക് MD ഒപ്പിട്ടിട്ട് അവിടെ വെക്കും. പിന്നെ ഈ ചെക്ക് കളക്ട് ചെയ്യലെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആ സമയത്ത് കൈക്കൂലി കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ, ഈ വലിയ ഡിസ്റ്റിലറികളൊക്കെ കർണാടകയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി ഇവിടെ എല്ലാം ശരിയാക്കുന്നു എന്ന് പറഞ്ഞ് കുറേ ഏജൻറ്റുകളുണ്ട് ഇവിടെ. അപ്പോൾ അവരാണ് വന്നിട്ട് ഈ ചെക്ക് കളക്ട് ചെയ്യുക. ചെക്ക് കളക്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ മാമൂലുണ്ട്, ഓരോ സ്റ്റെപ്പിലും ഓരോ സാധനമുണ്ട്. ഇതാണ് ഒറ്റയടിക്ക് പോകുന്നത്. ഇപ്പോൾ ഈ 15-ാം തീയതി ആകുമ്പോൾ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, അന്ന് പലരും തന്നിട്ടില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പേയ്മെൻ്റ് ഇല്ല, കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞല്ലോ. ഒന്നും പറയണ്ട, അടുത്ത ദിവസം ആകുമ്പോൾ നല്ല കുട്ടികളെല്ലാം എല്ലാവരും അക്കൗണ്ട് എല്ലാം ഒരേ. പിന്നെ അതുപോലെ അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അതെ. പിന്നെ ഇതെല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ, വേറെ മേലെയും എല്ലാം കാണും, അല്ലാതെ. അതുപോലെ തന്നെ ഈ ഏത് ബ്രാൻഡ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ ഡിസ്റ്റിലറി തന്നെ കാശ് കൊടുക്കുന്നുണ്ടാവും, പൊളിറ്റിക്കൽ പേയ്മെൻറ്റും കാണും, പലതും ഉണ്ടാവും. ഇപ്പോൾ ഇത് സ്റ്റോക്ക് ചെയ്യുന്ന അവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ബാറിലേക്ക് എടുക്കാൻ വേണ്ടി ഒരാൾ വരികയാണ്. വരുമ്പോൾ അവിടെ സ്റ്റോക്ക് എത്രയുണ്ട് എന്തുണ്ടെന്നൊന്നും പറയണമെന്നില്ല. ഇതില്ല, മറ്റേ ഉണ്ട്, മറ്റേ എടുത്തോ എന്ന് പറയും. ഇപ്പോൾ ജപം വേണമെന്ന് പറയുന്നു, ഇല്ല എന്ന് പറയും. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്നിട്ട് അന്ന് ഡിസ്പ്ലേ നിർബന്ധമാക്കി. എല്ലാ വെയർ ഹൗസുകളിലും ഡിസ്പ്ലേ എത്രയുണ്ട് എന്നുള്ളതും പിന്നെ അത് വെബ്സൈറ്റിലും കൂടെ കയറ്റിയിടുന്നത്. അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റും, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇല്ലയെന്ന് അങ്ങനെ ചുമ്മാ കള്ളാൻ പറയാൻ പറ്റത്തില്ലോ. അങ്ങനെ കുറേ സാധനം. പിന്നെ അതുപോലെ ഈ എല്ലാ പെർമിറ്റുകളും മറ്റുമൊക്കെ ഓൺലൈനാക്കി ഒരു സംഭവം ചെയ്തു. അതൊക്കെ ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അന്നത് തിരക്കിട്ട് നമ്മൾ ചെയ്താണ്. ഞാൻ അവിടെ നിന്ന് മാറുന്നതിന് മുമ്പ് ബാർ ലൈസൻസ് അടക്കം എല്ലാം ഓൺലൈൻ, അല്ലെങ്കിൽ എല്ലാം കാശായിരുന്നു, കംപ്ലീറ്റ് ഓൺലൈനാക്കി. അത് ഞാൻ പറയുന്ന ഈ അടികൂടിയിട്ട് നമുക്ക് ചിലതൊന്നും ശരിയാക്കാൻ പറ്റില്ല. സിസ്റ്റം അങ്ങ് മാറ്റാന്നേ ഉള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റുക. സിസ്റ്റം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സ്കോപ്പ് കുറഞ്ഞല്ലോ. അതാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ POS മെഷീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവന് പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഓൺലൈൻ പേയ്മെൻ്റ് ആക്കിയ ആ പ്രശ്നം കഴിഞ്ഞല്ലോ. ഈ ടൂറിസത്തിൽ എങ്ങനെ അഴിമതി നടത്താൻ പറ്റുന്നത് ഈ ഹോട്ടലുകൾ, KTDCയിലെ ഹോട്ടലുകളിലായിരിക്കും. KTDCയിലെ ഹോട്ടലിൽ അതൊക്കെ ചെറിയ ഇതൊക്കെയാണ്. ടൂറിസത്തിൽ പ്രധാനമായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് ഈ പ്രോജക്റ്റുകളെന്നും പറഞ്ഞിട്ടുള്ള പല ഉടായ്പകളാണ്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ടൂറിസം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പൊളിറ്റിക്കൽ ക്ലാസ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ സിവിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഒരു പാർക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി, അതൊക്കെ ടൂറിസം ആണെന്നാണ് ധരിക്കുന്നത്. അതൊക്കെ അല്ലെങ്കിലും ഒരു പഞ്ചായത്തോ കോർപ്പറേഷനോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ടൂറിസമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. പക്ഷേ ടൂറിസം ഫണ്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നൊരു രീതിയുണ്ട്. അതിനകത്ത് ടെൻഡറിങ് ഒന്നും അല്ലെങ്കിൽ പ്രൊക്യൂർമെൻ്റ് അത്ര ക്ലീൻ അല്ല.
ഈവൻറ്റ്സ്, ഉദാഹരണത്തിന് ഈവൻറ്റുകളും മറ്റൊക്കെ നടത്തുന്നത് ഇന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല, കേരളത്തിൽ സ്റ്റോർ പർച്ചേസ് മാനുവൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതനുസരിച്ചാണ് യു ആർ സപ്പോസ് ടു ഡു ഓൾ പർച്ചേസ്. പക്ഷേ സ്റ്റോർ പർച്ചേസ് മാനുവലിൽ സർവീസസ് പ്രൊക്യൂർ ചെയ്യാൻ ഇപ്പോഴും അതിനകത്തൊരു ചാപ്റ്ററേ ഇല്ല. പറഞ്ഞാൽ വിശ്വസിക്കില്ല, സർവീസസ് പ്രൊക്യൂർ ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ സർവീസ് എങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു അക്രഡിറ്റഡ് ഏജൻസി എന്ന് പറഞ്ഞ ഓമന പേരിട്ടിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അക്രഡിറ്റഡ് ഏജൻസിയെ പിടിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കും. ഈ അക്രഡിറ്റഡ് ഏജൻസിയുടെ ബാക്കിൽ ആരാന്നുള്ളത് ആർക്കും ഊഹിക്കാം. അതാണ് സ്ഥിരം മോഡസ് ഓപ്പറാൻഡി ടൂറിസത്തിന്. ഊരാളുകളൊക്കെ എല്ലാ മേഖലയിലേക്കും വ്യാപിക്കുന്നത് കൊണ്ടായിരിക്കും. ഊരാളുങ്കൽ ഒരു അക്രഡിറ്റഡ് ഏജൻസിയാണ്. ഗവൺമെൻറ്റിൻ്റെ തന്നെ കൺട്രോളിലുള്ള അക്രഡിറ്റഡ് ഏജൻസികളുണ്ട്. സിഡ്കോ, മറ്റേ എന്തോ കുറേ എണ്ണമുണ്ട്, കുറേ കോപ്പറേറ്റീവ് പേരുകളൊക്കെ ഇട്ടിട്ടുള്ളത്. അവരാർക്കും കൊടുക്കുന്നത്, പക്ഷെ അവർ ഇത് കൊടുക്കുകയാണ്, സബ് കൊടുക്കുകയാണ്. അവർ സബ് കൊടുക്കുന്ന ഓൾറെഡി ടൈഡപ്പാണ്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒട്ടുമിക്ക ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ഇതുപോലെ ഷെല്ലാണ്, വെറുതെ ഷെല്ലായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ബിസിനസ് നടത്തുന്നത് ബാക്ക് എൻഡിലുള്ള പ്രൈവറ്റ് പലരുമാണ്. അപ്പോൾ ആ ഷെല്ലിലൂടെ നമ്മൾ ബിസിനസ് കടത്തി കൊടുക്കാൻ വേണ്ടി ഒരു ഉടായ്പ് സംഭവമായിട്ടാണ് പല സാർ പറഞ്ഞായിരുന്നു. മറ്റേ ഈ ഓൺലൈൻ ബുക്കിംഗ് KSRTCയുടെ ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഒരു കമ്പനിയാണ്, പക്ഷെ കൊടുത്തിരിക്കുന്നത് കെൽട്രോണിനാണ്. കെൽട്രോണിൽ പണി അറിയത്തില്ല. കെൽട്രോൺ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നിപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കെൽട്രോൺ വഴിയാണ് വലിയ തുക കൊടുക്കും. അവർക്ക് കിട്ടുന്നില്ല, അവർക്ക് അതിൻ്റെ പകുതി പോലെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം നേരെ ആ കമ്പനിയായിട്ട് അങ്ങാക്കി. അല്ല, നേരിട്ട് പ്രൊക്യൂർ ചെയ്യാമല്ലോ. അതാണ് ഇപ്പം നേരിട്ടൊരു ടെൻഡർ വിളിച്ചിട്ട് മര്യാദയ്ക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയെ വേണമെങ്കിൽ എടുക്കാം. ഈ അക്രഡിറ്റഡ് ഏജൻസി നാടകം ഒഴിവാക്കിയിട്ട് ഈ ഇത്തരത്തിൽ ഈ എത്ര കാലം ഡയറക്ടർ തസ്തിക തുടർന്നു? ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് നല്ല പോസ്റ്റാണോ? നല്ലത് ചീത്താന്നൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു സീനിയോറിറ്റിയിൽ അത് വകുപ്പ് അധ്യക്ഷൻ ഡയറക്ടറാണല്ലോ. ശരിക്കും വകുപ്പ് അധ്യക്ഷൻ ഡയറക്ടറാണ്. നമ്മൾ ഈ സെക്രട്ടറി അല്ലേ? അല്ല, സെക്രട്ടറി ശരിക്ക് ഗവൺമെന്റ് ആണ്, ഗവൺമെന്റിന്റെ ഭാഗം. സെക്രട്ടറി കീഴിലല്ലേ? അത്രേ ഉള്ളൂ. ഡയറക്ടർ സെക്രട്ടറിയുടെ കീഴിലാണ്. സെക്രട്ടറി പറയുന്നത് ചെയ്യേണ്ടി വരുന്നു, നിയമപരമായിട്ടുള്ളത് ഓർഡേഴ്സ്. തീർച്ചയായിട്ടും. പക്ഷേ അധികാരമുണ്ട്. ഡയറക്ടറിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഫീൽഡാണല്ലോ. നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രായമുണ്ടല്ലോ. മാത്രമല്ല അത് പഠിക്കുകയും കൂടെ ചെയ്യണം. കാരണം സെക്രട്ടറി ആകുമ്പോഴേക്കും നമ്മൾ പോളിസി തലത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ റൂൾസ് മാറ്റുക, അല്ലെങ്കിൽ ഓർഡേഴ്സ് ഇറക്കുക, പുതിയ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുക, ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു സെക്രട്ടറിക്ക് വരണം എന്നുണ്ടെങ്കിൽ ഡയറക്ടറായിട്ടും കളക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് അനുഭവ സമ്പത്ത് കിട്ടണം. അപ്പോഴത്തേക്ക് അച്യുതാനന്ദൻ മാറി. അപ്പോഴേക്കും ഉമ്മൻചാണ്ടി സാറ് വന്നായിരുന്നു. അച്യുതാനന്ദനുമായി ഡയറക്ടർ എന്തെങ്കിലും ഇടപെടേണ്ട സാഹചര്യം അധികം ഇൻട്രാക്ഷൻ വേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മൾ അങ്ങ് ദൂരെ വയനാട്ടിൽ സബ് കളക്ടറായിട്ട് ഇരിക്കുകയല്ലേ, അതുകൊണ്ട് അധികം അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഒന്നും വേണ്ടി വന്നിട്ടില്ല. ആവശ്യമില്ലാത്ത ഇടപെടലൊന്നും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും വന്നില്ല ആ സമയത്ത്? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നും ഒരു തരത്തിലും ആ പീരീഡിലൊന്നും ഉണ്ടായിട്ടേ ഇല്ല. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്ത് പോവാം. പ്രാദേശികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നല്ലാതെ ഡയറക്ടർ തലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വളരെ എൻജോയ് ചെയ്ത ഒരു പീരീഡായിരുന്നു. കാരണം ഒന്ന്, പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു രസമുണ്ടായിരുന്നു. അത് എൻജോയ് ചെയ്തു. അന്ന് നമുക്കറിയില്ലല്ലോ, നമ്മൾ ഭയങ്കര ഉത്തരവാദിത്വം ശരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഭയങ്കര ഞാനേ ഉള്ളൂ, എല്ലാവർക്കും എന്നെ വേണം. കാരണം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പല മന്ത്രിമാരുടെ അപ്പോൾ നേരിട്ട് അവരുമായിട്ട് കണക്ഷനുമായി. അതെ. പക്ഷേ മന്ത്രിമാർ മീറ്റിംഗ് വിളിക്കുന്നത് പോലും നമ്മുടെ സൗകര്യം നോക്കേണ്ടി വരും. കാരണം ഞാൻ പല മന്ത്രിമാരുടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സംഭവം. പക്ഷേ അതിൻ്റെ രസമായിരുന്നു. ഉദാഹരണത്തിന് KTDC MD ആയിരുന്നല്ലോ. അപ്പോൾ KTDC ഭയങ്കര നഷ്ടത്തിലാണ്. അപ്പോൾ ലാഭത്തെ കൊണ്ടുവരാനുള്ളൊരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി ഞാൻ ഒരു വർഷത്തിനുള്ളിൽ എങ്ങനെയും ലാഭം കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് 100 കോടി ടേൺ ഓവറൊക്കെ കടത്തിയത് അന്നാണ്. അപ്പോൾ അന്ന് എങ്ങനെ ഇത് ചെയ്യാൻ നോക്കുമ്പോൾ ഏറ്റവും എളുപ്പം ഓരോ ബിയർ പാർലർ തുടങ്ങുന്നതാണ്. ഒരെണ്ണം തുടങ്ങിയാൽ അന്ന് ടേൺ ഓവർ 1 കോടിയെങ്കിലും കൂടും, ഒരു പ്രോഫിറ്റ് 30 ലക്ഷമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു കൊള്ളാമല്ലോ, ഏറ്റവും കൂടുതൽ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഓരോ ബിയർ പാർലർ തുടങ്ങാനുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്തു സ്റ്റാഫിന് കൊടുത്തു. അപ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുവരികയാണ്. ഇതിൻ്റെ ഞാൻ പിന്നെ അപേക്ഷ കൊടുക്കണം. അപ്പോൾ ഞാൻ അപേക്ഷ കൊടുക്കുകയാണ്, എക്സൈസിൽ കൊടുക്കുകയാണ്. അവിടെ ആരാ? ഞാൻ തന്നെയാണ്. എനിക്ക് അപേക്ഷ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം പ്രോസസ്സ് ചെയ്തു. അവിടുത്തെ അഡീഷണൽ കമ്മീഷണർ ഞാൻ അവിടെ നിന്ന് തന്നെ സാങ്ഷൻ ചെയ്യുന്നു, എല്ലാ പരിപാടിയും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ പെർമിറ്റും ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ വാങ്ങണം. ഇതിൻ്റെ ബെപ്കോയിലേക്ക് കൊടുത്ത് ഇപ്പോൾ ബെപ്കോ MDക്ക് കൊടുക്കണം. അതാരാ? അതും ഞാൻ തന്നെയാണ്. അപ്പം
MD ഇങ്ങോട്ടേക്ക് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ ഇതെന്താ പറയുക, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ പരിപാടി അതും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ചുമതല അതും ഞാൻ തന്നെ. ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന മാതിരി ഓരോരോ എൻജോയ് ചെയ്തു. അതൊക്കെ രസകരമായിട്ടുള്ളൊരു പീരീഡ് ആയിരുന്നു. അല്ല, ഈ കാലയളവിൽ എപ്പോഴാണ് പിന്നെ അവിടുന്ന് പിന്നെ ആഭ്യന്തരമന്ത്രി ഓഫീസിലേക്ക് പോകുന്ന ആ സമയത്ത്? അല്ല അതും കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ സ്കിൽ ഡെവലപ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ്, ട്രെയിനിങ് ഡയറക്ടർ, ഇതുമെല്ലാം ചാർജ് ഉണ്ട് എനിക്ക്. അപ്പം സ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഈ കേസ് എന്ന് പറഞ്ഞാൽ കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് അതിൻ്റെ പ്രാരംഭ ഇതായിരുന്നു, ആ പീരീഡായിരുന്നു. അപ്പോൾ ഷിബു ബേബി ജോൺ സാറാണ് മിനിസ്റ്റർ. അപ്പോൾ ഞങ്ങളന്ന് ഒരു 100-ലധികം MOUs സെൻറ്റർ ഓഫ് എക്സലൻസ് തുടങ്ങാൻ വേണ്ടി സൈൻ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. നൈപുണ്യം എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ സമ്മിറ്റ്. ഷിബു ബേബി ജോൺ വളരെ വിഷനുള്ള ആളാണോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കുറേ മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഷിബു സാർ എനിക്ക് അദ്ദേഹം ലയോളയിൽ പഠിച്ചതാണ്, എനിക്കൊരു ബയസുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു എൻജിനീയറാണ്. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, ഡിസിഷൻ വളരെ ഫാസ്റ്റായിട്ട് തരുകയൊക്കെ ചെയ്യും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനാധിപത്യത്തിൽ എഡ്യൂക്കേഷൻ ഒരു വിഷയം അല്ല സത്യത്തിൽ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ തിരഞ്ഞെടുക്കപ്പെടണം, അതാണ് അതിൻ്റെ സത്യം, അതാണ് അതിൻ്റെ ശരി. പക്ഷേ നമ്മൾ ഈ മിനിസ്റ്റർ ലെവലിലേക്ക് പരിഗണിക്കുമ്പം കുറച്ച് എന്താ പറയുക, ഒരു കോംപ്രിഹെൻഷൻ കപ്പാസിറ്റിയൊക്കെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ആ അതിൻ്റെ കളർ മാറും. അത് വേറെ രീതിയിൽ അവർക്കത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. നമ്മളത് ശരിക്കും പരിശോധിച്ചാൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മുഖ്യമന്ത്രിമാർ എപ്പോഴൊക്കെ ഇരുന്നിട്ടുണ്ടോ കേരളത്തിൽ, അത് ഭയങ്കര മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. കെ കരുണാകരൻ അല്ലെങ്കിൽ അച്യുത മേനോൻ, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലേ, ഉമ്മൻചാണ്ടി, ഇവരെല്ലാം നേരിട്ട് അവർക്ക് ഫയലിൽ ഇംഗ്ലീഷ് തന്നെ എഴുതാൻ അറിയാമായിരുന്നു. അപ്പോൾ ഇടനിലയില്ല. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇടയിൽ നിൽക്കുന്ന ഏതോ ഒരുത്തം പറയുന്ന അവൻ്റെ ആ ഒരു ബാൻഡ് വിത്തിൽ ചുരുങ്ങും. അവന് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല. ആ ഒരു മിനിസ്റ്ററുടെ, മുഖ്യമന്ത്രിയുടെ ആ തലത്തിലുള്ളൊരു ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഈ ഡയറക്ടർ തസ്തിക പിന്നെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഈ പറഞ്ഞോട്ട് ഈ സ്കില്ലിങ്ങും ഇതും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കളക്ടർഷിപ്പ് ഡ്യൂ ആയി. അപ്പോൾ കളക്ടറായിട്ട് പോകേണ്ട സമയമായി. ഡ്യൂ ആയി. അപ്പോൾ പക്ഷേ അപ്പം ഗവൺമെന്റ് മാറിയില്ല. ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്ത് തന്നെയാണ്. അപ്പോൾ അന്ന് കളക്ടറായിട്ട് പോകേണ്ട സമയമായി. അതിന് മുമ്പ് ആഭ്യന്തരമന്ത്രിയുടെ അതാണ് ഞാൻ കഥയാണ് പറയുന്നത്. അപ്പോൾ കളക്ടർഷിപ്പ് പോകേണ്ട സമയമായി. അന്ന് എന്നിട്ട് എറണാകുളം കളക്ടർ ഷെയ്ഖ് പരീദ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി മാറുന്നു, അത് കഴിഞ്ഞ് അവിടെ പോകണം എന്നുള്ള, അങ്ങനെ എൻ്റെ അടുത്ത് ഇൻഫോർമലി അങ്ങനെ പറഞ്ഞു. അപ്പം അതിൻ്റെ അടുത്ത ക്യാബിനറ്റിൽ അങ്ങനെയാണ് തീരുമാനം, പോകണം എന്നുള്ള. ഓക്കെ, അപ്പോൾ എനിക്ക് സ്കില്ലിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ തീർത്ത് കഴിഞ്ഞിട്ട് പോകാം എന്നുള്ള ഇതിൽ മിനിസ്റ്ററും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് രമേശ് സാറ് ക്യാബിനറ്റിലോട്ട് ആഭ്യന്തരമന്ത്രിയാവുന്നത്. അപ്പോൾ അദ്ദേഹം മിനിസ്റ്റർ ആയ ഉടനെ അപ്പോൾ അദ്ദേഹം ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അതവിടെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ വലിയ ജസ്റ്റ് അറിയാം. അദ്ദേഹം ഒരു MLA എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ വിളിക്കുകയോ ഇടപെടും, അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അപ്പോൾ അദ്ദേഹം എന്നാ ട്രിവാൻഡ്രത്തുനിന്ന് ആണ് വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനാന്നൊന്നും അറിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പോയി കാണുന്നത്. അപ്പോൾ എനിക്കൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കളക്ടറായിട്ട് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ കരിയറിൽ മാത്രമല്ല അതിനെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ സ്വപ്നം നമ്മൾ കരിയറിൽ ആ സമയത്ത് കളക്ടർഷിപ്പ് തീർക്കണമല്ലോ, തീർത്ത് പോകണം. അല്ല, അല്ലെങ്കിൽ കളക്ടർ ആകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പറഞ്ഞു. കളക്ടർ ആകുമ്പോൾ എന്ത് ചെയ്യണമെന്നൊരു അത് സത്യമാണ്. പക്ഷെ ആ രീതിയിലൊക്കെ ചിന്തിച്ചത് പിന്നീടാണ് കേട്ടോ. ആ സമയത്ത് പോലും അത്രയും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കളക്ടറായിട്ട് പോകേണ്ട നമ്മൾ കരിയർ വൈസ് ഇങ്ങനെ ഇതാണ് അതാണ്. അപ്പോൾ സാറ് പറഞ്ഞ ഒരു 1 ഇയർ നിന്നിട്ട് ഓഫീസ് ഫുൾ സെറ്റ് ചെയ്ത് കറക്റ്റാക്കിയിട്ട് എന്നിട്ട് പോയിക്കോ എന്നുള്ളതാണ്. അതിന് കാരണമുണ്ട്. കാരണം ആ സമയത്ത് അറിയാലോ, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിൽ പ്രശ്നങ്ങളും അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ. അപ്പോൾ വളരെ ടൈറ്റായിട്ടും ശരിക്കും വളരെ സ്ട്രിക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസ് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറയാം. എനിക്കാകുമ്പം പൊളിറ്റിക്സും ഇല്ല, എനിക്ക് ആരെയും അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ആൾ വന്നാൽ പോലും എനിക്കൊന്നും അറിയില്ല. പോയി വെയിറ്റ് ചെയ്യുന്നല്ലേ ഞാൻ പറയുള്ളൂ. അപ്പം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആവശ്യം. അത് ചെയ്യുകയും ചെയ്തു. കാരണം നമ്മൾ അവിടുത്തെ സ്റ്റാഫിനെ എടുക്കുന്നത് തൊട്ട് എല്ലാം വിജിലൻസ് ക്ലിയറൻസ് മാത്രമല്ല, ഇൻ്റലിജൻസിൻ്റെ ക്ലിയറൻസും എല്ലാം എടുത്തിട്ട്, സാധാരണ ഒരു മിനിസ്റ്ററുടെ ഓഫീസിലെ സ്റ്റാഫ് എടുക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറേ ഇല്ലായിരുന്നു.
അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൽ സാധാരണ ചെയ്യുന്ന ആ നടപടിക്രമങ്ങൾ മുഴുവനും ഫോളോ ചെയ്തിട്ടാണ്. അതിനെല്ലാം അദ്ദേഹം അനുമതി നൽകി. ആദ്യം ഫുൾ ഫ്രീഡം തന്നു. അതിനൊക്കെ വളരെ ഫുൾ ഫ്രീഡം തന്നു. മാത്രമല്ല ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള, ഒരിക്കലും അഴിമതിക്കോ അങ്ങനെ ഒരു തരത്തിലും വശംവദരാവാത്ത ആൾക്കാരെ മാത്രമാണ് നമ്മൾ എന്നിട്ട് സ്റ്റാഫിൽ തിരഞ്ഞെടുത്ത് വെച്ചതും. പ്രത്യേകിച്ച് വിജിലൻസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വെച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു റോയ് എന്ന് പറഞ്ഞൊരു സാറ്, അദ്ദേഹമൊക്കെ സെക്രട്ടേറിയറ്റിൽ വളരെ സീനിയർ, ഒരു എന്താ പറയുക, ഒരു മിസ്റ്റേക്ക് പോലും വരത്തില്ല, ലീഗലി എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടെയാണ് നമ്മൾ ടീമും അന്ന് കൊണ്ടു നടന്നത്. അപ്പോൾ ഒരു വർഷത്തോളം അത് എനിക്ക് നല്ല എക്സ്പോഷറും ആയിരുന്നു. കാരണം ആ തലത്തിൽ, ആ പ്രായത്തിൽ നമുക്കല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടില്ല. കാരണം മിനിസ്റ്റർ കൂടെ അല്ലേ, ഹോം സെക്രട്ടറിയേക്കാൾ ഉയർന്ന തസ്തികയാണ്. ഉയർന്നതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫലത്തിൽ പ്രാക്ടിക്കലി, അതെ, പ്രാക്ടിക്കലി ചീഫ് മിനിസ്റ്റർ അല്ല, ആഭ്യന്തരമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആണല്ലോ. പ്രാക്ടിക്കലി ആണ്. കാരണം മാത്രമല്ല, ക്യാബിനറ്റ് ഫയൽസ് ഉൾപ്പെടെ വരുന്നതാണ്. അപ്പോൾ ക്യാബിനറ്റ് ഫയൽസ് ഉൾപ്പെടെ അതിൽ അഡ്വൈസ് കൊടുക്കുന്നത് ആ പ്രായത്തിൽ നമുക്കതൊരു ഭയങ്കര എക്സ്പോഷറാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ക്യാബിനറ്റ് ഫയൽ കാണുമെന്നറിയോ? ചീഫ് സെക്രട്ടറി ആകുമ്പോഴേ. ആണോ? അതെ, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയാലും ക്യാബിനറ്റ് ഫയൽ കാണൂലല്ലോ. ഇവരാരും ക്യാബിനറ്റ് ഫയൽ കാണില്ല. ഈ ക്യാബിനറ്റിലേക്ക് അവർ വെക്കുന്ന ഒരു ഇതേ കാണുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ഡിസ്കസ് ചെയ്തിട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റവും അത് മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫ് മാത്രമേ കാണുള്ളൂ. അത് മിനിസ്റ്റർക്ക് വിശ്വാസമുള്ള ഒരാളെ കാരണം ക്യാബിനറ്റ് ആണല്ലോ, എല്ലാവരും കാണിക്കുന്ന ഒരു വിഷയമല്ല. അപ്പോൾ അതിൽ സ്റ്റഡി ചെയ്തിട്ട് അതിൽ ഓരോ അജണ്ടയിൽ അഡ്വൈസ് പറയുന്നതും എഴുതുന്നതും ഡിസ്കസ് ചെയ്യുന്നത്, അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ആഭ്യന്തരമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നതിൽ അങ്ങ് എന്താണ് ശ്രദ്ധേയമായി ചെയ്തു എന്ന് വിശ്വസിക്കുന്നത്? ആദ്യം സെറ്റ് ചെയ്തു, അതൊക്കെ അല്ല, ഞാൻ അങ്ങനെ വലിയ ക്ലെയിംസ് ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റിവിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. നടന്ന കൊലപാതകങ്ങൾ, നടന്ന ബലാത്സംഗങ്ങൾ, തീവെപ്പ്, കൊള്ള, ഇതൊക്കെയുള്ളൂ. അല്ല നടക്കാതെ പോയതോ നമ്മൾ തടഞ്ഞതോ അങ്ങനെ ഒരു കണക്കുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ നെഗറ്റിവിറ്റി കുറയ്ക്കാൻ പരമാവധി എന്ത് ചെയ്യാന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധ അന്ന് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ ഫീൽഡിൽ പോസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ക്വാളിറ്റി ആയിരുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള എസ് ഐമാരെ ഇവരൊക്കെ പരമാവധി പോസ്റ്റ് ചെയ്യുക. അഴിമതിക്കാരോ എന്തെങ്കിലും രീതിയിൽ അവർക്കെതിരെയുള്ള ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അവരെ ഫീൽഡിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശുപാർശകൾ വരും, ഇഷ്ടംപോലെ ശുപാർശകൾ വരും. പക്ഷേ അത് ക്രോഡീകരിച്ചൊരു ലിസ്റ്റൊക്കെ ആക്കി റൂൾസും ഇതൊക്കെ നോക്കി, എന്നിട്ട് മാത്രമല്ല നമ്മൾ DGPയുടെ അടുത്തുനിന്ന് ഒരു റിപ്പോർട്ട് കൂടെ വാങ്ങുമായിരുന്നു ഓരോരുത്തരെ പറ്റിയും. അപ്പോൾ ഇതിൽ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ കുറേ കഴിയുമ്പോൾ നമുക്ക് പരിചയം അതാണ് എനിക്ക് ചില സമയത്ത് നമുക്ക് അത്ഭുതം തോന്നുന്നു. ഒരിക്കലും നമ്മൾ ഫീൽഡിൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും മെയിൻ പോസ്റ്റിൽ ഇപ്പോൾ ഇരിക്കുന്നത് പലപ്പോഴും. പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പല കേസുകളിലും വിവാദവും പ്രശ്നമൊക്കെ വന്ന സമയത്ത് ഓരോരുത്തരുടെ പേരൊക്കെ കാണും. പക്ഷേ ഇവനൊക്കെ പോസ്റ്റ് ചെയ്തു നമ്മൾ അത്ഭുതപ്പെടും. കാരണം ചില കേസിലൊക്കെ ഹൈക്കോടതി ഉത്തരവ് വരെയുണ്ട് ഫീൽഡിൽ പോസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷെ നൈസായിട്ട് അവരെയും പിരിച്ചുവിടുന്ന ഹൈക്കോടതി ഉത്തരവിട്ട് ഒരു ശ്രീമോൻ എന്ന് പറഞ്ഞൊരു CI തൊടുപുഴ 40-50 കേസ് പ്രതിയായതാണ്. പിരിച്ചുവിടാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പിരിച്ചുവിട്ടിട്ട് തിരിച്ചെടുത്തു. കോടതി പറഞ്ഞാൽ കേട്ടു. ഇതൊക്കെയാണ് കോടതി ഉത്തരവ് കേട്ടു. എന്നിട്ട് അയാളെ കൊണ്ട് വോളണ്ടറി റിട്ടയർമെന്റ് എടുപ്പിച്ചു. അപ്പോൾ അയാൾക്ക് പെൻഷനോ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടി. അയാൾക്ക് ദോഷമൊന്നുമില്ല. ഇപ്പൊ നടന്നൊരു സംഭവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ് ഞാൻ. ഇത് നിയമത്തെ കളിയാക്കുന്ന പോലെയാണത്. ഫീൽഡിൽ പോസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നതിന് കാരണമുണ്ട്. കാരണം ഇവർ ട്രാഫിക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒക്കെ ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ഹീനിയസ് ക്രൈംസിനകത്ത് ഉൾപ്പെട്ട ആൾക്കാർ, ഇവരെയൊക്കെ നമ്മൾ കൊട്ടേഷൻ നമ്മൾ ഒരു DYSP പിടിക്കപ്പെട്ടായിരുന്നല്ലോ, ഒരു ഷാജി എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ അയാളുടെ കൊലക്കേസ് അതിനകത്ത് ഇവരുടെയൊക്കെ ഒരു ട്രെൻഡ് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കി കഴിയുമ്പം ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് നമുക്ക്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ ടെൻഡൻസിയും ക്രിമിനൽസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടി ചിലർ ഭയങ്കരമായിട്ട് ദേ ഫോർഗെറ്റ്, അവർ ഇപ്പുറത്താണോ അപ്പുറത്താണോ എന്ന് അവർ മറന്നുപോകും. ആ തുടരുമെന്ന സിനിമയിലെ ജോർജ് സാർ ടിപ്പിക്കലാണ്. എത്രയോ ജോർജ് സാറന്മാരുണ്ട്, അത് സത്യമാണ്. ആ ജോർജ് സാറന്മാരെ നമ്മൾ ഫീൽഡിലിടാൻ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും. ആകപ്പാടെ ഒരു പ്രശ്നം ഈ മറ്റുള്ളവർ എതിർ പാർട്ടി ഭരിക്കുമ്പോൾ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടി എതിർ പാർട്ടി ഭരിക്കുമ്പോൾ ഇരകളാക്കപ്പെട്ട പലരും, അതായത് ഈ പറയുന്ന ആളുകൾ ഇവരെന്നിട്ട് വീണ്ടും നിങ്ങൾ ഈ നിയമം നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. അത് ഇവരോടൊപ്പം നിന്നവർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ പ്രശ്നമില്ലേ? പക്ഷെ ക്രിമിനലുകളാകൊണ്ട് കുഴപ്പമില്ലല്ലേ? ക്രിമിനൽസ് ഒരു ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇല്ലായ്മ ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഈ ഡാമേജ് പരമാവധി കുറയ്ക്കണം. അതിന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ക്രിമിനൽ ടെൻഡൻസി ഉള്ള ഉദ്യോഗസ്ഥരെ കഴിവതും ഫീൽഡിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക.
കഴിവതും നല്ല ഉദ്യോഗസ്ഥരും മേൽനോട്ടം വെക്കണം. ഇപ്പോൾ ചിലത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ഉണ്ട്, അവൻ പ്രശ്നക്കാരനാണ്, അങ്ങനെയാണെങ്കിൽ അവൻ്റെ പുറത്ത് മേൽനോട്ടത്തിന് നല്ലൊരു ഓഫീസറെ വെച്ച് കൊടുക്കണം. എങ്ങനെയെങ്കിലും അത് ചെക്സ് ആൻഡ് ബാലൻസ്, ഭരണത്തിൽ അങ്ങനെയാണല്ലോ, അതാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ്. ആഭ്യന്തര വകുപ്പ് ആ ജോലി വിടാൻ കാരണം വിടാൻ 1 വർഷം കഴിഞ്ഞു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. പക്ഷെ നമ്മൾ തർക്കിക്കൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ പടങ്ങുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പണക്കമില്ല, ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകൂ, കടക്കൂ, പുറത്തൊന്നുമില്ല. ഇല്ല, അതൊന്നുമില്ല. അല്ല, രമേശ് സാർ ഈസ് വെരി സ്വീറ്റ്, നല്ല സൗമ്യമായിട്ട് സംസാരിക്കുന്നത്, നല്ല സാറ് ഡിസിഷൻ എടുക്കുന്നത് വളരെ ആലോചിച്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ സ്പീഡിൽ ചിലത് ചെയ്താൽ കൊള്ളാമെന്നുള്ള, ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും ചെയ്തു കേട്ടോ. ആ സമയത്ത് നമ്മൾ ഓപ്പറേഷൻ കുബേര വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്തൊരു ആക്ടിവിറ്റി ആണല്ലോ ഓപ്പറേഷൻ കുബേര. ശരിക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇന്നും ശരിക്കും ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലേഡ് മാഫിയ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വളരെയധികം ടെൻറ്റക്കിൾസ് ഉള്ള ഒരു സാധനമാണ് അത്. ഈ പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ ബ്ലേഡ് എന്ന് പറഞ്ഞ് കാണും, അതിൻ്റെ പിന്നിൽ അതിനെക്കാട്ടിലും വലിയ ഒരു ഗുണ്ട ഇക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിലൂടെയാണ്. അതുപോലെ മയക്കുമരുന്ന്, ഇപ്പോൾ നമ്മൾ സേഫ് ക്യാമ്പസ് ആ പീരീഡിലാണ് ചെയ്തത്. സേഫ് ക്യാമ്പസിലൂടെയാണ് നമ്മൾ പരമാവധി ബോധവൽക്കരണവും അതുപോലെ ഒരു ഇൻഫർമേഷൻ നെറ്റ്വർക്ക് സൃഷ്ടിക്കാനും ഒക്കെ അന്ന് ട്രൈ ചെയ്തായിരുന്നു. ഇതുകൂടാതെ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, ഈ വനിതാ പോലീസിന്റെ യൂണിഫോം ശരിക്ക് ആ പീരീഡിലാണ് മാറുന്നത്. അതൊരു വിനയ എന്ന് പറഞ്ഞൊരു പോലീസുകാരിയല്ലേ? അത് അതിന് മുമ്പേ നടക്കുന്നുണ്ട്, അവര് റേസ് ചെയ്ത ഇഷ്യൂസും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഡിസിഷൻ എടുക്കണമല്ലോ. ഇതില് രസമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ കഥകളി പോലെയുള്ള ഒരു വേഷം ഇട്ടിട്ടുള്ള ഒരു സംഭവം അവിടം വരെ എത്തി. സാരിയിൽ നിന്ന് മാറ്റി ഒരു കഥകളി വേഷം വരെ എത്തി. അപ്പോൾ എനിക്കൊന്നും ഓർമ്മയുണ്ട്, അസോസിയേഷൻ ലീഡേഴ്സ് ഇവരൊക്കെ വന്നിട്ട് ഇതിനെ എതിർപ്പാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്ത്രീകൾക്ക് ഇത് കംഫർട്ടബിൾ അല്ല, അവർക്കിത് ഇഷ്ടമല്ല, അവർക്ക് വേണ്ടി ഇവരാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവസാനം നമ്മൾ ഒരു നാക്കിൽ ചെയ്തതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് തീരുമാനിക്കാമല്ലോ എന്ന രീതിയിൽ അവർക്കത് ഫ്രീഡം കൊടുത്താൽ മതിയല്ലോ. ഇന്ന് നോക്കൂ, എല്ലാവരും നല്ല, അവർക്ക് ടിപ്പ് ടോപ്പായിട്ട് നല്ല ഫിറ്റായി. കാരണം അന്ന് തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു പോലീസ് കോൺഫറൻസ് വിളിച്ചു തിരുവനന്തപുരത്ത്. അപ്പം തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനത്തു നിന്നൊക്കെ ഓഫീസേഴ്സ് വരുന്നുണ്ട്, IPS കാർ മാത്രമല്ല, മറ്റ് ഓഫീസേഴ്സും. അപ്പോൾ അവരൊക്കെ നല്ല ടിപ്പ് ടോപ്പായിട്ട് വരുമ്പോൾ നമ്മളെ ഓഫീസേഴ്സ് ഒരുമാതിരി ഇങ്ങനെ ശരിക്കും അവർക്കും അത് ഫീൽ ചെയ്തു. അവർ ശരിക്കും വനിതാ പോലീസ് മാത്രമല്ല, വനിതാ പോലീസ് അവരുടെ റിക്രൂട്ട്മെൻറ്റ് ആ സമയത്ത് റാങ്ക് ലിസ്റ്റ് പെൻഡിങ് ആയി കിടന്ന് വലിയ പ്രശ്നമായിരുന്നു. അവരെ മുഴുവനും വന്ന് ആ പീരീഡിലാണ് എടുത്തത്. SI മാരെ കുറേ എടുത്തു. നമ്മൾ പരമാവധി ഒരു ലൈഫ് കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ ജെന്യൂനായിട്ടുള്ള പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷനുകളോട് ചേർന്നിട്ടുള്ള ഇക്കോസിസ്റ്റം, അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ഇത്തരം കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ, അതുമെല്ലാം മാക്സിമം ഒരു ഹ്യൂമനൈസ് ചെയ്യാനുള്ളൊരു ശ്രമം പരമാവധി ആ പീരീഡിൽ ഉണ്ടായി. എനിക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ആ പീരീഡിലാണ് ഉണ്ടായെന്ന് പറയാം. ശത്രുക്കൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറയാത്തത് കൊണ്ട്, നമ്മൾ ഇടപെടാത്തത് കൊണ്ടുണ്ടായ ശത്രുക്കളാണ് പരമാവധി. എനിക്ക് എന്തോരമുണ്ട് അന്നത്തെ ഒരു വളരെ ഇന്നും ഹിസ്റ്ററിൽ ഒരു വലിയ ഒരു MLA ആണോ MP ആണോ അന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രഷർ ഇടുകയാണ്, മിനിസ്റ്റർ അടുത്തുമൊക്കെ വന്നു. പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ ചീത്തപ്പേരുള്ളൊരു ഓഫീസറാണ്. അയാളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയില്ല, എല്ലാം എടുത്തുകൊണ്ട് പോകുമെന്ന് പറയില്ല, ആ ടൈപ്പ് ഒരു കക്ഷി, ട്രാഫിക്കിംഗ് ഒക്കെ. അപ്പോൾ ഇയാളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മിനിസ്റ്റർക്ക് വളരെ ചീത്തപ്പേര് വരുന്ന കാര്യമാണ്, മിനിസ്റ്റർക്ക് ദോഷം വരുന്നതാണ് അത്. കാരണം ഞാനാണത് തടയുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, മിനിസ്റ്റർക്ക് അതൊന്നും പ്രശ്നമൊന്നുമല്ല, ഞങ്ങൾക്ക് വിഷയമല്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ഞാൻ എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് മിനിസ്റ്ററുടെ PSI ആയിരിക്കുന്നത് മിനിസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ലീഗലി, അതെനിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് പോയത് പിന്നീട് സോൾവ് ആയി കഴിഞ്ഞു. പക്ഷെ പറയേണ്ടത് ആ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഇവർ വന്ന ഓരോരുത്തരും അങ്ങനെ പലതും പ്രഷറും, ഇത് എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്ന ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് 1 കൊല്ലം തികയ്ക്കുന്നതിന്? അല്ല, 1 വർഷം തികഞ്ഞതിന് ശേഷവും എനിക്ക് പോകണം. പക്ഷെ സാറ് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്തു ശരിക്കും. ഒരു അത് കഴിഞ്ഞ് ഒരു 1-2 മാസം കൂടെ കഴിഞ്ഞാണ് അവസാനം വിട്ടത്. അങ്ങനെയാണ് കളക്ടറായിട്ട് പോകുന്നത്. എനിക്ക് ശരിക്ക് കാസർഗോഡ് പോകണമെന്നുണ്ടായിരുന്നു. കാരണം കാസർഗോഡ് കണ്ണൂരിനടുത്താണ്, മാത്രമല്ല വളരെ ലൈറ്റാണ്, അത്ര ഹെവി അല്ല അവിടെ.
അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഭയങ്കര ഹെവി വർക്കാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ. കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ കഴിഞ്ഞ് പിന്നെ മുഖ്യമന്ത്രി ഇത് ഭയങ്കര ഹെവിയാണ് എന്ന് വെച്ചാൽ 5-8 ചാർജ് ഹോൾഡ് ചെയ്തത് അതിൻ്റെ തമാശ അത് കഴിഞ്ഞു. അത് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് ഇതല്ല. ഇത് ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നിട്ടാണ്. ആണോ? അയ്യോ, ഫയൽസ് രാവിലെ തുടങ്ങുന്ന വർക്ക് തീരുന്ന പാതിരാത്രില്ല. അയ്യോ, പിന്നെ അത് കാരണം പല പ്രധാനപ്പെട്ട ഫയൽസും ഡിസ്കസ് ചെയ്യുന്നത് മിനിസ്റ്റർ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടണമല്ലോ. അപ്പോൾ അത് മിക്കവാറും ആ സമയത്തൊക്കെ ആയിരിക്കും. ഫയൽ ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ അപ്പോഴായിരിക്കും. പ്രധാനപ്പെട്ട പല പോസ്റ്റിംഗ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുമ്പോൾ രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു കൊല്ലത്തോളം അങ്ങനെ ആയിരിക്കും. പിന്നെ സാറിനോട് യാത്ര മറ്റേ ആ കുബേരയൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ RBI ഗവർണറൊക്കെ ആയിട്ട് നേരിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് അവരുടെ, കാരണം RBIയുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ട്രാവലും ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെരി ഹെവി. അപ്പോൾ എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ കാസർഗോഡാണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം കാസർഗോഡ് അന്നത്തെ കളക്ടറുടെ കാലാവധിയും തീരുന്നുണ്ട്, എല്ലാം കറക്റ്റാണ് എല്ലാം. എന്നിട്ടോ പക്ഷേ കോഴിക്കോട് ആവശ്യം ഇട്ടത്. കാരണം ഈ എറണാകുളം തിരിച്ചു പോകാനും എൻ്റെ അടുത്ത് പറഞ്ഞു. വൈദവേ ഞാൻ പറഞ്ഞല്ലോ, അന്ന് എറണാകുളം എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് പക്ഷെ അത് കഴിഞ്ഞ് ആഫ്റ്റർ 1 ഇയർ ഗോ ടു എറണാകുളം എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ എറണാകുളം പോകണ്ട, അന്ന് അവിടെ പോസ്റ്റ് ചെയ്ത ആൾ അവിടെ ഭംഗിയായിട്ട് പണി കഴിഞ്ഞാൽ പോയി ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്കല്ലെങ്കിലും ഇനിയൊന്ന് ഒരല്പം ശ്വാസം എടുക്കണം, എനിക്ക് കാസർഗോഡ് വേണമെന്നും പറഞ്ഞാണ്. എന്നിട്ട് എങ്ങനെ കോഴിക്കോടായി മാറി? പക്ഷേ കോഴിക്കോടാണ് പോസ്റ്റ് ചെയ്തത്. അത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ല, നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും. മാത്രമല്ല അവിടെ എന്തോ ഇഷ്യൂ ആ സമയത്ത് മറ്റേ നാദാപുരവും എന്തോ ചെറിയ ഇഷ്യൂ ഒക്കെ നടന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയും ഒരാൾ പോകണം എന്നുള്ളൊരു അഭിപ്രായമൊക്കെ. ഈ കളക്ടർ, ഞാൻ അങ്ങയുടെ പുസ്തകത്തിൽ കണ്ടിരിക്കുന്നുണ്ട്, കളക്ടർ ആകുമ്പോൾ ചെയ്യാൻ ചില പദ്ധതികൾ മനസ്സിൽ കരുതിയിരുന്ന നേരത്തെ മുതൽ അല്ലേ? അതെന്നാണ് അത് ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയതുകൊണ്ട് കൂടിയാണോ? അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എൻ്റെ ഒരു സീനിയർ ഉണ്ട് സ്കൂളിലും, അശോക് എന്നുണ്ട്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് എപ്പോഴും തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട്, നീക്ക് ഇങ്ങനെ ഓരോ പോസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ അങ്ങ് ഒരു പോസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് അപ്പോയിൻ്റ് ചെയ്യണം, അവിടെ പോയി അങ്ങ് ആ പണി, ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി എന്തെങ്കിലും അറിയാമോ, എന്തെങ്കിലും പഠിച്ചിട്ടാണോ എന്ന്. അപ്പോൾ ഞാൻ ഇല്ല, അവിടെ ചെന്നിട്ടാണ് പഠിക്കുന്നത്, അപ്പോൾ പ്രിപ്പയർഡായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവനില്ല, പറ്റത്തില്ല, ഇതിങ്ങനെയാണ് സിസ്റ്റം ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറയാം. അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കത്തി അങ്ങനെ അല്ലല്ലോ, ഒരു പോസ്റ്റുണ്ട്, ജില്ലാ കളക്ടറുടെ പോസ്റ്റ് നമുക്ക് അറിയാം, എന്തായാലും പോസ്റ്റ് ചെയ്യും. ബാക്കി ഏത് വകുപ്പ് നമുക്ക് അറിയില്ല, ഏതാണ് നമ്മുടെ തലയിൽ വരികയെന്ന്, എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല. പക്ഷേ കളക്ടറുടെ പോസ്റ്റ് വരുന്നതാണ് നമുക്കറിയാം, കരിയറിൽ എപ്പോഴും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ. അന്നേരമാണ് പുള്ളി എന്നോട് ചോദിക്കുന്നത്, അല്ല എന്നിട്ട് നീ അതിന് പ്രിപ്പയർഡായോ? അവൻ ശരിയാ, അതിന് പ്രിപ്പയർഡ് ആവണമല്ലോ എന്ന്. അങ്ങനെയാണ് ഇരുന്ന് ആലോചിക്കുന്നത്. കളക്ടറായിട്ട് പോസ്റ്റഡ് ആയാൽ ഞാൻ എന്ത് ചെയ്യും, എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യുക. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, സോഷ്യൽ സെക്ടറാണ് എൻ്റെ ഏരിയ. ഇന്നും എൻ്റെ കയ്യിൽ ആ മെയിലുണ്ട്, പുള്ളിക്ക് അയച്ച ആ ഒരു കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ അശോക് അതിനകത്ത് ഞാൻ ഇങ്ങനെ ഇന്ന ഏരിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പം നമ്മളെല്ലാവരും സിവിൽ സർവീസിന് പഠിക്കുമ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂക്ക് പോകുമ്പോഴും ഒക്കെ പറയാം, ജനങ്ങളെ സേവിക്കാൻ, പാവപ്പെട്ടവരെ നന്നാക്കാൻ, അതിനുള്ള ഏക അവസരം, മെയിൻ അവസരം. ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിനുശേഷം വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. ഇപ്പോൾ റോഡ്, മറ്റേത് മറിച്ച് വികസനം, ഇതൊക്കെ പറയാൻ വലിയ ആൾക്കാരുണ്ട്. പക്ഷേ ആ ഒരു ജില്ലയിലുള്ള ഓർഫനേജുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഓൾഡ് ഏജ് ഹോം, അല്ലെങ്കിൽ അവിടുത്തെ മാനസികാരോഗ്യ കേന്ദ്രം, ഇതൊക്കെയാണ് ശരിക്കും അവിടുത്തെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ് സോഷ്യൽ സെക്ടറിനകത്ത്. ഇത് ആരും പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നപ്പോഴും സബ് കളക്ടർ ആയിരുന്നപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. കളക്ടറാകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഈ പീലി വളർത്താം കുറച്ച്. മാത്രമല്ല ഈ ഇവിടെ ഹോം മിനിസ്റ്റർ കൂടെ ഇരുന്നിട്ട് ഞാൻ പോകുന്നതുകൊണ്ട് അതിന് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം സാധാരണ കളക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ്, ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് വിളിക്കാം, ഇപ്പം ശരിയാക്കി കളയാം എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ആളുകളുണ്ട്. ഇവരെയൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. മിനിസ്റ്ററെ കാണാൻ വേണ്ടി വന്നിട്ട് എൻ്റെ റൂമിൻ്റെ പുറത്ത് കാത്തിരുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഈ പവർ ഇക്വേഷൻ എന്താണെന്ന് എനിക്കറിയാം, അവർക്ക് ഇവിടെ എന്ത് പിടിയുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. അപ്പോൾ അതൊരു വ്യത്യാസമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം എൻ്റെ അടുത്ത് ആ തള്ളൊന്നും നടക്കുന്നില്ല. മാത്രമല്ല ഈ ക്യാബിനറ്റ് ഉൾപ്പെടെയുള്ള അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കിയതുകൊണ്ട് എന്ത് നടക്കും എന്ത് നടക്കില്ല എന്നുള്ളത് വ്യക്തത ആ പ്രായത്തിൽ. കളക്ടർ ആവുന്നതിന് മുമ്പാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രിയുടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ക്ലാരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ പല റിപ്പോർട്ടുകളും മറ്റേതൊക്കെ ചുമ്മാ ഇവിടെ നിന്ന് എഴുതി അയക്കാം, നമുക്ക് മനസ്സിലാവുന്നില്ല. സെക്രട്ടേറിയറ്റിൽ ഇതിന് പുല്ലുവിലയാണെന്ന് നമുക്കറിയില്ലല്ലോ. സെക്രട്ടേറിയറ്റിൽ എങ്ങനെ എന്ത് എഴുതി എങ്ങനെ വന്നാൽ ഏത് റൂട്ടിൽ കൂടെയാണെന്ന് വർക്കൗട്ട് ആവുന്നതെന്നൊക്കെ അപ്പോഴേക്കും നമുക്ക് മനസ്സിലായി. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങൾക്കും ഞാൻ ടൈം വേസ്റ്റ് ചെയ്തില്ല. ഞാൻ നോക്കുമ്പോൾ നടക്കാത്ത കാര്യങ്ങൾക്ക്
വെറുതെ ഞാൻ സമയം വേസ്റ്റ്. ഇപ്പം അവിടുത്തെ കുതിരവട്ട ആശുപത്രിയിൽ പോയതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ 2 ആഴ്ചക്കുള്ളിലാണ്. അപ്പോൾ അവിടുത്തെ സബ് ജഡ്ജ് ബൈജു സാറുണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് അവിടെ മെൻ്റൽ റിട്ടാർഡഡ് കേസസ് MR കേസസ് ഉണ്ടെന്ന്. അപ്പോൾ MR കേസ് ശരിക്ക് അസുഖമല്ല, അപ്പോൾ ആശുപത്രിയിൽ ഇടാൻ പാടില്ല ശരിക്കും. അവർ അത് സൂക്കേടല്ലല്ലോ, ഒരു അവസ്ഥയല്ലേ. പക്ഷെ അതവിടെ ഉണ്ട് എന്ന് പുള്ളി പറയാം. അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ അത് കാണണമല്ലോ, നമ്മളത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിയുടെ കൂടെ പോവുകയാണ്. ഞങ്ങൾ ചെന്ന് അതിനകത്ത് കാണുന്നു. അപ്പോൾ 800-ലധികം ആൾക്കാർ, 400 ചില്ലറ ആണ് കപ്പാസിറ്റി. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് അങ്ങ് ഷോക്കായി പോവുകയാണ് ഇത് നേരിട്ട് കാണുമ്പോഴേ. ഒരു സോളിറ്ററി സെല്ലുകളുണ്ട്. സോളിറ്ററി സെല്ലൊന്നും ഉടുതുണിയില്ലാതെ ആണ് നിർത്തിയിരിക്കുന്നത്. അതിനകത്ത് ഈ ക്ലോസറ്റൊക്കെ മെറ്റലിൻ്റെ ആക്കി, കാരണം സെറാമിക് അടിച്ച് പൊട്ടിച്ചിട്ട് അവർ തന്നെ സ്വയം ഇതാക്കുന്നത്. അങ്ങനെ ഫുഡാണെങ്കിലും അതും കഷ്ടം. ഇത് 75-ലുള്ള മെനു ആണ്, 1975-ലെ മെനു. അത് മുഴുവൻ ഗോതമ്പ് കഞ്ഞിയാണ്. ഈ ഗോതമ്പ് കഞ്ഞി നമ്മൾ ഡെയിലി കഴിച്ചാൽ തന്നെ ഗോതമ്പ് കിട്ടാനാ പാട്. ഇത് എനിക്കൊന്ന് അന്ന് യുദ്ധമോ എന്തോ കാരണമാണെന്ന് തോന്നുന്നു, അരി കിട്ടാത്തതുകൊണ്ടോ എന്തോ ആണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് ആകെ ഷോക്കഡായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു മാറ്റവും ആർക്കും വരുത്താൻ പറ്റില്ല ഇത്തരം കാലത്തിനിടയിൽ. ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അന്നേരം നമ്മൾ ഈ വന്ന ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആരംഭശൂരത്വമല്ല. അപ്പോൾ ഞാൻ ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ സൂപ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്. ഞാൻ സോളിറ്ററി സെല്ലൊന്നും മറക്കത്തില്ല. ഇതെന്ന് വെച്ചാൽ ലാസ്റ്റ് സോളിറ്ററി സെല്ലിൽ ഒരു താടിയൊക്കെ ഉള്ളൊരു പ്രായമായ ഒരാളാണ്. അയാൾ നല്ല ഇംഗ്ലീഷൊക്കെയാണ് സംസാരിക്കുന്നത്, പക്ഷേ ഉടുതുണിയൊന്നുമില്ല. ഇയാൾ അകത്ത് ഒരു ഭാഗത്ത് ക്ലോസറ്റ് ഉണ്ട്, അതിനകത്ത് പോയിട്ട് അയാളുടെ തന്നെ ഇത് വിസർജ്യം വാരിയെടുത്ത് ഇങ്ങനെ ഇതൊന്നും ആലോചിച്ച് നോക്കണേ. നമ്മളത് ഒന്നും തീരെ പ്രതീക്ഷിക്കാതെ ഇതെല്ലാം ഒരു ദിവസം ഇത്രയും സീൻസ് പടപട നമ്മളിങ്ങനെ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പം സോ ഷോക്ക്ഡ്. എന്നിട്ട് നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം ജില്ലാ കളക്ടർ ഇതിൻ്റെയൊക്കെ വലിയ കൊണാണ്ടറാണ്, ഇതെല്ലാം അധികാരിയാണ്. ഈ ഫീൽ ഹെൽപ്ലെസ്, നമ്മളെന്തിനു കൊള്ളാമെന്ന് തോന്നിപ്പോകും. ഇത്രയും സമ്പന്നമായിട്ടുള്ള കോഴിക്കോട് നഗരത്തിൻ്റെ ഒത്ത നടുക്കാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ സൂപ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കണം, ഇത് എങ്ങനെയാണ് മാറ്റേണ്ടത്, എന്താ വേണ്ടത്, ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം കുറേ കത്തുകളും ഇതിൻ്റെയൊക്കെ കോപ്പിയൊക്കെ തന്ന് ഇതൊക്കെയാണ് വേണ്ടത് ആവശ്യങ്ങൾ. ഞാൻ നോക്കുമ്പോൾ ഇതേ മുമ്പേ അയച്ച കത്തുകളും പണ്ടത്തെ കളക്ടർ ഇവരൊക്കെ അയച്ചത് ഇങ്ങനെ കത്തയച്ചുകൊണ്ട് ശുപാർശകൾ നടക്കുന്നുണ്ട് എല്ലാം നടക്കുന്നു. പക്ഷേ ഇത് എന്താണെന്നറിയോ, ഇതിങ്ങനെ കറങ്ങി തിരുവനന്തപുരത്ത് വരും. തിരുവനന്തപുരത്ത് അതിൻ്റെ കൺസേൺ ഡയറക്ടറേറ്റിൽ വരും, പിന്നെ സെക്രട്ടേറിയറ്റിൽ വരും, ബഡ്ജറ്റിൽ വരും. ഇതെല്ലാം വരുന്ന അവസാനം അവരുടെ കാഴ്ചപ്പാടിൽ ഇതൊന്നും ഒരു പ്രയോറിറ്റി അല്ല, അവരെ പരിഗണിക്കേണ്ടവരല്ല. കാരണം ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഉള്ള ആർക്കും വോട്ടിംഗ് അവകാശമില്ല, അവർക്ക് സംഘടനയില്ല, അവരുടെ ബന്ധുക്കൾ പോലും പലരും അവരെ ഉപേക്ഷിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ജയിലിൽ എന്തുകൊണ്ടാണ് ഭക്ഷണം ഇത്ര നന്നായിരിക്കുന്നത്? കാരണം അവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. ക്രൈം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, എല്ലാം ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുത്തനും ഇല്ലാത്ത ഒരു അവസ്ഥ. ഭയങ്കര ഇപ്പോൾ ഈ ഞാൻ തിരിച്ച് ഇതും കൊണ്ട് വീട്ടിലോട്ട് പോവാം. ഇത് ഞങ്ങൾക്ക് നാണക്കേട് തോന്നുന്നൊരു അവസ്ഥയാണ്. എന്നിട്ട് അന്ന് രാത്രി ഞാൻ ഈ ലിസ്റ്റ്, സൂപ്രണ്ട് തന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ സാധനങ്ങൾ മുഴുവനും എടുത്തിട്ട് അന്ന് ഞാൻ മറ്റേ സോഷ്യൽ മീഡിയ പേജ് തുടങ്ങിയിട്ടേ ഉള്ളൂ, കളക്ടറുടെ പേജ് അന്ന്. അപ്പോൾ അതിനകത്ത് ഇട്ടിട്ട് ഞാൻ എനിക്ക് ഇത്രയും സാധനങ്ങൾ ആരെങ്കിലും എങ്ങനെയെങ്കിലും എത്തിച്ചു തന്നെ. കാരണം ഇത് ഫണ്ടൊന്നും ഇപ്പോൾ കിട്ടാൻ പോകുന്നില്ല. ഒന്നും അടുത്ത ഒരു ദിവസം നേരത്തെ കിട്ടിയാൽ അത്രയെങ്കിലും ഇവരുടെ ജീവിതത്തിന് മെച്ചപ്പെടും. ഒരാഴ്ചക്കുള്ളിൽ കിട്ടേണ്ട എല്ലാ സാധനവും എനിക്ക് കിട്ടി. ഒരു ചെറിയ 5-8 ലക്ഷത്തിൻ്റെ ഐറ്റംസേ ഉള്ളൂ, പക്ഷെ നേരിട്ട് അവിടെ എത്തി. നമ്മൾ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു, സാധനം എത്തിച്ചാൽ മതി. മെൻ്റൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. എന്നിട്ടോ ആളുകൾ കൊടുക്കുക, ആളുകൾ നേരിട്ട് അവിടെ സാധനങ്ങൾ എത്തിച്ചു, അല്ലെങ്കിൽ പാഴ്സൽ ചെയ്ത് അയച്ചു. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കൊച്ചു സാധനങ്ങൾ, ബക്കറ്റ്, മഗ്, പുതപ്പ്, തലയണ, ഇതൊക്കെ ഉടുപ്പുകൾ. അപ്പോൾ ഇത് ഒരു ഭയങ്കര ഐ ഓപ്പണറായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് ഈ കമ്പാഷനേറ്റ് കോഴിക്കോട് പ്രോജക്റ്റ് തുടങ്ങുന്നത്. അവിടെ ആവശ്യക്കാരനെയും സഹായിക്കാൻ മനസ്സുള്ളവരെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അത് വലിയതായിട്ട് സക്സസ് ആയി. അത് വിചാരിക്കാത്ത രീതിയിൽ കൊണ്ട് നമ്മൾ ആദ്യം മെൻ്റൽ ഹോസ്പിറ്റൽ എടുത്തു, പിന്നെ അവിടുത്തെ ജനറൽ ആശുപത്രി, അവിടുത്തെ ഹോസ്പിറ്റൽസ്, ചിൽഡ്രൻസ് ഹോം, അവിടെ 2 ചിൽഡ്രൻസ് ഹോം ഉണ്ട്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഉണ്ട്. പിന്നെ മുനീർ സാറാണ് അന്ന് സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ, കോഴിക്കോട്ട് തന്നെയാണ്. വളരെ അണ്ടർസ്റ്റാൻഡബിൾ, വളരെ. അപ്പോൾ അദ്ദേഹം കുറേ സപ്പോർട്ട് ചെയ്തു ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാൻ. ഫണ്ടൊക്കെ കിട്ടി, നമ്മളതൊക്കെ പുതുക്കി നന്നാക്കി. അപ്പോൾ
മാത്രമല്ല ചിൽഡ്രൻസ് ഹോമിലൊക്കെ നമ്മൾ ഓരോ ബോക്സൊക്കെ ഇട്ട് കുട്ടികളുടെ ആഗ്രഹങ്ങൾ എന്താഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് അതിൽ ഇടാം. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് പോകുന്ന വഴിക്കാണ് എല്ലാ ദിവസവും വൈകുന്നേരം മുമ്പ് അതിലേക്ക് കയറും. അപ്പോൾ ഈ പിള്ളേരെ മുഴുവൻ അറിയാം. പിള്ളേരും ഈ ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാർ ഇവരെല്ലാം അറിയാം. ബൈജു സാറും ഉണ്ടാവും. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റ്. അദ്ദേഹം മറ്റേ ലീഗൽ സർവീസ് അതോറിറ്റിയിലാണ് അദ്ദേഹം അന്ന്. ഇപ്പം അദ്ദേഹം കണ്ണൂരുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജില്ലാ ജഡ്ജിയാണ്. അദ്ദേഹം വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടാവും. ഞങ്ങൾ മറ്റേ നാഷണൽ ട്രസ്റ്റ് ആക്ടിൻ്റെ ഇതുണ്ട്, എൻക്വയറിക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകുമായിരുന്നു. നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെൻ്റലി റിട്ടാർഡ് അല്ലെങ്കിൽ മാനസിക വളർച്ച ഇല്ലാത്ത കുട്ടികൾ, ഇവർ പ്രായമായി കഴിഞ്ഞാൽ മുതിർന്നു, ടെക്നിക്കലി മുതിർന്നു, പക്ഷേ അവരുടെ കാര്യങ്ങൾ അവർക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് കലക്ടറുടെ ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ കലക്ടറുടെ കമ്മിറ്റിയിൽ സബ് ജഡ്ജും ഉണ്ടാവും, ഒരു ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കമ്മിറ്റി കൂടിയിട്ട് കുറേ കേസുകൾ അന്വേഷിക്കാൻ നേരിട്ട് ഫീൽഡിലൊക്കെ പോയിട്ടുണ്ട്. തകർന്നു പോകുന്ന കേസസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില വീട് ഇതൊക്കെ ഭയങ്കര ട്രാജിക്കാണ്. ഈ ഒരു ഇത് ഓരോ പ്രാവശ്യവും ഇങ്ങനത്തെ ഓരോ ഇതിലും നമ്മൾ ചെന്ന് ചാടുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സീൻ എനിക്ക് ഒന്ന് ഓർമ്മയുണ്ട്. ഇതുപോലത്തെ ഒരു ആളുടെ സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയമാണ്, പ്രോപ്പർട്ടി ട്രാൻസ്ഫറോ മറ്റോ ആണ്. അപ്പം നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു ഞായറാഴ്ച ഞാനും ബൈജു സാറും കൂടെ നമ്മൾ ആരാന്നൊന്നും പറയാം, നമ്മളൊരു വണ്ടി എടുത്തിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. കാരണം നേരത്തെ ഇത് എന്താണെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ, ജെന്യൂനായിട്ട് അങ്ങ് കയറി അന്വേഷിക്കത്തേ ഉള്ളൂ. അപ്പോൾ ആരാന്നൊന്നും പറയില്ല. അപ്പോൾ ഞാനും ബൈജു സാറും പിന്നെ എൻ്റെ ഒരു സ്റ്റാഫുണ്ട്, നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് കയറാം. അപ്പോൾ ഈ പറഞ്ഞ ഈ വയ്യാത്ത അയാളുണ്ട്, അയാളുടെ അമ്മയുണ്ട്, ഒരു സഹോദരിയുണ്ട്. എല്ലാവരും ഇതേ അവസ്ഥ. എന്നിട്ട് അവരുടെ വീട്ടിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫോട്ടോ കിടപ്പുണ്ട്. അതിൽ നോക്കുമ്പോൾ ഈ അച്ഛനും ഇവരും എല്ലാവരും ജീവനോടെ ഉണ്ടായിരുന്ന കാലത്തെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഫോട്ടോയാണ്. നമുക്ക് വല്ലാണ്ടായി പോകും. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പൊല്യൂഷനൊക്കെ ഉള്ള പരാതി കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് CRPCയുടെ കീഴിൽ കുറേ അധികാരങ്ങളുണ്ട്. പിന്നെ കുറേ സ്റ്റാറ്റ്യൂട്ടുകളുടെ അകത്ത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയതുകൊണ്ട് പവർ ഉപയോഗിക്കാനുള്ള ഇതുണ്ട്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ വളരെ ചുമ്മാ കാടടച്ച് കയറി ഉപയോഗിക്കാതെ നല്ല നൈസായിട്ട് തിരഞ്ഞെടുത്ത് ഓരോ ആക്ടിൻ്റെ അനുസരിച്ച് ഉപയോഗിച്ചാൽ വളരെ, ഇപ്പം ഉദാഹരണത്തിന് എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ടിൻ്റെ കീഴിൽ പവേഴ്സ് ഉണ്ട്, എസ്മയുണ്ട്. അത് മാത്രമല്ല ഈ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ടല്ലോ, DM ആക്ട് അന്ന് ആരും ഉപയോഗിക്കാത്തൊരു ആക്ടാണ്. അപ്പം DM ആക്ടിൽ ആദ്യമായിട്ട് കുറച്ച് വിവാദപരമായിട്ടുള്ള ഓർഡറുകൾ അന്ന് ഞാൻ ഇറക്കി. വിവാദം എന്ന് പറഞ്ഞാൽ വിവാദം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, ചെയ്യേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന് കോഴിക്കോട് തീപിടുത്ത ഒരു ഹരമാണ്, ഇടയ്ക്കിടയ്ക്ക് തീപിടുത്തം. മിഠായിത്തെരുവിൽ സ്ഥിരം, അതും അന്ന് നിർത്തി. നമ്മൾ മിഠായിത്തെരുവിൻ്റെ എല്ലാം അണ്ടർഗ്രൗണ്ട് ആക്കി അത് ഫുൾ റിനോവേഷൻ്റെ പ്രോജക്റ്റ് ഇട്ട്, ഇപ്പം മിഠായിത്തെരുവ് കണ്ടാൽ തിരിച്ചറിയില്ലല്ലോ, ആ പ്രോജക്റ്റ് അന്ന് ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയാണ്. അതുപോലെ ഈ തീപിടുത്തം പല മോളുകളും ഇവരൊന്നും ഫയർ സേഫ്റ്റി റെഗുലേഷൻ ഫോളോ ചെയ്യുന്നില്ല. വലിയ സ്ഥാപനങ്ങൾ, വലിയ കോളേജുകൾ, വലിയ സ്ഥാപനങ്ങൾ, പക്ഷെ ആരും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അന്ന് നല്ലൊരു ഫയർ ഓഫീസർ ഉണ്ടായിരുന്നു, നമുക്കൊരു അരുൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അരുൺ എൻ്റെ അടുത്ത് വന്ന് എപ്പോഴും പറയും, സാർ ഇത് പ്രശ്നമാണ്, എപ്പോൾ അല്ല ഫയറിൻ്റെ ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ, കറക്റ്റ്, അതെ. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യേ, ഇത് ഇന്ന കെട്ടിടത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, വളരെ അപകടകരമാണ്, എപ്പോൾ വേണമെങ്കിലും തീ പിടിക്കാം എന്ന് എഴുതിയിട്ട് എനിക്ക് ഒന്ന് തന്നാൽ, നിങ്ങൾ ഇമിനൻറ്റ് ഡേഞ്ചർ ആയല്ലോ, ഇമിനൻറ്റ് ഡേഞ്ചർ നിങ്ങൾ രേഖയിൽ എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ DM ആക്ടിൽ ഓർഡേഴ്സ് ഇറക്കി തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഓർഡേഴ്സ് ഇറക്കി ഇത് സമയം കൊടുത്തു, ഇത്ര ഇതിനുള്ളിൽ നിങ്ങൾ, കാരണം പല കടകളിലൊക്കെ ഈ എസ്കേപ്പ് റൂട്ടിലൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക, തുണിയൊക്കെ സ്റ്റോക്ക് ചെയ്ത്, തീ പിടിച്ചാൽ തീർന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വേണമെന്നും പറഞ്ഞ് ഓർഡർ ഇഷ്യൂ ചെയ്തു ഇത്ര ദിവസത്തിനുള്ളിൽ. പക്ഷെ ആരും സീരിയസ് ആയിട്ട്, കാരണം അരുൺ ഇത് എല്ലായിടത്തും കൊണ്ട് കൊടുത്തു. അപ്പോൾ അരുൺ പറഞ്ഞാൽ ആരും മൈൻഡാക്കുന്നില്ല സാറേ, കാരണം ഇത് ഇന്നേ വരെ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ. അപ്പോൾ പക്ഷേ ആ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്ക്ഡൗൺ അത് പൂട്ടാൻ വേണ്ടി ഓർഡർ അടിച്ചു കൊടുത്തു. ഓർഡർ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതും കൊണ്ട് ഹൈക്കോർട്ടിലേക്ക് ഓടുമായിരുന്നു. പക്ഷേ ഹൈക്കോർട്ട് നോക്കുമ്പോൾ തീ പിടിക്കാൻ സാധ്യതയുണ്ട്, വളരെ റീസെൻ്റാണ്, ഞാൻ സമയവും കൊടുത്തിട്ടുണ്ട്, വളരെ മാന്യം, ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, ഇതിൽ കൂടുതൽ എന്ത് ചെയ്യും,
തീ പിടിച്ച് ഇനിയിപ്പം വേണ്ടാന്ന് ഹൈക്കോടതി പറയുമോ? കാരണം തീ പിടിച്ചു പോയാൽ കോടതി ഉത്തരവും പറയണ്ടല്ലോ. കാരണം ന്യായമായിട്ടുള്ള കാര്യം നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് അവിടുത്തെ പല മോളുകളിലും ആക്ച്വലി ഫയർ ഹൈഡ്രൻറ്റും മറ്റേ സാധനം ഇതെല്ലാം വെപ്പിക്കുന്ന പരിപാടി അന്ന് തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും മുതൽ അവിടുത്തെ ഈ മാഫിയ ഇളകി കുറേ പേര് പണങ്ങി. എനിക്ക് എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു വലിയ ബിസിനസ് സ്ഥാപനം, എനിക്കറിയില്ലായിരുന്നു പുള്ളി. അതുവരെ ഞാൻ പുള്ളി എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ നിയമത്തിന് ഇതിൻ്റെയൊക്കെ തുടർച്ചയായിരിക്കും. അന്ന് അവിടെ ഒരു ചെറിയൊരു പൊളിറ്റിക്കൽ വിവാദം ഉണ്ടായിരുന്നു ഇതുപോലത്തെ എന്തെങ്കിലും ആവശ്യങ്ങളല്ല. ഇതെന്താണെന്നറിയോ, നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പേരിൽ ആരും നേരിട്ട് അടി ഉണ്ടാക്കില്ല, വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കും. അത് കേരളത്തിലെ രീതി അതാണ്. നേരിട്ട് ഇപ്പോൾ നിങ്ങളൊരു സാധനത്തിന് പിടിക്കാൻ പറ്റില്ല, അതിലൊന്നും കിട്ടില്ല എന്ന് വന്നു ഞാൻ വിക്റ്റിമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും സാധനം പറഞ്ഞ് പിടിക്കാൻ നോക്കും. അതൊക്കെ എന്നെ കിട്ടാത്തതുകൊണ്ട് എന്നെ ഭാര്യ പിടിക്കാൻ നോക്കി. കാരണം ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥയാണല്ലോ. ഓ, അങ്ങനെയും ചെയ്താ? ശരിയാ. ഞാൻ അവസാനം ഭാര്യ അവധിയെടുത്ത് ജീവിക്കുക എന്നെ പേടിച്ചിട്ട്. എന്നെ ചെയ്യാൻ പറ്റും ഒരു പരിധിക്കപ്പുറത്തേക്ക്. എനിവേ, എന്നിട്ട് ഈ കളക്ടർ പദവിയിൽ നിന്ന് മാറാനുണ്ടായത് എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലായിരുന്നോ? കോൺഫ്ലിക്റ്റ് ആയിട്ടൊന്നുമില്ല. എനിക്ക് ശരിക്കും ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പം എനിക്ക് ശരിക്കും മാറിയാൽ കൊള്ളാൻ തോന്നി. കാരണം 3 കൊല്ലം വരെ ചെയ്യാം, 3-5 വർഷം വരെയൊക്കെ ഇരുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ജില്ലയിൽ ഒരു വർഷത്തിൽ കൂടുതലൊന്നും ഇരിക്കുന്നതിൽ വലിയ രസമില്ല. കാരണം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടാവും. അതിന് ഭയങ്കരമായിട്ട് പ്രഷർ ഇടുമ്പോൾ നമ്മൾ ഡിപ്ലോമാറ്റിക്കലി അത് നോക്കാം, മാനേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു കൊല്ലം വരെയൊക്കെ കൊണ്ടുപോകും. ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് മനസ്സിലായി ഇവനത് ചെയ്യില്ല എന്ന്. അപ്പോൾ അങ്ങനത്തെ സീനൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഇറ്റ് വാസ് വെരി നൈസ്. അതിൻ്റെ ആ പീരീഡിൽ ആദ്യത്തെ പീരീഡ് ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ലാസ്റ്റ് ആ ഒരു ടെന്യൂറായിരുന്നു. ജനസമ്പർക്ക പരിപാടി കാണാൻ കൂടുതൽ നിൽക്കാൻ പറ്റിയ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. രാവിലെ ഒരു 7 മണി തൊട്ട് രാത്രി 2 മണി വരെ ഞാനും കൂടെ തന്നെ ഫുള്ള് നിന്നു, ത്രൂ ഔട്ട് നിന്നു. സമ്മതിക്കണം. രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും വന്ന് പറഞ്ഞു ഇരിക്കാം സാർ, ഇരുന്നാൽ മതി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാ ജില്ലയിലും കുറച്ച് പ്രായമായ കളക്ടേഴ്സ് ഇരിക്കും, അവർ ഇരിക്കുന്ന മനസ്സിലാക്കും. പക്ഷേ ഇത്രയും പ്രായമായ ഉമ്മൻചാണ്ടി സാർ നിൽക്കുമ്പോൾ ഞാൻ പോയി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നാണക്കേടല്ലേ. അപ്പോൾ ഞാൻ ഇല്ലല്ല, ഞാൻ കൂടെ തന്നെ ഫുള്ള് നിന്നിട്ട് എനിക്ക് സംശയമായിരുന്നു കുറേ കഴിയുമ്പം ഇരിക്കേണ്ടി വരും, അത് പോട്ടെ മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരില്ല, ഇങ്ങനെയൊക്കെ സംശയമുണ്ട്. പക്ഷേ ഒന്നുമില്ല, വേർപ്പലും ഇതിലൊക്കെ അങ്ങ് പോവുകയാണ്. ഒന്നുമില്ല. അവസാനം രാവിലെ 2 മണിയാവാറാകുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് മൂത്രമൊഴിക്കാൻ പറ്റുന്നത്. അതുപോലെ നിൽക്കുക. എന്ന് മാത്രമല്ല സാറിൻ്റെ ആ ഒരു ശ്രദ്ധ, നമ്മൾ അടുത്ത് നിന്ന് കാണുകയാണല്ലോ. ഇപ്പോൾ എന്ത് ഇത് വരുമ്പോഴും സാർ ഇപ്പോൾ ചോദിക്കും ഇത് എന്താ വേണ്ടത്, ഇത് എത്രയാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ നമ്മളൊരു തുക എന്തെങ്കിലും പറയും, ഇത്ര കൊടുക്കാൻ സാർ ഇങ്ങനെയാണ്. ഒരെണ്ണത്തെ പോലും അതിന് താഴെ വെട്ടത്തില്ല, അതിൻ്റെ മേലോട്ടേ പോയിട്ടുള്ളൂ. മാത്രമല്ല ഭയങ്കര പൊളിറ്റിക്കൽ സെൻസുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ നിൽക്കുമ്പോൾ ഇളനീരും കൊണ്ടുവന്നു ആരോ. സാർ ഇളനീര് വേണ്ടെന്ന് പറഞ്ഞു. ശരിക്കും അത് ഭയങ്കര പൊളിറ്റിക്കൽ സെൻസാണ്. കാരണം ഈ പാവപ്പെട്ടവർ കരഞ്ഞതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇളനീരും കുടിച്ച് നിൽക്കുന്നത് എന്ത് വൃത്തികേടാത്, ഭയങ്കര മോശമല്ലേ. അപ്പോൾ ഇതേ ഇളനീര് പിന്നെ സ്റ്റീൽ ഗ്ലാസ്സിൽ വരുമ്പോൾ കുഴപ്പമില്ല, മനസ്സിലായി. ആ സ്റ്റീൽ ഗ്ലാസ്സിൽ കഞ്ഞി വരും, മറ്റേത് ഇത് എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനും അത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ നന്നായിട്ടത് അവർക്കും ഫീൽ ചെയ്ത് അതിൽ പങ്കെടുത്ത് ചെയ്യണം. അത് അതിനകത്ത് അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. അത് കള്ളത്തരമല്ല, അത് ആക്ച്വലി പൊളിറ്റിക്കൽ ബ്രെയിനാണ്. ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പം ഇതിങ്ങനെ ഭയങ്കര രസമായിരുന്നു അത്. പോസ്റ്റിങ് പിന്നെ അപ്പോഴത്തേക്കും പിണറായി സർക്കാർ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലക്ഷൻ ആയിരുന്നു. ഇലക്ഷൻ പീരീഡിലും കുറച്ച് ഫൈറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ എപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് പോവുക എന്നുള്ളതാണല്ലോ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം കൂടാണ്, ഒരു ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറെല്ലാം. അപ്പോൾ ആ സമയത്ത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഭരണത്തിൽ കോൺഗ്രസ് ആണ്, UDF ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നിയമം നടപ്പിലാക്കുമ്പം കുറച്ച് പണി കിട്ടിയ UDFകാർക്കായിരിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹോം മിനിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സഹായമുണ്ട്. അങ്ങനെയല്ലല്ലോ, നമ്മൾ റൂളായിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എന്ന് മാത്രമല്ല എനിക്ക് ഗവൺമെൻറ് കുറേ പേരെ 2-3 പേരെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം വന്നു. അവസാനം സസ്പെൻഡ് ചെയ്തില്ല, മാറ്റുകയോ മറ്റോ ചെയ്തു. ഇത് ലീഗിൻ്റെ എന്തോ സഹായിച്ചു, അങ്ങനെ എന്തൊക്കെയോ വട്ടവർ, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ പുതിയ ഗവൺമെൻറ് വന്നപ്പോഴേ കളക്ടറായിട്ട് തുടർന്നു. കളക്ടറായിട്ട് തന്നെ തുടരുകയായിരുന്നു. ആ സമയത്ത് സെൻറ്ററിൽ നിന്ന് ശരിക്ക് ഒരു കോൾ വന്നിരുന്നു. എനിക്ക് അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു
പോസ്റ്റിങ്ങിലേക്ക് സാധാരണ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് പോവുക. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ അങ്ങോട്ടേക്ക് വരാൻ തയ്യാറാണെങ്കിൽ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഒരു സീനിയർ ഓഫീസർ വിളിച്ചിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതന്ന് ഞാൻ സി എമ്മിനെ കണ്ട് പറഞ്ഞു സെൻട്രലിലേക്ക് എനിക്ക് പോകാനുണ്ട്. കാരണം ഒരു വർഷം കഴിയുകയും ചെയ്തു. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 1 ഇയർ കൂടുതൽ വലിയ കാര്യമൊന്നുമില്ല. മാത്രമല്ല ബോറാവും. സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴേക്ക് ഇലക്ഷനും രസമായിരുന്നു കേട്ടോ. അതും പറയണമല്ലോ. നമ്മൾ ഫസ്റ്റ് റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചത് കോഴിക്കോടായിരുന്നു. നമ്മൾ നല്ല ഒന്നാന്തരം ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴത്തെ കൊല്ലം കളക്ടർ അന്ന് IAS ഇല്ല. അതുപോലെ അന്നത്തെ എൻ്റെ ഡിസാസ്റ്ററിൽ ഉണ്ടായിരുന്ന നല്ല ഡെപ്യൂട്ടി കളക്ടറായിരുന്നു നമ്മുടെ നാസറും പിന്നീട് IAS വന്നു. അപ്പോൾ നല്ല ടീമായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അവിടെ ആയിരിക്കും കൊണ്ടുവന്നത് ആദ്യം ഈ ഇലക്ഷൻ റിസൾട്ടിൻ്റെ. കുറേ നമ്മൾ ഫസ്റ്റ് കാര്യങ്ങൾ അവിടെ ചെയ്തായിരുന്നു. റിസൾട്ട് ആദ്യം തന്നെ പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെ ഒരു ഇതായിരുന്നു നമ്മൾ ടാർഗറ്റ്. വേഗം കൂട്ടാൻ പറ്റുന്നത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതായത് ഇത് മെഷീനുകളുണ്ടല്ലോ, മെഷീനുകൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഏജൻറ്റുകൾ മുമ്പിൽ വെച്ച് എണ്ണണം, എന്നിട്ട് തിരിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നതും റൂട്ട് ഡിസൈൻ ചെയ്യുന്നതിൽ തന്നെ കാര്യമുണ്ട്. സ്മൂത്തായിട്ട് പോകണം. എത്ര കൂടുതൽ എണ്ണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡെസ്കുകൾ അറേഞ്ച് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് കൗണ്ടിങ് തീരുമല്ലോ. അപ്പോൾ ഇത്തരം ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ കൊച്ചു ബോട്ടിൽ നെക്സ് നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ടാർഗറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഇത് തെറ്റ് പറ്റരുത്, സ്പീഡിൽ നടക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ ടീമിനെ സജ്ജീകരിച്ച് കഴിഞ്ഞാൽ ചെയ്യാനൊന്നും ഇതൊന്നും വലിയ പാടുള്ള കാര്യമല്ലല്ലോ. അന്നേരം CM അനുവദിച്ചില്ലേ? ഇല്ല, അന്ന് പോണ്ടെന്ന് പറഞ്ഞു. വേറെ ജില്ല വേണമെങ്കിൽ പിണറായി വിജയൻ രമേശ് ചെന്നിത്തല പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു പ്രശ്നമായിട്ട് അന്ന് തോന്നിയില്ല പുള്ളിക്ക്? ഇല്ല, അതൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഇത് പുതിയ ഗവൺമെൻറ് വന്ന സമയത്ത് CM നേരിട്ട് വിളിക്കുകയും ഞാൻ നേരിട്ട് പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആശയങ്ങൾ, ഐഡിയാസ് കുറേ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ തലേന്ന് ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് മീറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ച്. കളക്ടറായിരിക്കുക തന്നെ. ട്രിവാൻഡ്രത്ത് ഉണ്ടെന്ന്. വളരെ പോസിറ്റീവായിരുന്നു സമീപനം. പിന്നെ അന്ന് മറ്റേ ലൈഫ് പ്രോജക്റ്റിൻ്റെ ആശയം, അതിൻ്റെ ഇൻക്ലൂഡിങ് ഡ്രാഫ്റ്റിങ് ഇപ്പോഴും എൻ്റെ മെയിലിൽ കിടപ്പുണ്ട്. ഞാൻ ശിവശങ്കർ സാറിന് അയച്ചതും മറ്റുമൊക്കെ ഉണ്ട്. കാരണം അത് ഹൈലൈറ്റ് ഇല്ലേ നമ്മളെ കോഴിക്കോട്. അപ്പോൾ ഹൈലൈറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് കണ്ടപ്പോഴാണ് ശരിക്കും ഈ ഒരു ഐഡിയ തോന്നുന്നത് എനിക്ക്. ഞാൻ പറഞ്ഞ നമ്മൾ ഹൗസിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ നോക്കുമ്പോൾ കളക്ടറായിരിക്കുമ്പോൾ 10-80 വയസ്സായ അമ്മൂമ്മയൊക്കെ വന്നിട്ട് പറയും, മോനെ ഒരു തുണ്ട് ഭൂമി വേണം, എനിക്ക് വീട് വെക്കണം. ഞാൻ 80 വയസ്സിൽ അമ്മ എവിടെ നിന്നാണ് ഈ വീട് വെക്കാൻ പോകുന്നത്? അത് നടക്കുന്ന കാര്യമല്ലല്ലോ. താമസിക്കാനൊരു സൗകര്യമല്ലേ വേണ്ടത്. ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് പൊതുവേ സ്വന്തം വീട് അങ്ങനത്തെ ഒരു ഇമോഷണൽ സംഭവമുണ്ട്. പക്ഷേ ഞാൻ പുറത്തൊക്കെ കണ്ടിട്ടില്ല. ജനീവയിലും ഈവൻ സിംഗപ്പൂരും ഒക്കെ പോയപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് നല്ല ഒന്നാന്തരം വീട് സർക്കാർ പണിത് കൊടുക്കും. എന്നിട്ട് താമസിക്കാനല്ല, വാടകയ്ക്കാണ്. ചെറിയ തുച്ഛമായ ഒരു വാടകയ്ക്ക് കൊടുക്കും. നന്നായി മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് മെച്ചമാകുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവാം, സ്വന്തമായിട്ട് വീട്ടിലേക്ക് പോകാം. ഇതല്ലേ സത്യത്തിൽ വേണ്ടത്. മറിച്ച് ഒരു വീട്, സ്ഥലം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അവൻ വീണ്ടും ലോൺ എടുക്കും, കുറച്ചുകൂടെ ദാരിദ്ര്യമാവും. ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. വീട് കൊടുത്തു കഴിഞ്ഞാലും അതേ ആൾ തന്നെ ഒരു 5-10 വർഷം കഴിയുമ്പോഴേക്ക് ഭവനരഹിതനായിട്ട് വീണ്ടും ലിസ്റ്റിൽ കയറി വരുന്ന ഒരു അവസ്ഥയാണ്. ഇത് പല ആദിവാസി കോളനിയിൽ സംഭവിച്ചിരിക്കുന്ന സ്ഥിതി ഇത് തന്നെയാണ്. സ്ഥലം കൊടുക്കും, പിന്നെ അവർക്ക് അവിടെ ചൂഷണം ചെയ്യപ്പെടുക. അതെ. ഇതിൽ ആകെ ഗുണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ടർമാരാണ്. ഈ വീട് പണിത് കൊടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് നല്ല ലാഭമാണ്. അവിടുന്ന് പിന്നെ ഒരു 10 വർഷം നീണ്ട സംഭവബഹുലമായ ഒരു 10 വർഷമാണ്. നമുക്ക് അതിലെ ചില കാര്യങ്ങളിലൂടെ കൊടുന്നി നമുക്ക് ആധുനിക കാലത്തേക്ക് പോകാം. അടുത്ത എപ്പിസോഡിലേക്ക്. താങ്ക് യു.